ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ ഓം ഗുരുഭ്യോ ഗണാനാം ത്വാം ഗണപതിം ഹവാമഹേ കവീനാം ഉപമശ്രവസ്തം ജ്യേഷ്ഠരാജം ബ്രഹ്മണസ്പദ ശൃണ്വന്നോതിഭിः ശീലസാദനം ഗണപതയേ നമഃ. ബാലദിവിദ്യുതിബിംബകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖീം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശീം അരുണകിരണജാലേ രഞ്ജിതാ സാവകാശ വിധൃതജപവടീക പുസ്തകവേദഹസ്ത അഭയവരകരാഢ്യനാഭുല്ലകൽഹാലസംസ്ഥ നിവസതുരതിപാല നിത്യകല്യാണശീലാ ജാലാകരാളമത്യുബ്രഹ്മശേഷാസരസൂദനം ത്രിശൂലം പാതുനോ ഭീതേർ ഭദ്രകാളീ നമസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളീ നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായൈ നമോ. ഓം നമഃ ശിവായ നമോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ ശിവായൈ നമോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ. ഓം നമഃ ശിവായ. ഓം നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. വാഗർദ്ധവിവ സംരക്തോ വാഗർദ്ധ പ്രതിപത്തയേ ജഗതപിതരോ വന്ദേ വർമ്മദീ പരമേശ്വരോ. വാഗർദ്ധതുല്യം വിധിയാടയുള്ള യോഗത്തോടും ലോകപിതാക്കളായി പേർ കേട്ട യോഗി പരമേശ്വരക്കായി വാഗർദ്ധബോധം വരുവാൻ തൊഴുന്നേ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. മമ്മിയൂർ ദേവരുടെ സന്നിധിയിൽ പല വർഷങ്ങളായി ഈ പ്രഭാഷണം നടത്തുന്നതിനുള്ളൊരു യോഗം മമ്മിയൂർ ദേവരുടെയും ഗുരുവായൂരപ്പൻ്റെയും മറ്റു അനുഗ്രഹം കൊണ്ട് സിദ്ധമായി. നോട്ടീസിൽ ഇട്ടിരിക്കുന്ന വിഷയം ശാസ്താരം. ഈ ശാസ്താരം എന്ന് പറയുന്ന പദപ്രയോഗം ഒരു ഭക്തി പ്രഭാഷണമായിട്ട് നടത്തുന്ന രീതിയിലാണ് നോട്ടീസിൽ ആദ്യം മുതൽ അവസാനം വരേക്കുള്ള പ്രഭാഷണ പരമ്പരയുടെ പേര് പോലും ഭക്തി പ്രഭാഷണം. സത്യത്തിൽ നാം ആദ്യം ആരാഞ്ഞ് അറിയേണ്ടത് ഭക്തി എന്ന് പറയുന്ന മനസ്സിൻ്റെയും അത്തരത്തിൻ്റെ ഹൃദയത്തിൻ്റെയും മൃദുലമായിട്ടൊരു വികാരത്തെ പറ്റിയാണ്. നാരദര് തൻ്റെ ഭക്തിസൂത്രത്തിൽ സാധു അസ്മിൻ പരമപ്രേമരൂപ, പരമമായിരിക്കുന്ന പ്രേമത്തിൻ്റെ രൂപമാണ് ഈ ഭക്തി എന്ന് പറയുമ്പോൾ അത് പരമാത്മാവിനോട് തോന്നുന്നതും ഈശ്വരൻ്റെ നേർക്ക് നമുക്കുണ്ടാകുന്ന പരമമായിരിക്കുന്ന പ്രേമത്തിൻ്റെ രൂപം ഭക്തിയാണെന്ന് പ്രതിപാദിക്കുന്ന നാരദ ഭക്തിസൂത്രത്തിൽ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ലഭ്യമായാൽ എന്താണ് നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ? എല്ലദ്വാപമാൻ സിദ്ധോ ഭവതി, ഹൃത്തോ ഭവതി, അമൃതോ ഭവതി.
അത് പ്രാപിച്ചു കഴിഞ്ഞാൽ, ഭക്തിയുടെ പാരമ്യത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, പ്രാപ്യരകിഞ്ചിത് വാഞ്ചതീന ശോചനീന ദേഷ്ണീന രമതീനോത്സാഹി ഭവതി, ഭക്തിയെ അറിഞ്ഞു കഴിഞ്ഞാലോ യജ്ഞാത്വാ മത്തോ ഭവതി ശ്രദ്ധോ ഭവതി അമൃതോ ഭവതി എന്ന്. അങ്ങനെ എല്ലാ തരത്തിലും ഭക്തിയുടേതായിട്ടുള്ള രസം അത് മുറ്റി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ തീർച്ചയായിട്ടും നമ്മൾ കരഗതമാക്കേണ്ട സകലതും കരഗതമാക്കിക്കൊണ്ടൊരു സിദ്ധ പദവിയിലേക്ക് എത്തുകയാണ്. സിദ്ധൻ എന്ന് പറഞ്ഞാൽ എല്ലാം നേടിയിട്ടുള്ളവനാണ്. സിദ്ധിത എന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തിലൊരു മന്ത്രം സിദ്ധിത, യോഗത എന്ന മറ്റൊരു മന്ത്രം. നമുക്ക് എല്ലാവർക്കും തന്നെ യോഗം പ്രദാനം ചെയ്യുന്നതും സിദ്ധികളെ പ്രദാനം ചെയ്യുന്നതും സാക്ഷാൽ പരമേശ്വരി, ആ അമ്മയെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. യോഗിനി യോഗിനി യോഗീശ്വരി യോഗീശ്വരി എന്നുള്ള മട്ടിൽ സ്വയംവര പാർവതി രൂപത്തിൽ. അതേപോലെ തന്നെ ഭക്തിയുടെ പാരമ്യത്തിൽ നമുക്ക് കിട്ടേണ്ടത് സിദ്ധികളാണ്, യോഗാവസ്ഥയാണെന്ന് പറയുമ്പോൾ ഭക്തിയിലൂടെ സംജാതമാകേണ്ടത് യുജ് എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന യോഗം തന്നെയാണ്. ഇവിടെ ഈ പാർവതി പരമേശ്വരന്മാർ യോജിച്ച് ഇഴുകിച്ചേരുന്ന സായുജ്യം എന്ന് പറയുന്ന പദവിയെ ആർജിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോഴേ യോഗാവസ്ഥയാകുന്നുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ യുക്തിവാദ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന വീട്ടി ഭട്ടേരിപ്പാട് 8ാം ക്ലാസ്സിലത് വായിക്കാൻ ഇടയായപ്പോൾ യുക്തിവാദ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ച് നീക്കിയ അദ്ദേഹം യോഗിനി യോഗിനി എന്ന് പറയുന്ന മന്ത്രത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ലേഖനം അവതരിപ്പിച്ചത്. ബ്രാഹ്മണ കുടുംബത്തിൽ അല്ലെങ്കിൽ ഭട്ടേരിപ്പാടായിട്ട് ജനിച്ച് ആ മന്ത്രം ജപിച്ച് വളരെ ഏറെക്കാലം അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞതിൽ നിന്നാണ് എൻ്റെ ഈ യാത്ര. ഏതായാലും ഓം ഹ്രീം യോഗിനി യോഗിനി എന്ന് പറയുന്ന മന്ത്രത്തിൻ്റെ പ്രാധാന്യവും അത് എത്തരത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നതും മമ്മിയൂർ തേവരുടെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരച്ചു വച്ചിരിക്കുന്ന ചിത്രം കണ്ടപ്പോഴാണ്. അതിസുന്ദരിയായിരിക്കുന്ന ബാലാർക്കായുധ തേജസം. അപ്പൊ ഈ സുന്ദരിയായിരിക്കുന്ന അമ്മ മന്ദം മന്ദം പീയുഷിയും വലയിതും ശംഭും ജഗന്മോഹിനി, ജഗത്തിനെ മുഴുവൻ മോഹിപ്പിച്ചുകൊണ്ട് ശംഭുവിനെ വരിക്കാനായിട്ട് ഉദ്യുക്തത ആയിട്ട് ഇങ്ങനെ കടന്നു വരുന്ന ആ അമ്മയുടെ ചിത്രം കണ്ടപ്പോൾ അതിന് മുമ്പേ തന്നെ ഈ ഉപാസനാ രീതിയിലേക്ക് മന്ത്രത്തിലേക്ക് കടന്നു അനവരതം ധ്യാന യോഗ മാർഗങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത് പോയപ്പോഴാണ് ഏതൊരു ലേഖനമാണോ ഈ വീട്ടി ഭട്ടേരിപ്പാട് യുക്തിവാദത്തിന് വേണ്ടി ഇങ്ങനെ അവതരിപ്പിച്ചത് അത് അർത്ഥശൂന്യമാണെന്ന് തോന്നിയത് അനുഭവത്തിലൂടെയാണ്. ഞാനിത് സൂചിപ്പിക്കുന്നത്, ഭക്തി എന്ന് പറയുന്നത് വെറുതെ ഒരു പുറം കാഴ്ചയായിട്ടും പ്രകടനമായിട്ടും പ്രഹസനമായിട്ടും തീരുന്നത് കഷ്ടമാണെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഉള്ളിൽ തട്ടി ഉണരുന്ന ആ ഭക്തിയുടെ പാരമ്യമാണ് നമ്മെ കൊണ്ട് എത്തിക്കുന്നത് യോഗാവസ്ഥയിൽ. അപ്പോൾ പണ്ടത്തെ ഋഷീശ്വരന്മാരും അതുപോലെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആചാര്യന്മാരും അവരെല്ലാവരും തന്നെ ഈ യോഗാവസ്ഥയെ പ്രാപിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് പറഞ്ഞു തന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭക്തി എന്ന് പറയുന്നത് വെറുതെ തൽക്കാലം തോന്നുന്ന ഒരു വികാരം എന്നുള്ള മട്ടിൽ നിന്ന് വ്യത്യസ്തമായി അത് നമ്മെ നയിക്കുന്നത് ഭാഗവതം പറയുന്ന പോലെ ജ്ഞാനവൈരാഗ്യങ്ങളിലേക്ക് ആയിരിക്കണം. ഭാഗവതം അനവരതം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഭാഗവതം ഇങ്ങനെ അനാവരണം ചെയ്തുകൊണ്ട് അനവധി ആചാര്യന്മാർ പലപ്പോഴും ഭാഗവതം അവതരിപ്പിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്നത് ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളെ സൃഷ്ടിക്കുന്നില്ല എങ്കിൽ, ഭക്തിയുടെ സന്തതികളായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങൾ നമ്മളിൽ ഉദ്ദീപ്തമാകുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജ്ഞാനവും വൈരാഗ്യവും ഉദിക്കുന്നില്ല എങ്കിൽ ആ ഭക്തി അർത്ഥശൂന്യമാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ്. അപ്പോൾ ഭക്തി പ്രഭാഷണം എന്ന് പറയുമ്പോൾ നമ്മളിൽ ഒരു വികാരം ജനിപ്പിക്കലല്ല നമ്മുടെ ആവശ്യം. അതുകൊണ്ടാണ് ഭാരതാംബയുടെ മാറിടത്തിൽ സനാതനധർമ്മം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന നമ്മളെല്ലാവരും വെറും ശുഷ്കമായിട്ടുള്ള ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ജാഥ നയിച്ചുകൊണ്ട് ഒരു പ്രൊസഷൻ ഇത് നയിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രകടനം കാഴ്ചവെക്കാത്തത് കൊണ്ടാണ്. മറ്റ് സെമറ്റിക് മതങ്ങളുടെ പോലെ ഒരു കെട്ടിക്കാഴ്ചയായിട്ട് നമ്മൾ പോകാത്തതും എല്ലാവരെയും തന്നിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ എന്നെല്ലാം അവർ പറയുന്ന രീതിയിൽ ഉണ്ടാകാത്തതും ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം കൊണ്ടാണ്. നമ്മളെല്ലാവരും തന്നെ ഭക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് ജ്ഞാനവും വൈരാഗ്യവും എന്ന് പറയുന്ന പദവികളെല്ലാം തന്നെ അലങ്കരിക്കുമ്പോൾ വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ട് വെറും വിശ്വാസത്തിൻ്റെ പിന്നാലെ ഓടി വന്നാൽ മതി എന്ന് പറയുന്ന സമ്പ്രദായം നമ്മളുടേതല്ല. മമ്മിയൂർ തേവരെ വെറുതെ കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് നമ്മൾ പറയുന്നില്ല.
ഗുരുവായൂരപ്പനെയും വെറുതെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരൂ, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തന്നെ കിട്ടുമെന്നുള്ള ആ വിഡ്ഢിത്തമൊന്നും നമ്മൾ പുലമ്പുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സനാതനധർമ്മത്തിൽ പ്രായോഗികത, പ്രാക്ടിക്കലായിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ സമ്പ്രദായത്തിനുണ്ട്. നേരിട്ട് കണ്ട് പഠിക്കാൻ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു സമ്പ്രദായമാണ്. അതുകൊണ്ടാണല്ലോ ശ്രീരാമകൃഷ്ണപരമഹംസര് തൻ്റെ ശിഷ്യനായിട്ട് വരാനിരിക്കുന്ന നരേന്ദ്രനോട് ഞാൻ കാണുന്നു ഈശ്വരനെ, നിനക്കും കാണാം എന്ന് തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ആ മാർഗത്തിലേക്ക് ഇങ്ങനെ നയിക്കുന്നത്. ഇനിഷ്യേഷൻ എന്ന് പറയുന്ന ദീക്ഷാ സമ്പ്രദായം അത്തരത്തിലുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ശൈവദീക്ഷയായാലും വൈഷ്ണവദീക്ഷയായാലും ശാക്തേയമോ ഗാണപത്യമോ അത്തരത്തിലുള്ള ഏതൊരു താന്ത്രികമായിട്ടുള്ള വിഷയമായാലും ആ ദീക്ഷയിലേക്ക് കടക്കുന്നത് ഗുരു നമ്മളെ ദീക്ഷിപ്പിച്ച് അല്ലെങ്കിൽ മന്ത്രമെല്ലാം തന്നെ ഇട്ട് പുരസ്ചരണാദി ക്രിയകളിലൂടെ കടന്നു കയറി നമ്മളൊരു പ്രത്യേക അവസ്ഥ, യോഗാവസ്ഥ അത് പ്രാപിക്കുമ്പോഴാണ് നമുക്ക് ലക്ഷ്യം സാധിച്ചു എന്ന് കുറച്ചെങ്കിലും പറയാൻ കഴിയുന്നത്. ചിന്തിച്ചു നോക്കൂ, 2-3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുള്ളത്. ദ്വൈതം, അദ്വൈതം എന്ന് പറയുന്ന ആ സമ്പ്രദായത്തിൽ ദ്വൈതത്തിൽ ഇരിക്കുക വളരെ എളുപ്പമാണ്. ഏറ്റുമാനൂർ തേവര് അല്ലെങ്കിൽ ഈ പറയുന്ന മമ്മിയൂർ തേവര്, ഗുരുവായൂരപ്പൻ, ഇതുപോലുള്ള ഇഷ്ടദേവതകൾ അങ്ങ് അകലെ ശ്രീകോവിലിരിക്കുന്നതും നമ്മൾ അകലെ മാറിയെന്നുകൊണ്ട് തൊടുന്നതും, അങ്ങനെ അകലെ നിന്നുകൊണ്ട് നമ്മൾ അഗ്രേപശ്യാമി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തു കൂടുന്നതും ഇതെല്ലാം തന്നെ ദ്വൈതാവസ്ഥയാണ്. നിത്യചിത്തസ്ഥിതമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കടന്നുകൂടുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നതും വാസ്തവത്തിൽ സാരൂപ്യ സ്ഥിതിയിലേക്ക് എത്തുന്നില്ല. ഉള്ളിൽ ഇരിപ്പുണ്ട് എന്നിങ്ങനെ തറപ്പിച്ച് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് ഉള്ളിലിരിക്കുന്ന ഈശ്വര സ്വരൂപത്തെ ഭാഗവതം പറയുന്ന പോലെ അഹം ബ്രഹ്മപരന്ധാമ ബ്രഹ്മാഹം പരമം പദം എന്ന് പറയുമ്പോൾ അത് സായുജ്യ പദവിയായി യോഗമായി. ഇത് ചിന്തിക്കേണ്ട ആദ്യത്തെ വിഷയം. അപ്പോൾ നമ്മൾ ഭക്തിപ്രഭാഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സബ്ജക്റ്റ്, എല്ലാത്തരം സബ്ജക്റ്റ് നാളെ പ്രസംഗിക്കാൻ പോകുന്ന അലക്സാണ്ടർ ജേക്കബും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ ഇവിടെ വിളമ്പി തരുമ്പോൾ അവിടെയും വാസ്തവത്തിൽ നമ്മൾ ഭക്തിപ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവത്തിലൂടെ ഏതൊരു ജ്ഞാനത്തിലേക്കാണ്, ഏതൊരു അറിവിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. ഇവിടെയാണ് വാസ്തവത്തിൽ ശ്രീരാമകൃഷ്ണപരമഹംസരും അതുപോലെ ശങ്കരാചാര്യസ്വാമികളും രമണ മഹർഷിയും അതുപോലെ ഷിർദിസായിയെ പോലുള്ള സായിബാബമാരും ഇതുപോലുള്ളവരെല്ലാം തന്നെ പ്രായോഗിക തലത്തിൽ നമ്മുടെ സംസ്കാരത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളവരാണ്. ഹൂവാമൈ എന്ന് ചോദിക്കാനല്ലേ രമണ മഹർഷി പറഞ്ഞത്? ഞാൻ ആര്? കോഹം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്നയാള് എന്നറിയുമ്പോഴല്ലേ ജ്ഞാനം ഉദിക്കുന്നുള്ളൂ. അപ്പോൾ സോഹം എന്ന് പറയുന്ന പദവിയിലേക്ക് എത്താൻ നിർദ്ദേശിക്കുന്ന അത്തരത്തിലുള്ള പൂർവ്വസൂരികൾ നമ്മെ വാസ്തവത്തിൽ യോഗാവസ്ഥയിലേക്ക് നയിക്കുകയാണ്. അതിലൂടെ കിട്ടുന്ന സോഹം പദവി, അഹം ബ്രഹ്മപരന്ധാമ ബ്രഹ്മാഹം പരമം പദം എന്ന് പറയുന്ന രീതിയിൽ തന്നെ അത്ര എല്ലാ തരത്തിലും വെറുതെ ഒരു ഭക്തി എന്ന് പറയുന്ന ഒരു പുറമൂച്ച് അത് മാത്രം കൊണ്ട് കാര്യമില്ല. അകത്തേക്ക് കടന്ന് എന്ന് പറയാം. അന്ധകരണത്തിൻ്റെ ഉള്ളറകളെല്ലാം തന്നെ തുറന്നു നോക്കിക്കൊണ്ട് എല്ലാ തരത്തിലും അക്കാനലാതി വെളി വക്കഗ്രഹിക്കും ഒരു കണ്ണിൻ്റെ കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാണ് ആനന്ദം എന്നതൊക്കെ താരാര്യം പാടിയ പോലെ അങ്ങനെ അകത്തേക്ക് കടന്ന് ഈ പറയുന്ന മമ്മിയൂർ തേവര്, ഗുരുവായൂരപ്പൻ, അത്തരത്തിൽ സ്ഥിതിവിശേഷങ്ങൾ ഈശ്വരീയമായിട്ടുള്ള അനുഭൂതി എൻ്റെ ഉള്ളിലാണെന്ന് തെളിഞ്ഞ് വിളങ്ങുന്ന സന്ദർഭത്തിൽ മാത്രമേ യോഗാവസ്ഥയുള്ളൂ. അപ്പോൾ ഇവിടെയും നാരായണീയവും ഭാഗവതവും തമ്മിലുള്ള ഒരു വ്യത്യാസം, നാരായണീയത്തിൽ മേൽപ്പത്തൂർ ഭട്ടേരിപ്പാട് ഭക്തന്മാരെ എല്ലാവരെയും ഗുരുവായൂരപ്പനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ തക്ക ശേഷിയുള്ളവരാക്കി മാറ്റി. നിങ്ങൾ ഈശ്വരനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക, കാരണം ഈശ്വര സർവഭൂതാന ഹൃദയശയ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ അകത്തുണ്ട് എന്നും പുറത്തല്ല എന്നും, അപ്പോൾ അകലെയല്ല എന്നും എല്ലായ്പ്പോഴും അകത്ത് വർത്തിക്കുന്ന ഈശ്വര സ്വരൂപമാണ് ഗുരുവായൂരപ്പൻ എന്ന് സ്ഥാപിച്ചുകൊണ്ട് ആ 100ാമത്തെ ദശകത്തിൽ നമുക്ക് ഇട്ടുവന്നതാണ് നിത്യം ചിത്തസ്ഥിതമേ പൗരപരപതേ കൃഷ്ണ. അപ്പോൾ കൃഷ്ണനെ വാസ്തവത്തിൽ ഉള്ളിലിട്ടത് ആലോചിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഭക്തി, ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവന്ന കൃഷ്ണനോട് തോന്നുന്ന അമിതമായിരിക്കുന്ന പ്രേമം, അത് വാസ്തവത്തിൽ സാധിച്ചെടുക്കുന്നത് സത്യത്തിൽ ജ്ഞാനവും വൈരാഗ്യവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധാമാധവൻ എന്ന് പറയുന്നൊരു കൃതിയിൽ ആത്മാനന്ദ സ്വാമികൾ എന്ന് പറയുന്നൊരു പ്രമുഖൻ, അദ്ദേഹം വാസ്തവത്തിൽ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലൂടെ സന്യാസത്തിലേക്ക് കടന്നു വന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ്. അദ്ദേഹം പാടുന്നതും രാധയെ കൊണ്ട് പാടിക്കുന്നതും എന്നുള്ളിൽ പള്ളി കൊള്ളും തിരുവടിയെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നുള്ളിൽ പള്ളി കൊള്ളും തിരുവടിയെ, അല്ലയോ കൃഷ്ണ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എൻ്റെ ഉള്ളിൽ നീ ഇരിക്കുന്നത് ഞാൻ നോക്കിയില്ല, ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ട് എന്നുള്ളിൽ പള്ളി കൊള്ളും തിരുവടിയെ വെളിക്കൊക്കെയും നോക്കി
കണ്ണിൽ കാണുന്ന കാടും പടലോടും അളവില്ലാതെ ചോദിച്ചലങ്ങേ. അപ്പൊ അവനവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അന്വേഷിക്കാതെ പുറമേ ഇങ്ങനെ അന്വേഷിച്ചടക്കുന്ന പ്രവണത അരുത് എന്ന് ലളിതാ സഹസ്രനാമവും ഊട്ടി ഉറപ്പിക്കുകയാണ്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടി നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കണം. ശാസ്താരം. ഈ ശാസ്താരം എന്ന് പറയുമ്പോൾ ശാസ്താവിനെ സംബന്ധിച്ച തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങുന്ന ഈ ശാസ്താവിന്റെ സങ്കല്പം തിരുനെല്വേലിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആദ്യ സങ്കല്പം അല്ലെങ്കിൽ ശാസ്താവിൻ്റെതായിട്ടുള്ള ആസ്ഥാനം. അവിടെ വാസ്തവത്തിൽ നമ്മൾ അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ട് കടന്ന് വരുന്നത് മലയാളക്കരയിലെ ശബരിമലയിലേക്കും അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എത്താൻ പറ്റാത്ത ഈ പറയുന്ന കാന്തമല എന്ന് പറയുന്ന ആ സ്ഥിതിവിശേഷമെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന മലയിലേക്കുമാണ്. അപ്പൊ എന്തെന്നില്ലാത്ത ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു ആരോഹണ പ്രക്രിയ അല്ലെങ്കിൽ കടന്ന് കയറുന്ന ഒരു രീതി ഈ പറയുന്ന ശാസ്താരത്തിലുമുണ്ട് എന്ന രാമുഖമായ സൂചന. ഏതായാലും അതിനകത്തേക്കെല്ലാം തന്നെ കടക്കുന്നതിന് മുമ്പ് ശാസ്താ സങ്കല്പം വളരെ പുരാതനമാണ്. ഈ വളരെ പുരാതനമായിരിക്കുന്ന ശാസ്താ സങ്കല്പം ആവിർഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പാലാഴി മഥന കഥയോടുകൂടിയ ആണ്. പാലാഴി മഥന കഥ. ഈ പാലാഴി മഥന കഥ എന്ന് പറയുന്നത് വെറും ഒരു പാലാഴിയെ സങ്കല്പിച്ചുകൊണ്ട് പാലാഴിയിൽ അനന്തൻ എന്ന് പറയുന്ന മെത്തയെ സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മേൽ ശയിക്കുന്ന അനന്തപത്മനാഭനെ ചിത്രീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള പാലാഴിയെ അസുരന്മാരും ദേവന്മാരും ഒത്തൊരുമിച്ച് മന്ദരപർവ്വതത്തെ ഇട്ട് അതിനെ ഇങ്ങനെ കടകോലാക്കിക്കൊണ്ട് കടഞ്ഞപ്പോൾ അതിൽ നിന്ന് പൊങ്ങി വന്ന അമൃതത്തെ സൂചിപ്പിക്കുന്ന കഥയായിട്ടാണ് പാലാഴി മഥനം നമ്മൾ കാണുന്നത്. ഭാഗവത്തിൽ മാത്രമല്ല, ദേവി ഭാഗവത്തിലും ശിവപുരാണത്തിലും ഇവിടെയും കാണാം. പുരാണങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഉദ്ഘോഷിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന പാലാഴി മഥനം. നമുക്കൊന്ന് ചിന്തിക്കാം. പാലാഴി മഥനം ഇല്ല എങ്കിൽ ശാസ്താവില്ല. അപ്പോൾ ശാസ്താ സങ്കല്പത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു കഥാഗോളം നമ്മൾ പ്രയോഗിക്കുന്നത് കഥാഗോളം എന്ന് തന്നെയാണ്. പാലാഴി എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രം പരിശോധിച്ചുകൊണ്ട് എവിടെയാണ് കിടക്കുന്നതെന്ന് അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞാൽ കിട്ടുന്ന ഒന്നല്ല പാലാഴി. വൈകുണ്ഠം എന്ന് പറഞ്ഞാലും ഇങ്ങനെ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ല. ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ യത്കത്വ ന നിവർത്തന്തേ. യത്കത്വാന നിവർത്തന്തേ എന്ന് പറയുമ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് തിരിച്ചു പോരാതെ ഇരിക്കാം. അപ്പോൾ തിരിച്ചു പോരാൻ പറ്റാത്ത ആ സ്ഥലത്ത് നമ്മൾ വേണമെങ്കിൽ അതിനെ ശാക്തേയ സമ്പ്രദായത്തിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയാം. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന മഹാരാത്രി അല്ലെങ്കിൽ മഹാകാളി അത്തരത്തിൽ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്ന സങ്കേതത്തെ അവിടെ ചെന്നാലും നമ്മൾ തിരിച്ചു പോരില്ല. ചിന്താമണി എന്ന് പറയുന്ന ഗ്രഹം മറ്റൊരു രീതിയിൽ നമ്മൾ കാണുന്നു ലളിതാ സഹസ്രനാമത്തിൽ. ആ ചിന്താമണി എന്ന് പറയുന്ന ഗ്രഹത്തിലേക്ക് കടന്നാൽ നമ്മൾ വാസ്തവത്തിൽ അമ്മയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോരാതിരിക്കാം. പക്ഷേ ദേവി ഭാഗവത്തിൽ നിങ്ങൾ കാണുന്ന കഥ ഒരു വിമാനം വരുത്തുന്നു. ഭദ്രകാളി താമസീഭാവത്തിൽ കാളി അവതരിച്ച് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും രുദ്രനെയും ആ വിമാനത്തിൽ കയറ്റുന്നു. എന്നിട്ട് ഈ അമ്മ മഹാമായ ഇവരെയും കൊണ്ട് പോവുകയാണ്. മധുകൈടഭന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ കൺപോടകളിൽ ഉറക്കമായിട്ട് കിടന്നിരുന്ന് ആ ദേവീചൈതന്യം മാറി നിന്ന് താമസീഭാവത്തിൽ നിന്ന് പ്രേരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും മധുകൈടഭന്മാരെ കൊല്ലാൻ ഇടയാക്കിയ ആ കഥയോട് ബന്ധപ്പെട്ടിട്ടാണ് ത്രിമൂർത്തികളെ വിമാനത്തിൽ കയറ്റി ആ വിമാനത്തെ ചലിപ്പിച്ചു കൊണ്ടുപോവുകയാണ് മണിദ്വീപം എന്ന് പറയുന്ന ചിന്താമണി ഗ്രഹത്തിലേക്കാണ്. അപ്പോൾ ഈ മണിദ്വീപം എന്ന് പറയുന്ന ചിന്താമണി ഗ്രഹത്തിലേക്ക് എന്നപ്പോൾ ത്രിമൂർത്തികൾ എന്ന് പറയുന്ന ബ്രഹ്മ വിഷ്ണു രുദ്രന്മാര് 3 പേര് സ്ത്രീകളായി പോയി എന്നാണ് ദേവി ഭാഗവതത്തിന്റെ ആ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ ഇതിന്റെ പൊരുൾ? ഏതൊരു ദേവിയാണോ ഈ ചിന്താമണി ഗ്രഹത്തിൽ വിരാജിച്ചെല്ലുന്നത് ശ്രീ ലളിതാ പരമേശ്വരി, ആ രാജരാജേശ്വരിയുടെ രൂപത്തിലേക്ക് ഇവർ മാറിയെന്ന് സാരൂപ്യം എന്ന് പറയുന്ന മുക്തിയുടെ ഭാവം. അപ്പൊ ഏതായാലും സാരൂപ്യാവസ്ഥയെ പ്രാപിച്ചവർ 3 പേരും സംഭാഷണമെല്ലാം തന്നെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ചിന്താമണി ഗ്രഹത്തിൽ നിന്ന് പുറത്തായപ്പോൾ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാര് അവരുടെ പൂർവ്വരൂപത്തെ പ്രാപിക്കുകയാണ്. ബ്രഹ്മാവും വിഷ്ണുവും ആ രുദ്രനുമായിട്ട് മാറി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അവരുടെ ലോകത്ത് അവർ സൃഷ്ടിക്കാനും പാലിക്കാനും സംഹരിക്കാനുമുള്ള ആ ജോലിയിൽ വ്യാപൃതരായി. ഇതാണ് കഥ. അപ്പൊ അവിടെയും വാസ്തവത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഴുകിച്ചേർന്നില്ല എന്ന് തിരിച്ചു പോരാൻ. ആ വാക്ക് ശ്രദ്ധിക്കുക, ഇഴുകിച്ചേരുക. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ഇഴുകിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര, ഇഴുകിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം നമ്മൾ കൊണ്ടാടുകയാണ്. ഗോലോകം എന്ന് പറയുന്ന ലോകവും ഇതുപോലെ തന്നെ. ഗോലോകമായാലും ചിന്താമണി ഗ്രഹമായാലും കൈലാസമായാലും വൈകുണ്ഠമായാലും പാലാഴിയായാലും ഈ
വ്യത്യസ്ത പേരുകൾ പറഞ്ഞുകൊണ്ടും ചിത്രീകരിക്കുന്ന ഈ സങ്കേതങ്ങളെല്ലാം തന്നെ അവിടെ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇഴുകിച്ചേർന്നാൽ രക്ഷപ്പെടാം. ഭാഗവതത്തിലെ ദേവീദേവന്മാര് വൈകുണ്ഠത്തിന്റെ വാതിക്കൽ എത്തി നോക്കി നിൽക്കുന്നവരായിട്ട് മാറിയത് കൊണ്ടാണ് അവർ താഴത്തേക്ക് ഉരുണ്ട് വീണത്. നേരെ മറിച്ച് അകത്തേക്ക് കടന്ന് ഭഗവാനുമായിട്ട് യോജിച്ചിരുന്നു എങ്കിൽ, ആ യോജിക്കുക എന്ന് പറയുന്ന യോഗാവസ്ഥ പ്രാപിച്ചിരുന്നു എങ്കിൽ അവർ ഒരിക്കലും ജനിക്കില്ലായിരുന്നു. ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാൻ, ഇവരല്ലേ വാസ്തവത്തിൽ ഹിരണ്യാക്ഷനായി ഹിരണ്യകശിപുവായി, അങ്ങനെ രണ്ടുപേരും വാസ്തവത്തിൽ അവരുടെ അന്ത്യം കുറിച്ചു. വരാഹമൂർത്തിയും നരസിംഹമൂർത്തിയും വീണ്ടും രാവണ കുംഭകർണന്മാരായിട്ട് ജനിച്ചപ്പോൾ രാമനായിട്ട് വന്നവരെ നിഗ്രഹിച്ചു. വീണ്ടും ശിശുപാലനും ബന്ധവക്രമമായിട്ട് ജനിച്ചപ്പോൾ കൃഷ്ണ അവതാരം നടത്തി. ആ കൃഷ്ണാവതാര വേളയില് രാജസൂയം നടക്കുന്ന സന്ദർഭത്തിലല്ലേ ഇവരെ രണ്ടുപേരെയും തന്റെ സുദർശനചക്രം പ്രയോഗിച്ചുകൊണ്ട് നിഗ്രഹിക്കുന്നത്. അപ്പോൾ ഉണ്ടായ ഇൻസിഡൻസ് അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടായ സംഭവം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശിശുപാലൻ എന്ന് പറയുന്ന സന്തതം വിരോധിയായിട്ടുള്ള വിദ്വേഷഭക്തി വച്ചു പുലർത്തുന്ന അയാളുടെ ശരീരത്തിൽ നിന്നൊരു പ്രകാശം ഒഴുകിച്ചെന്ന് ഭഗവാന്റെ ശരീരത്തിൽ കയറിയെന്നാണ് ഭാഗവതം ഇങ്ങനെ ഘോഷിക്കുന്നത്. അതേപോലെ തന്നെ ദന്തവക്രനും അയാളെ നിഗ്രഹിച്ചപ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്നൊരു പ്രകാശം ഒഴുകി വന്ന് ഭഗവാന്റെ ശരീരത്തിൽ കയറിയെന്ന്. ഇതാണ് സമ്മേളനം, ഇതാണ് സംയോഗം, ഇതാണ് സമഞ്ജസമായിട്ടുള്ള യോഗാവസ്ഥ, ഇതാണ് യുദ്ധം എന്ന് പറയുന്ന ധാതുവിലൂടെ വരുന്ന യോഗ. ഇനി അവർക്ക് ജനിക്കേണ്ട, പിടുത്തം കിട്ടിയോ ഇത്രയും? അപ്പൊ എവിടെ ചെന്നാലാണോ നമ്മൾ ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത്, അത് മാത്രമാണ് യോഗാവസ്ഥ. അത് ഭക്തിയിലൂടെ സാധിക്കുന്നു. ഭക്തി ഒരു പക്ഷേ വിദ്വേഷഭക്തിയാകാം, ഹിരണ്യാക്ഷരെ പോലെ, ഹിരണ്യശൂരനെ പോലെ, രാവണ കുംഭകർണാദികളെ പോലെ, അല്ലെങ്കിൽ ശിശുപാല ദന്തവക്രാദികളെ പോലെ വിദ്വേഷഭക്തിയായാലും ഭഗവാനുമായി യാതൊരു വേർകൂറുമില്ലാത്തത് കൊണ്ട് അവരെ രക്ഷിക്കുന്നു. അവരുടെ ശരീരാന്തർഗതമായിട്ടുള്ള ജീവനെ, ആത്മസ്വരൂപത്തെ തന്നിലേക്ക് തന്നെ സ്വീകരിക്കുന്നു. സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാതിരിക്കാം. അതിൻ്റെ പേരാണ് വാസ്തവത്തിൽ വൈകുണ്ഠമെന്നോ പാലാഴിയെന്നോ ചിന്താമണി ഗ്രഹമെന്നോ ഗോലോകമെന്നോ എല്ലാം തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ പാലാഴി എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുരാണങ്ങളിലെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് പറയുന്ന ആ കഥകളിലൂടെ കടന്നു വരുന്നത്. ഇവിടെ പാലാഴി എന്ന് പറയുന്നത് പാല് നിറഞ്ഞ ശുദ്ധ സാത്വികമായിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം കാഴ്ചവെക്കുന്ന അനന്തമായിരിക്കുന്ന അനന്തന്റെ അനന്തത എന്ന് പറയുന്ന ഈശ്വര സ്വഭാവത്തിൻ്റെ മേലെ അവിടെ ശയിക്കുന്ന അനന്തപത്മനാഭൻ എന്ന് പറയുന്ന വിഷ്ണുവിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് അവിടെ ചെന്നാലും തിരിച്ചു പോരാത്ത അവസ്ഥയിലേക്ക് എത്താം. ഏതായാലും ആ അവസ്ഥയിലേക്ക് എത്തുന്നതിന് തടസ്സങ്ങൾ പലതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഇതെല്ലാം തന്നെ ഉണ്ടായാൽ പോലും നമുക്ക് അവിടെ എത്തിപ്പെട്ടുകൊള്ളണമെന്നില്ല, എത്തിപ്പെടാൻ സാധിച്ചെന്ന് വരികയില്ല. എങ്കിൽ പോലും നമ്മൾ അത് കടക്കുന്ന രീതിയിലേക്കാണ്, പാലാഴി മഥനം എന്ന് പറയുന്ന ആ കഥയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഇതിനുള്ള സാഹചര്യം എന്ത്? നല്ലപോലെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ദേഹം എന്ന് പറയുന്ന ഭാവം, ദേഹാത്മബുദ്ധി, ദേഹോഹം, ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധി, ഞാൻ ശരീരമാണെന്നുള്ള ബോധം, ഞാൻ ആത്മാവ്, അതിനെപ്പറ്റി ചിന്തിക്കാതെ വെറും ശരീരമാണെന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ നശിച്ച് നാരായണക്കല്ല് പിടിച്ച് എന്ന് മലയാള ഭാഷയിൽ പറയുന്ന പോലെ എല്ലാ തരത്തിലും ദുരിതപ്പെട്ട് ചത്ത് ചാരി ചത്തും ജനിച്ചും അത്തരത്തിൽ സംസാരത്തിൽപ്പെട്ടും ഉഴലുന്ന രീതിയിലേക്ക് വരുന്നു. കാരണം എന്താ? ഞാൻ ദേഹമാണെന്ന് ധരിച്ചു. ഈ ദേഹമാണെന്ന് ധരിക്കുന്നവരെ വാസ്തവത്തിൽ അവരുടെ ഐശ്വര്യമെല്ലാം തന്നെ നശിപ്പിക്കുന്നു എന്ന്. ഇതാണ് അതിൻ്റെ അടിത്തറ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ മമ്മിയൂർ വരുന്നു, ഇവിടുത്തെ വിഷ്ണു ശ്രീ കൃഷ്ണപരമന്മാരെയും നാരായണ സ്വരൂപത്തെയും രണ്ടുപേരെയും ധ്യാനിക്കുന്നു, ജപിക്കുന്നു, വഴിപാടുകളെല്ലാം തന്നെ കഴിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ, ഞാൻ ശരീരമല്ല എന്നുള്ള ഭാവത്തിലേക്ക് എന്നെ നയിക്കണമേ. ഈ മണ്ഡലകാലത്ത് പ്രത്യേകിച്ചും മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉയർത്തേണമേ എന്നൊരു പാട്ട് ഈ ശബരിമലയെ പറ്റി പാടാറുണ്ട്. മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉയർത്തണം. മാംസം, ഈ മാംസം എന്ന് പറയുന്ന ശരീരമാണ് ഞാനെന്നുള്ള തോന്നൽ, അത്തരത്തിലുള്ള ധാരണയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന്. ഞാൻ അതല്ല, പിന്നെ അവിടെയാണ് രമണ മഹർഷിയുടെ സഹായം. സോഹം, കോഹം എന്നുള്ള ചോദ്യത്തിന് കോഹം സോഹം, ദേഹം നാഹം. അപ്പോൾ ശരീരം ഞാനല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ആത്മാവാണെന്ന് ഇങ്ങനെ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ബാധയായിരിക്കുന്ന ശരീരത്തെ, നമുക്ക് തടസ്സമായിരിക്കുന്ന ശരീരത്തെ, വിഘ്നത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന ശരീരത്തെ, അല്ലെങ്കിൽ അവിദ്യയായിരിക്കുന്ന ശരീരത്തെ, ഏറ്റവും നല്ല പ്രയോഗം അവിദ്യയായിരിക്കുന്ന ശരീരത്തെ നമുക്ക് വാസ്തവത്തിൽ തിരിക്കാൻ കഴിഞ്ഞാൽ വിദ്യയായിരിക്കുന്ന ആത്മഭാവത്തെ നമുക്ക് ആർജിക്കാൻ കഴിയുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഐശ്വര്യം നഷ്ടപ്പെടുന്നു?
എന്തുകൊണ്ട് ഭഗമെന്ന് പറയുന്ന ഷഡ് ഐശ്വര്യങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാകുന്നു? എന്തുകൊണ്ട് ശ്രീയും ഐശ്വര്യവും വീര്യവും ബലവും അതുപോലെ ജ്ഞാനവും വൈരാഗ്യവും നമുക്ക് ലഭ്യമാകുന്നില്ല? ഇതെല്ലാം തന്നെ ലഭിച്ചു കഴിഞ്ഞാൽ ഭഗം എന്ന് പറയുന്ന ആ ഐശ്വര്യത്തിന്റെ എല്ലാ വശങ്ങളും നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ പേര് ഭഗവാൻ എന്നാണ്. അങ്ങനെ ഭഗവാൻ എന്ന് പറയുന്ന പദവിയിലേക്ക് നാം എത്താത്തത് എന്തുകൊണ്ട്? ശരീരം ഉള്ളത് കൊണ്ട്. ആ ശരീരം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഒടുവിലാകുമ്പോൾ നമ്മൾ ശരീരത്തെ പതുക്കെ ഉപേക്ഷിച്ച് ശരീരമല്ല ഞാനെന്നുള്ള ഭാവത്തിലേക്ക് കടന്ന് ഉയർന്ന ഉദാത്തമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ഉത്തുംഗമായിരിക്കുന്ന പദവിയെ ആർജിക്കണം. അത് വൈകുണ്ഠം. അപ്പൊ ഈ വൈകുണ്ഠം എന്ന് പറഞ്ഞാലും പാലാഴി എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് എന്നുള്ള മട്ടിൽ ചിന്തിച്ചുകൊണ്ട് പാലാഴിയെ മതിക്കാൻ ഇടയുണ്ടായ ആ സാഹചര്യത്തെയാണ് സൂചിപ്പിച്ചത്. എല്ലാവരും അവനവന്റെ ശരീരത്തെ താനാണെന്ന് ഞാൻ ധരിച്ചുകൊണ്ട് ശരീരമാണ് ഞാനെന്നുള്ള ഭാവത്തോടു കൂടി അങ്ങനെ ഏറ്റവും ശുഷ്കമായ അല്ലെങ്കിൽ ഒട്ടും തന്നെ യഥാർത്ഥമല്ലാത്ത അല്ലെങ്കിൽ സത്യമല്ലാത്ത രീതിയിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ ഐശ്വര്യങ്ങളെല്ലാം തന്നെ ഓർമ്മ പോകുന്നത്. ഐശ്വര്യങ്ങൾ പോയപ്പോഴാണ് പാലാഴിയെ മതിച്ചത്. ഏത് ഐശ്വര്യങ്ങളാണ് നശിച്ചത്? ഉച്ചൈശ്വരസിനെ കാണാനില്ല, ദേവലോകത്തെ കുതിര, അതുപോലെ തന്നെ മൊത്തം പാരിജാതം എന്ന് പറയുന്ന വൃക്ഷത്തെ കാണാനില്ല, അതുപോലെ അവിടെയുള്ള സുന്ദര എല്ലാത്തരം കാര്യങ്ങളും ഐരാവതൻ എന്ന് പറയുന്ന ആനയെ കാണാനില്ല. അപ്പോൾ ദേവലോകത്തുണ്ടായിരുന്ന സകല ഐശ്വര്യങ്ങളും തിരോധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട്, ഞാനെന്ന് പറയുന്ന ശരീരത്തിൽ എന്തെന്നില്ലാത്ത ബോധം കൊണ്ട്, താല്പര്യം കൊണ്ട്, ഞാൻ ശരീരമാണെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് എല്ലാ തരത്തിലും ഐശ്വര്യങ്ങൾ കെട്ടുപോകുന്നു, ഈശ്വരീയമായിട്ടുള്ള അവസ്ഥയില്ലാതെയാകുന്നു എന്ന് ഒന്നുകൂടി ഉറപ്പിക്കണം. ഈശ്വരീയമായിട്ടുള്ള അവസ്ഥ അത് ആർജിച്ചു കഴിഞ്ഞാൽ നാം നമ്മുടെ ശരീരത്തെ തൃണവൽഗണിക്ക് പുല്ലുപോലെ. അപ്പോൾ നമ്മുടെ ശരീരത്തെ തൃണവൽഗണിക്കണമെങ്കിൽ നാം എന്ത് വേണം? നമ്മൾ ആത്മാവാണ് സ്വാഗം എന്നുള്ള പദവിയിലേക്ക് എത്തിയിട്ട് ആ ആത്മസ്വരൂപ സാക്ഷാൽ പത്മനാഭനാണ് എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ സ്വയമാത്മാ ചതുഷ്പ, ഈ പറയുന്ന അയമാത്മാ ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയമാത്മാ ചതുഷ്പാത്ത് എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്ന മാണ്ഡവ്യ ഉപനിഷത്തിലെ പ്രയോഗം പോലെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു പോകുന്ന ആ ഉപനിഷത്ത് വാക്യം മഹാവാക്യം പോലെ നമ്മൾ മാറി വരുമ്പോൾ നമുക്ക് ഐശ്വര്യങ്ങൾ നഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. നമ്മൾ വാസ്തവത്തിൽ നെട്ടോട്ട് ഓടുന്നു, ശബരിമലയിൽ പോകുന്നു, എല്ലാത്തരം കെട്ട് അടച്ച് പോകുന്നുണ്ട്, വഴിപാടുകൾ കഴിക്കുന്നുണ്ട്. അവിടെയും ഭഗവാന്റെ ശിരസിൽ നെയ്യെല്ലാം തന്നെ അഭിഷേകം ചെയ്തുകൊണ്ട് കൃതാർത്ഥരായിട്ട് തിരിച്ചു പോയിരുന്നു. എന്നിട്ടും നമുക്ക് കിട്ടേണ്ടത് കിട്ടാത്തത്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ പുണ്യപാപ ചുമടാകും ഇരുമുടിക്കെട്ട് വേണ്ടി പൊന്നമ്പലം അലവിട്ടൻ വരുന്നു ഞങ്ങൾ എന്ന് പാടാറുണ്ട്. ഇരുമുടിക്കെട്ട്, ആ ഇരുമുടിക്കെട്ട് പുണ്യപാപ ചുമടാണ്. അപ്പോൾ പുണ്യത്തെയും പാപത്തെയും രണ്ട് കെട്ടുകളായി പിൻകെട്ടും മുൻകെട്ടും ആക്കിക്കൊണ്ട് അതിനെയാണ് വാസ്തവത്തിൽ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുന്ന. അല്ലയോ ഭഗവാനെ, എനിക്ക് പുണ്യവും വേണ്ട, എനിക്ക് പാപവും വേണ്ട. അങ്ങനെ പുണ്യപാപങ്ങളെ രണ്ടിനെയും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ സ്വർഗവുമില്ല, എനിക്ക് നരകവുമില്ല. അപ്പോൾ സ്വർഗഗതിയും നരകഗതിയും എല്ലാം തന്നെ അതിനെ ഇടവരുത്തുന്ന പുണ്യപാപങ്ങളെ ഉപേക്ഷിക്കുക, ആ ചിന്ത തന്നെ ഇല്ലാതെ വരിക. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മലയാള ഭാഗവത്തിൽ എഴുത്തച്ഛൻ പാടി ഈ പുണ്യവും പാപവും എങ്ങനെയാണ് ഏറ്റവും ശുദ്ധഗതിക്കാരായിട്ടുള്ള ഗോപസ്ത്രീകൾക്കില്ലാതെയായത്. ഗോപസ്ത്രീകൾ ഭോഗിച്ച പുണ്യവും തീർന്നു എന്നാണ്. ഭോഗിച്ചെന്ന് പറഞ്ഞാൽ രാസക്രീഡാദി അവസ്ഥാവിശേഷത്തിന് ഭഗവാനെ കണ്ടു ഒരുമി, ഭഗവാനുമായിട്ട് ആശ്ലേഷിച്ചു, ചുംബിച്ചു, ആലിങ്ങനെ ഭോഗിച്ചുകൊണ്ട് പുണ്യം തീർന്നു, ദുഃഖിച്ച് പാപവും തീർന്നു എന്നാണ്. നല്ലപോലെ ശ്രദ്ധിക്കുക രണ്ട് പ്രയോഗങ്ങൾ. ഭോഗിച്ച പുണ്യവും ദുഃഖിച്ച പാപവും തീർന്നു മൈക്കണ്ണിമാരായിട്ടുള്ള ഗോപസ്ത്രീകൾക്ക്. സുന്ദരിമാരായിട്ടുള്ള ഗോപസ്ത്രീകളെ ചെറുപ്പകാലത്ത് ഭഗവാൻ ഹഠാത് ആകർഷിച്ചുകൊണ്ട് തന്നിലേക്ക് ഇങ്ങനെ വലിച്ചു നിർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള പുണ്യപാപങ്ങൾ രണ്ടും ഇല്ലാതെയാക്കി എന്ന് പിന്നെ അവർ കണ്ട ഗിരിയെ അവർക്ക് മോക്ഷമായി. അതുതന്നെയാണ് ഈ ശാസ്താരത്തിൽ നമ്മൾ ശാസ്താവിനെ അല്ലെങ്കിൽ ശബരിമല ധർമ്മശാസ്താവിനെ ദർശിക്കാനായിട്ട് പോകുമ്പോൾ പുണ്യപാപിച്ചുകൊണ്ട് രണ്ടും അവിടെ അർപ്പിച്ചുകൊണ്ട് പോയിരുന്നു എന്ന്. ഇവിടെയും വാസ്തവത്തിൽ ഈ പാലാഴി മഥനത്തിലൂടെ നമ്മൾ സാധിക്കുന്നത് പുണ്യപാപങ്ങൾ രണ്ടും ഇല്ലാതെയാകട്ടെ. ഐശ്വര്യം എന്ന് പറയുന്ന ഈശ്വരൻ്റേത്, ഐശ്വര്യം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഈശ്വരൻ്റേത്. അപ്പൊ ഈശ്വരൻ്റേത് ഐശ്വര്യം എന്ന് പറയുന്നത് ഭഗം എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ ഉൽപ്പന്നം. ഭഗം എന്ന് പറയുമ്പോൾ അത് 6 കൂട്ടം കാര്യങ്ങൾ, ഷഡ്ഗുണങ്ങൾ. ഈ ഷഡ്ഗുണങ്ങളാണ് വീര്യം, ബലം, ശ്രീ, ഐശ്വര്യം, ജ്ഞാനം, വൈരാഗ്യം. ഇത്തരത്തിൽ 6 കൂട്ടം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് ഐശ്വര്യം. അപ്പൊ ഉച്ചൈശ്വരസെന്നും കുതിര, ഐരാവതമെന്നും ആന, പരിചാതമെന്നും വൃക്ഷം, ഇതെല്ലാം തന്നെ പറയുന്നതെല്ലാം തന്നെ പ്രതീകാത്മകങ്ങളാണ്, സിംബോളിക്കാണ്. നമുക്ക് ഉണ്ടാകേണ്ടത് ഐശ്വര്യം എന്ന് പറയുന്ന എല്ലാ തരത്തിലുമുള്ള
ഗുണങ്ങളാണ്. ഐശ്വര്യം, ഈശ്വരീയമായിട്ടുള്ള ഗുണങ്ങൾ, വീര്യവും ബലവും ശ്രീയും ഐശ്വര്യവും അതുപോലെ തന്നെ ജ്ഞാനവും വൈരാഗ്യവും. അപ്പൊ ഇതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകാൻ കാരണം ഒരേ ഒരു കാരണം, അവിദ്യാരൂപിയായിട്ടുള്ള ആവരണത്തെ, നമ്മുടെ ശരീരം എന്ന് പറയുന്ന അവിദ്യാരൂപിയായിരിക്കുന്ന ആവരണത്തെ നമ്മൾ താലോലിച്ചു, നല്ലപോലെ ഇങ്ങനെ പോറ്റി താലോലിച്ചു, അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ അമർന്നുകൊണ്ട് ജീവിച്ചു. അതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല. ശരീരത്തെ താലോലിക്കുന്നത് ഉപാസനയ്ക്ക് മാത്രമായിരിക്കണം. ഈ ശരീരമദ്യം ഖലു ധർമ്മസാധനം എന്നാണ് പഠിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത് ശരീരമദ്യം ഖലു ധർമ്മസാധനം. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ചും ആദ്യം ധർമ്മമാണെങ്കിലും അർത്ഥകാലങ്ങളെല്ലാം തന്നെ വന്നുകൂടുമെങ്കിലും പ്രധാനമായിരിക്കുന്ന പുരുഷാർത്ഥം പരമപുരുഷാർത്ഥം മോക്ഷം തന്നെയാണ്. അപ്പോൾ ശരീരത്തിന്റെ ധർമ്മങ്ങളിൽ, ശരീരം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ലക്ഷ്യം മോക്ഷമാണ്. ഇത് നടന്നു പോകാതിരിക്കുക. മോക്ഷത്തെ പറ്റിയും ചിന്തിക്കണം. എന്താ ഈ മോക്ഷം? ജനിക്കാതിരിക്കലാണ്. അപ്പോൾ ജനിക്കാതിരിക്കൽ എന്ന് പറയുന്ന ആത്മഭാവത്തെ ആർജിക്കലാണ്. ആത്മഭാവം എന്ന് പറഞ്ഞാൽ അമൃതഭാവമാണ്. അമൃതഭാവം എന്ന് പറഞ്ഞാൽ മൃതമല്ലാത്തതാണ്. അപ്പോൾ മരിക്കുന്നത് ശരീരമുണ്ടായതുകൊണ്ട് ശരീരമില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നുകൂടി ഞാൻ ശരീരമല്ല എന്നുള്ള ശക്തമായിരിക്കുന്ന ധാരണ ഉപാസനയിലൂടെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ രക്ഷപ്പെടണമെന്ന് ഒന്നുകൂടി കടക്കാം. ഈ പറയുന്ന എഴുത്തച്ഛൻ തന്നെ മലയാള ഭാഗവത്തിൽ എഴുത്ത് പറഞ്ഞു, ദേഹാഭിമാനം പോകാൻ ഉപാസന. നമ്മൾ ദേവനെ ഉപാസിക്കുന്നു, ശിവപെരുമാളെയും അതുപോലെ വിഷ്ണുവിനെയും ഉപാസിക്കുന്നു. രണ്ടായിട്ട് കാണരുത് ആ വിഷയത്തിലേക്ക് പിന്നാലെ. ഏതായാലും ഇവരെയെല്ലാം തന്നെ ഉപാസിക്കുന്നത് എന്തിന്? വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ദേഹാഭിമാനം പോകാൻ ഉപാസന. അദ്ദേഹം തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈശനെ ഉപാസിച്ച് മോഹിച്ചിടുന്നു ജീവൻ, ഈശനും താനും ഒന്ന് എന്ന് അറിയാതെ. അദ്ദേഹം തന്നെ വീണ്ടും പാടിയതാണ്. അപ്പോൾ നമ്മുടെ ഉപാസനാക്രമത്തിൽ വീഴ്ചകൾ പറ്റി, അങ്ങനെ തെറ്റുകൾ പറ്റിയിട്ട് നമ്മുടെ ഉപാസന ഏത് രീതിയിലായി? ഈശ്വരനെ ഉപാസിച്ചുകൊണ്ട് നമ്മൾ മോഹിക്കുകയാണ്. കാമം, ക്രോധം, ലോകം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന 6 കൂട്ടം കാര്യങ്ങളും ശത്രുക്കളാണ്. അതിൽ ഈ മോഹം എന്ന് പറയുന്നത്, മോഹിപ്പിക്കുന്നത് ചിത്തത്തിന്റെ അധിപതിയായിരിക്കുന്ന വാസുദേവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മോഹനൻ എന്ന് പേര് കിട്ടി. അത് പെൺവേഷം കെട്ടിയപ്പോൾ മോഹിനിയായി. മോഹനൻ വാസുദേവൻ, ചിത്തത്തിന്റെ അധിപൻ, മോഹം എന്ന് പറയുന്ന ആ സ്വഭാവമുള്ളത്. അയാൾ മോഹനാണാവുമ്പോൾ പെണ്ണായപ്പോൾ മോഹിനി. ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും കിടക്കാൻ. ഏതായാലും ഈ പറയുന്ന ഈശ്വരനെ ഉപാസിച്ചുകൊണ്ട് ജീവൻ മോഹിച്ചുകൊണ്ട് അത് വേണം ഇത് വേണം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ അടിക്കടി അധപ്പതിക്കുന്ന രീതി, അതാണ് ഇവിടെ സൂചിപ്പിച്ച ഉപാസന. അതിനുള്ളതല്ല. ശരീരാഭിമാനം പോയിക്കൊണ്ട് ശരീരമല്ല ആത്മാവ് തന്നെയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ഉപാസനയെ കൊണ്ടുപോയി ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായിരിക്കുന്ന ആത്മഭാവത്തെ സ്വീകരിക്കുക. മറന്നുപോകുമോ? ഏതായാലും ഈ വിഷയത്തിലേക്ക്, പാലാഴി മഥനത്തിലേക്ക്. പാലാഴി മഥനം എന്ന് പറയുന്നത് ഒരു കഥാഗോളമായിട്ട് എടുക്കരുത്. അത് ഉപാസനയാണ്. എന്താണ് ഉപാസനയുടെ പ്രത്യേകത? ദേവലോകത്ത് ദേവേന്ദ്രനുണ്ടായിരുന്ന ഐശ്വര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതെയായി. ദുർവാസാവിന് വൈകുണ്ഠലോകത്ത് നിന്ന് കിട്ടിയ അതിസുന്ദരമായിരിക്കുന്ന ആ ഭഗവാന്റെ വിഭൂതി, അല്ലെങ്കിൽ ഭഗവാന്റേതായിട്ടുള്ള ആ പ്രസാദം, അത് വാസ്തവത്തിൽ ഈ ആന ഐരാവതം എന്ന് പറയുന്നതിന്റെ വാഹനം അതിന്റെ നെറ്റിയിൽ വെച്ചതോടുകൂടി ഭ്രാന്ത് പിടിച്ച് അത് ഓടി പാലാഴിയിൽ ചെന്ന് താഴ്ന്നു എന്നാണ് കഥ. ദേവി ഭാഗവത്തിൽ വേറെ വ്യത്യസ്തം. അപ്പൊ ഏതായാലും പുരാണങ്ങളിൽ നിന്ന് പുരാണങ്ങളിലേക്ക് കടക്കുമ്പോൾ പാലാഴി മഥനത്തെ വ്യത്യസ്ത രീതിയിലാണ് പറഞ്ഞു തരുന്നത്. എങ്കിൽ കൂടി അവിടെ ഈ മാല, എന്താ നാരിമാല പൊരുത്തു കൊടുത്ത മാല, അത് ഐരാവതത്തിന്റെ ഈ കഴുത്തിൽ അല്ലെങ്കിൽ മസ്തകത്തിൽ വെച്ചു എന്ന് ഭാഗവതം പറയുമ്പോൾ, ദേവി ഭാഗവതത്തിൽ വൈകുണ്ഠലോകത്ത് നിന്ന് കിട്ടിയ പ്രസാദം ഈ ഐരാവതത്തിന്റെ നെറ്റിയിൽ വെച്ചു എന്ന്, നിർവസാവ് വെച്ചു എന്നെല്ലാം നമുക്ക് പൊരുത്തപ്പെടുത്താം. ഏതായാലും നെറ്റിയിൽ വെച്ചതോടുകൂടി ഭ്രാന്ത് പിടിച്ച രീതിയിൽ ഐരാവതം പാലാഴിയിലേക്ക് പോയി എന്ന്. നിങ്ങൾ അല്പനേരം മനസ്സൊന്ന് എനിക്ക് തരാമോ? അവിടെ ഈ ഐരാവതം എന്ന് പറയുന്ന ഭൗതിക തലത്തിലെ ആനയാണ്. ഭൗതികം, അതായത് ഈ പറയുന്ന ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളായിരിക്കുന്ന ഇന്ദ്രൻ മനസ്സിന്റെ വാസ്തവത്തിന് അടിമയാണ്. മനസ്സും ഇന്ദ്രിയങ്ങളും കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തു പോകുന്നവന്റെ പേരാണ് ഇന്ദ്രൻ. മനസ്സ് പ്രേരിപ്പിക്കും, പ്രലോഭിപ്പിക്കും, അതിന്റെ പിന്നാലെ നമ്മൾ പോകും. ഇന്ദ്രിയങ്ങളും അതനുസരിച്ച് ഓരോരോ പണികൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അത് ഇന്ദ്രൻ. ഏതായാലും ഇന്ദ്രന്റെ വാഹനമായിരിക്കുന്ന ഐരാവതം അത് സ്ഥൂല പ്രപഞ്ചത്തിന്റെ ഒരു പ്രതീകമാണ്. അയാൾ വാസ്തവത്തിൽ വൈകുണ്ഠത്തിൽ കിട്ടിയ വിഭൂതി ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കാൻ മനസ്സ് നല്ലപോലെ തരിക. ആ വിഭൂതി വാസ്തവത്തിൽ ഇന്ദ്രൻ നെറ്റിയിൽ വെച്ചിരുന്നു എങ്കിൽ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ മമ്മിയൂർ ദേവരുടെ പ്രസാദം കിട്ടിയിട്ട് നിങ്ങൾ നെറ്റിയെ തൊടാതെ ഭിത്തിമേൽ ഇങ്ങനെ വലിച്ചെറിയുന്ന രീതി പണ്ടുണ്ടായതാണ്. ഇപ്പോൾ പാടില്ല, ഇപ്പോൾ ഓടിക്കും നമ്മളെ. അപ്പൊ ഏതായാലും ഭഗവാന്റെ വിഭൂതി കിട്ടിയാൽ അല്ലെങ്കിൽ പ്രസാദം കിട്ടിയാൽ
നാണം കൊണ്ട് മറ്റുള്ളവർ കണ്ടാൽ എന്ത് പറയും എന്നുള്ള നാണവും പേടിയും വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് വലിച്ചു വല്ലയെടുത്ത് വിടും. അത്തരത്തിൽ ഇവിടെ ഇന്ദ്രൻ, ഇന്ദ്രിയങ്ങളുടെ അധിപതിയായിരിക്കുന്ന ഇന്ദ്രൻ തന്റെ ആനയുടെ മസ്തകത്തിൽ വൈകുണ്ഠത്തിൽ നിന്നുള്ള ആ പ്രസാദം വെച്ചു, അല്ലെങ്കിൽ ഗന്ധർവനാരിമാർക്ക് പൊരുത്തു കൊടുത്ത മാലയെ അവിടെ വെച്ചു എന്ന് പറയുമ്പോൾ സ്വീകരിക്കേണ്ടതിനെ ഒരു ഉപേക്ഷാ മനോഭാവത്തിൽ കരുതിയെന്ന്. അവിടെയും താൻ സ്വീകരിക്കേണ്ടതായിട്ടുള്ള പ്രസാദം ആന സ്വീകരിച്ചതോടുകൂടി, ആനയുടെ മസ്തകത്തിൽ വെച്ചതോടുകൂടി ആന ഈ ഐരാവതം എന്ന് പറയുന്ന ദേവലോകത്തെ ഏറ്റവും നാൽക്കൊമ്പൻ എന്ന് പറയുന്ന വെളുത്ത ആന അത് പാലാഴിയിലേക്ക് ഇങ്ങനെ മറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഞാൻ പറഞ്ഞ കഥയിലെ അർത്ഥം അവിടെയും വാസ്തവത്തിൽ മസ്തകം എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രസാദം ധരിക്കാൻ ഉള്ളതാണ്. ഇനി ധരിക്കാനുള്ള വാക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ധരിക്കുക, നമ്മൾ മനസ്സിൽ ധരിക്കാറുണ്ട്, ഒരു കാര്യമില്ല. മനസ്സിൽ ധരിക്കുന്നതെല്ലാം തന്നെ ഇങ്ങനെ വരും പോകും അത് മറന്നു പോകും. നേരെ മറിച്ച് ബുദ്ധിയിൽ ധരിച്ചാൽ ദൃഢമാണ്. ബുദ്ധി ദൃഢമായിട്ടുള്ളത്, അന്ധകരണത്തിന്റെ മനസ്സ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്, ബുദ്ധി ദൃഢമായത്, അക്കൂട്ടത്തിലാണ് ചിത്തം മന്നനാകാരമായത്, അഹങ്കാരം. അപ്പൊ ഈ ചതുർവിധ ഭാഗങ്ങളുള്ള അന്ധകരണ ചതുഷ്ടയത്തിലെ ബുദ്ധി എന്ന് പറയുന്നതിന്റെ ഇരിപ്പിടമായിരിക്കുന്ന മസ്തകത്തില് ഭഗവാന്റെ ആ പ്രസാദം ഇങ്ങനെ സ്ഥാപിച്ചിരുന്നു എങ്കിൽ ഇന്ദ്രന് ഗതികേട് വരില്ലായിരുന്നു. അത് പോയി ഈ പറയുന്ന ആനയുടെ മസ്തകത്തിൽ വെച്ചു. ആന എന്തെന്നില്ലാത്തൊരു ആധ്യാത്മിക ലോകത്തേക്ക് കടന്നു എന്ന് ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ പറയുന്ന ദേവരുടെ, മമ്മിയോർ ദേവരുടെ പ്രസാദം നിങ്ങൾ മസ്തകത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ബുദ്ധിയിൽ ഇന്റലക്ച്വലായിരിക്കുന്ന ഒരു അപ്ലിഫ്റ്റ്, അല്ലെങ്കിൽ ഇന്റലക്ച്വലായിരിക്കുന്ന ഒരു എലിവേഷൻ, ആധ്യാത്മികമായിരിക്കുന്ന ഒരു ഉയർച്ച, അത്തരത്തിൽ ഈ പറയുന്ന വൈജ്ഞാനികമായിരിക്കുന്ന അറിവിൻ്റെതായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകണം. അതാണ് നെറ്റിയിൽ ധരിക്കുന്നത്. ബ്രോമന്ത്യം എന്ന് പറയുന്ന അഗ്നചക്രമായാലും തലയായാലും സഹസ്രാരം എന്ന് പറയുന്ന പത്മം, അതുപോലെ തന്നെ അഗ്നചക്രം എന്ന് പറയുന്ന നെറ്റിത്തളം, ഇതെല്ലാം തന്നെ ഉത്തമാംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ എന്നിലെഴുത കഴുത്തു മുതൽ മേൽക്കോട്ടേക്ക് 2 നാസാദ്വാരങ്ങളും 2 കണ്ണുകളും ചെവികൾ 2ഉം അതുപോലെ വായു എല്ലാം തന്നെ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഉത്തമാംഗത്തിലാണ് സകലതും. ശ്രീകോവിൽ എന്ന് പറയുന്ന അതാണ് ഈശ്വരനെ പ്രതിഷ്ഠിക്കാനുള്ള സങ്കേതമാണത്. ചിന്തയാകുന്ന മണിമന്ദിരവും അവിടെ തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പ്രസാദം വയ്ക്കുന്നതിന് പകരം ആനയുടെ മസ്തകത്തിൽ വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ആനയ്ക്ക് പരിവർത്തനം വന്നു എന്ന് ശ്രദ്ധിച്ചോ നിങ്ങളാവോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദേവീഭാഗവത്തിലാണ് അങ്ങനെ, ഭാഗവത്തിൽ മറ്റൊരു തരത്തിലാണ്. ഏതായാലും നമ്മുടെ ചിന്തോദ്ദീപകമായിട്ടൊരു സംഗതി അവിടെ ഇട്ട് വന്നത്, മസ്തകത്തിൽ ദേവന്റേതായുള്ള പ്രസാദം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്റലക്ച്വലായിരിക്കുന്ന ഡെവലപ്മെന്റ് ഉണ്ടായേ മതിയാവും. ആധ്യാത്മിക തലത്തിലേക്ക് സ്പിരിച്വലായിരിക്കുന്ന ഒരു എനർജി നമ്മളിലേക്ക് കടന്നു വരികയും വേണം. അത് ആർക്ക് സാധിച്ചു? ആനയ്ക്ക്. ആന ഉടനെ ഓടി പാലാഴിയിലേക്ക്, വേറൊന്നുമില്ല, ഗത്യത്തരമില്ല പോകാനായിട്ട്, വേറെ കൊണ്ടാ പോവുക. ഈ ദേവലോകത്തിൽ നിന്നാൽ സങ്കുചിതമായിരിക്കുന്ന ചിന്താഗതികൾ വെച്ചുകൊണ്ട് രംഭ, മേനക, തിലോത്തമ പോലുള്ള, ഉർവശിയെ പോലുള്ള ആ സ്വർലോക സുന്ദരിമാര് ഇങ്ങനെ തുള്ളുകയും ചാടുകയും ചെയ്യുന്ന ദേവലോകത്ത് കള്ളുകുടിച്ച് ഉന്മത്തരായിരിക്കുന്ന ദേവേന്ദ്രനെല്ലാം തന്നെ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ വാസ്തവത്തിൽ ആധ്യാത്മികതയല്ല, ഭൗതികത മുറ്റിയേൽക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ നിന്ന് നേരെ ഈ ആധ്യാത്മികത നിറഞ്ഞു നിൽക്കുന്ന പാലാഴിയിലേക്ക് പോയി എന്ന് കേട്ടോ? നിങ്ങൾ കേട്ടോ? ഞാൻ പറഞ്ഞത് കേട്ടോ? നമ്മൾ ഭൗതിക തലത്തിൽ ഈ പറയുന്ന ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തുള്ളിച്ചാടി ആനന്ദിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതൊന്നും ആനന്ദമല്ല. അതെല്ലാം തന്നെ സുഖം എന്ന് പറയുന്ന ഐന്ദ്രിയ സുഖമാണ്. ഇതെല്ലാം തന്നെ നേടുന്ന രംഗത്ത് നിന്ന് ആനയ്ക്ക് അവിടെ പെട്ടിട്ട് പാലാഴി എന്ന് പറയുന്ന ആധ്യാത്മിക ലോകത്തേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നാണ് ഇതിന്റെ പൊരുൾ. നമ്മളും അതുപോലെ തന്നെ ആകണം. എന്തുമാകട്ടെ, ദേവലോകത്തിൽ നഷ്ടമായി, ദേവലോകത്ത് ആധ്യാത്മിക നഷ്ടമായി പോയി, അല്ലെങ്കിൽ ഈശ്വരീയത എന്ന് പറയുന്ന അവസ്ഥ തിരോധാനം ചെയ്തു. ഇതിന്റെ ഫലമായിട്ടാണ് വിഷ്ണു എന്നെ നിർദ്ദേശിച്ചിട്ട് ദേവന്മാരോട് നിങ്ങൾക്ക് ജരാമരകൾ വന്നു എങ്കിൽ, നിങ്ങൾ വൃദ്ധതയെ പ്രാപിച്ചുവെങ്കിൽ അത് നിങ്ങളുടെ സ്വയമുള്ള അനർത്ഥം കൊണ്ടാണ്, നിങ്ങളുടെ നേതാവായിരിക്കുന്ന ദേവേന്ദ്ര ചെയ്ത പണിയുടെ ആ പ്രതിഫലമായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, ഞാൻ കിടക്കുന്ന ഈ പാലാഴിയെ നിങ്ങൾ മതിക്കൂ. ഏതായാലും പാലാഴിയെ മതിക്കാനായിട്ട് വിദ്യ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പോരാ, ദേവന്മാരും അസുരന്മാരും ഒന്ന് യോജിക്കുക, ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തമ്മിലുള്ള ശത്രുത്വമെല്ലാം തന്നെ ഇല്ലാതെയാക്കിയിട്ട് നിങ്ങൾ വാസുകി എന്ന് പറയുന്ന സർപ്പത്തെ കയറാക്കി, മന്ദരം എന്ന് പറയുന്ന പർവ്വതത്തെ കടകോലാക്കി, അതിനെ കൊണ്ടുവന്ന് ഞാൻ കിടക്കുന്ന ഈ പാലാഴിയിൽ ഇട്ടിട്ട് നിങ്ങൾ ഇരുകൂറായിട്ട് വന്ന് പാലാഴിയെ മതിക്കാൻ പറയുകയാണ്. ഇത് ഉപാസന. നമ്മൾ ഈ ശരീരത്തില് ഇനി പറയുന്ന വിഷയം വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുക. നമുക്ക് ശരീരമില്ലെങ്കിൽ മമ്മിയൂരില്ല, നമുക്ക് ശരീരമില്ലെങ്കിൽ മമ്മിയൂർ തേവലില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ശരീരമില്ലെങ്കിൽ ജപമില്ല, ധ്യാനമില്ല. നമുക്ക് ശരീരമില്ലെങ്കിൽ ഉപാസനയില്ല, ഗുരുവില്ല, ശിഷ്യനില്ല. അപ്പൊ ഈ ശരീരം ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ എല്ലാ തരത്തിലും
നല്ലൊരു ഘടകമായിട്ടുള്ള ഈ ശരീരത്തെ, അതുകൊണ്ടാണ് ശരീരമാദ്യം ധർമ്മസാധനം എന്ന് ആയുർവേദം പറഞ്ഞത്. അപ്പൊ എല്ലാ തരത്തിലും ശരീരത്തെ ഉപയോഗിക്കുന്നതാണ് ഉപാസന. ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ ദുരഭിമാനമില്ലാതെയാക്കാനാണ് ഉപാസന. ഈഗോ, നമ്മുടെ കോംപ്ലക്സുകളെല്ലാം തന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഉപാസിച്ച് നമ്മൾ ശക്തിയെ സമാർജിക്കുക. ഇത് ഉപാസനയുടെ പ്രത്യേകത. അത് ഇവിടെ ഉപാസനത്തിൽ ഉപാസനയ്ക്ക് വിധേയരാകാനാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ദേവലോകത്തെ ദേവന്മാരോട് അവർ ഉപാസനയ്ക്ക് വിധേയരായി അതിന്റെ ഫലമായിട്ട് ഇരുകൂറായിട്ട് അസുരന്മാരെയും കൂടി കൂട്ടുപിടിച്ച് മന്ത്രലോകത്തിട്ട് പാലാഴിയെ കളയാൻ തുടങ്ങിയെന്ന്. പാലാഴി അന്ധക്കരണം. അപ്പൊ എല്ലാ തരത്തിലും പാലാഴി മഥനം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് നിങ്ങൾ പ്രദക്ഷിണം വെച്ച് ഓടിപ്പോകുന്നത് ഒരു ഉപാസന ക്രമമല്ല. ഇവിടെ മമ്മിയൂർ ദേവരെയും വിഷ്ണുവിനെയും എല്ലാം തന്നെ കണ്ട് ആസ്വദിച്ച് തൊഴുതു എന്നാൽ നിങ്ങൾ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ചെന്നിരുന്നുകൊണ്ട് കുറെ നേരം ധ്യാനിച്ചിരിക്കുന്നത് ഉപാസന. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ രീതി അതെല്ലാം തന്നെ മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ ഉപാസനയ്ക്ക് വിധേയരാകണമെങ്കിൽ ധ്യാനത്തിലൂടെ യോഗത്തിലേക്ക്, ധ്യാനത്തിലൂടെ യോഗത്തിലേക്ക് എന്ന് പറയുമ്പോൾ യോഗത്തിലൂടെ ജ്ഞാനത്തിലേക്ക്. ഈ ധ്യാനവും യോഗവും ജ്ഞാനവും ഇതെല്ലാം തന്നെ സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉപാസന വ്യർത്ഥം. നമ്മൾ ഉപാസകന്മാരെന്നിങ്ങനെ അഭിമാനിച്ചു കിടക്കും, പക്ഷേ യാതൊരു കാര്യമില്ല. രുദ്രാക്ഷമാലയുടെ താടിയും തലമുടിയും വളർത്തിയിട്ടുണ്ട്, ചന്ദനവും ഭസ്മവും എല്ലാം തന്നെ നെറ്റിയിലും മാർത്തും എല്ലാം തന്നെ ഞങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഉണ്ടെങ്കിൽ യാതൊരു ഗുണവുമില്ല എന്ന് പറയാൻ കാരണം എന്നാൽ നമ്മൾ വേണ്ട രീതിയിൽ അത് പ്രവർത്തിപ്പിക്കുന്നില്ല, വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ട് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധയോ അഷ്ടാവങ്കാരി എന്ന് പറയുന്ന ആ യോഗമാർഗത്തിലൂടെ ചലിക്കുന്നില്ല, സഞ്ചരിക്കുന്നില്ല. ഇതുകൂടി മനസ്സിൽ വയ്ക്കുക. അത്തരത്തിലുള്ളൊരു യോഗമാർഗത്തെ അവലംബിച്ചുകൊണ്ട് അന്ധകരണത്തിന്റെ ചതുഷ്ടയത്തെ മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവുമാകുന്ന 4 ഘടകങ്ങളെ മതിക്കുന്ന രീതി, തടയുന്ന രീതി, അതുപോലെ യോധനം, അത്രയും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റിയാവോ. ഏതായാലും പാലാഴി എന്ന് പറയുന്ന അന്ധകരണത്തിലാണ് വിഷ്ണു, സംശയമില്ല. അതാണ് ഈശ്വര സർവഭൂതാന നിർദ്ദേശേ. അപ്പൊ ഏതൊരു ഹൃദയം എന്ന് പറയുന്ന രംഗമാണോ കാടിനിലായിരിക്കുന്ന ശരീരത്തിന്റെ ഭാഗം, അവിടമാണ് അന്ധകരണം എന്ന് പറയുന്നത് നിഷ്ഠയം. അവിടെയാണ് ഭഗവാന്റെ കിടപ്പ്, മഹാവിഷ്ണുവിന്റെ ആസ്ഥാനം. ഏതായാലും അങ്ങനെയുള്ള മഹാവിഷ്ണുവിന്റെ ആസ്ഥാനം കടഞ്ഞു എന്ന് പറഞ്ഞാൽ അന്ധകരണത്തെ നമ്മൾ ഒന്ന് കടന്ന് അതിനെ സംശുദ്ധമാക്കി മനസ്സിനെ ചിത്തമാക്കി മാറ്റുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിനെ ചിത്തമാക്കി മാറ്റുക നടക്കുമോ? മനസ്സിനെ ചിത്തമാക്കി മാറ്റുന്നത് ചിന്തിച്ച് ചിന്തിച്ച് ഉറപ്പിക്കുമ്പോഴാണ്. ഈ ശ്രവണൻ പ്രകടൻ വികാരണപരോ എന്ന് ഭാഗവതം പറയുന്ന ശൈലി. ശ്രവണം, അതുപോലെ മനനം, നിധിധ്യാസനം എന്ന് പറയുന്ന വേദാന്ത ഭാഷ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ കേൾക്കുന്നത് ചെവി കൊണ്ട്, അതുകൊണ്ട് മനസ്സിലിട്ടത് ആലോചിക്കുന്ന ആദ്യത്തെ പടി മനസ്സിലിട്ടത് ആലോചിക്കുക. അങ്ങനെ മനസ്സിലിട്ട് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ മനസ്സ് മാറിയിട്ട് ചിത്തമാകുന്നു. മനസ്സിന്റെ ആ പരിവർത്തനം അല്ലെങ്കിൽ മനസ്സിൻ്റെതായിട്ടുള്ള രൂപാന്തരപ്രാപ്തി, ആ ഭാവാന്തരപ്രാപ്തി, അതാണ് ചിത്തം. ആ ചിത്തത്തെ വീണ്ടും നമ്മൾ കേട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിച്ച് ഉറപ്പിച്ച് അതിനെ ദൃഢമാക്കി കഴിയുമ്പോൾ അതിൻ്റെ പേര് ബുദ്ധി. അപ്പോൾ ഒന്ന് തന്നെയല്ലേ മനസ്സ് തന്നെയല്ലേ ചിത്തമായി മാറുന്നത്, അത് തന്നെയല്ലേ ബുദ്ധിയായിട്ട് മാറുന്നത്, അവിടെയല്ലേ അഹങ്കാരം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപാസന. അപ്പൊ ഉപാസനയിലൂടെ മനസ്സിനെ നമ്മൾ ചിന്തയുള്ളതാക്കി അല്ലെങ്കിൽ ചിത്തത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് ആ ധ്യാനിച്ച് ഉറപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിച്ച് അതിനെ ദൃഢമാക്കി ബുദ്ധിയാക്കി, എന്നിട്ട് ഈ ബുദ്ധിയാനത്തിലേക്ക് കടന്ന അഹങ്കാരത്തെയും ഇല്ലാതെയാക്കി കഴിയുമ്പോൾ മഥനം പൂർത്തിയായി. പാലാഴി മഥനം. അപ്പൊ ഈ പാലാഴി മഥനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിത്തവൃത്തികളെ നിരോധിക്കലാണ്, യോഗ സാധനയാണ്. അത് ഭക്തിയിലൂടെ കടന്നു വരുന്ന ഈശ്വരീയമായിട്ടുള്ള ഉപാസനയാണ് എന്ന് മാത്രമല്ല, അതിലൂടെ നമ്മൾ ഉപാസനയ്ക്ക് വിധേയരായി നമ്മൾ നേടേണ്ടതായിട്ടുള്ള ബുദ്ധി, നമ്മൾ കിട്ടേണ്ടതായിട്ടുള്ള ജ്ഞാനം, അറിവ് നമ്മൾ സമ്പാദിക്കുന്നു. പാലാഴിമഥനത്തിലൂടെ കിട്ടുന്നത് അമൃതം. ഏതായാലും ഈ അമൃതം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടതെന്താ? കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടൊരു ഹാലാഹലത്തിന്റെ പരമാണ്. എന്താ ഈ ഹാലാഹലം? കാളകൂട വിഷം. ഈ കാളകൂട വിഷമെല്ലാം തന്നെ വമിക്കുന്നത് ഈ വാസുകിയുടെ ആ സാന്നിധ്യത്തിലാണ്. ആ വിഷമെല്ലാം തന്നെ പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരും ഭീതിതരായി. ലോകം മുഴുവൻ ഇങ്ങനെ കത്തിയെരിഞ്ഞ് ചാമ്പലായി പോകുമെന്ന് കരുതിയപ്പോൾ അവിടെയും സംഹാരരുദ്രൻ നമ്മുടെ മമ്മിയൂർ ദേവനെ പ്രത്യക്ഷരായിട്ട് കൈ കൊമ്പിളിൽ തന്നെ ഈ വിഷം മുഴുവൻ സ്വീകരിച്ച് വിഴുങ്ങുന്ന രീതി നീലകണ്ഠനായി, ശ്രീകണ്ഠനായി. അപ്പൊ എല്ലാ തരത്തിലും ആദ്യം വരുന്നത് വിഷമാണെന്നുള്ളത് മറക്കാതിരിക്കുക. പാലാഴി മഥനം എന്ന് പറയുന്ന ഉപാസനയില് അന്ധകരണം എന്ന് പറയുന്നത് നിഷ്ഠയത്തെ നമുക്ക് വിധേയമാക്കിക്കൊണ്ടതിനെ കടന്ന് അമൃതമെടുക്കാനുള്ള ആ ഉദ്യമത്തില് ആദ്യം കടന്നു വരുന്നത് ഹാലാകരം എന്ന് പറയുന്ന കടുത്ത വിഷം. അതിന് സാക്ഷാൽ മമ്മിയൂർ ദേവന് വിഴുങ്ങി അതിനെ ഇല്ലാതെയാക്കി ആ വിഷത്തെയെല്ലാം തന്നെ ഹരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒടുവിൽ
പറയുന്ന അമൃതം കിട്ടുന്നത്. പാലാഴി മഥനത്തിന്റെ ലക്ഷ്യം അമൃതം. അപ്പൊ ഈ പറയുന്ന അമൃതം എന്ന് പറയുന്ന ആഹ്വാനം ശ്രദ്ധിച്ചാൽ മതി. മൃത്യോർമ്മ അമൃതംഗമയ. ഈ മൃത്യോർമ്മ അമൃതംഗമയ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ വന്നിരിക്കേണ്ടത്. അപ്പൊ ഈ പറയുന്ന ഗുരുവായൂർ കിടന്ന് എട്ടോട്ടോടി പ്രദക്ഷിണം വെച്ച് ഇടികൊണ്ടു കുത്തുകൊണ്ടു എന്നിട്ട് അതിൽപ്പെട്ടുകൊണ്ട് ഭഗവാനെ തൊടാൻ പറ്റിയില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഓടി ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്നതെല്ലാം തന്നെ കൈക്കൂട്ടെന്ന് പറയും. ഞാനിപ്പോൾ അകത്ത് കയറുന്നില്ലേ എന്ന് ഇവരെല്ലാം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാറുണ്ട്. അവിടെയാണ് ഇവിടെയാണ്. അപ്പൊ എന്താ അകത്തേക്ക് കയറാത്തത്? ഞാൻ 71 കാലഘട്ടത്തിൽ വന്നപ്പോ ആദ്യം അമ്പലം കത്തിയ ആ വർഷമാണ് ആദ്യമായിട്ട് ഈ പ്രദേശത്തേക്ക് വരുന്നത്. ഇതെല്ലാം കാണുന്നത് അന്ന് മുതലേതായിരുന്നു നാരായണകുളങ്ങരയും മമ്മിയും ഒരു ഗുരുവായൂരുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം 71-72 കാലം. ആ സമയത്തെല്ലാം തന്നെ അകത്തിങ്ങനെ കയറാനും തൊഴാനും നിർബാധം യാതൊരു തടസ്സവുമില്ലാതെ ഇന്നത്തെ തിക്കും തിരക്കൊന്നുമില്ല. ഇടയ്ക്ക് തന്നെ സുഖകരമായിട്ട് അകത്ത് കയറി തൊഴുതുകൊണ്ടുകൊണ്ട് അത് മതി ഉള്ളിൽ ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഏതൊരു ഈശ്വര സ്വരൂപത്തെയാണോ കിട്ടേണ്ടത് കാണേണ്ടത് അതെല്ലാം തന്നെ അന്ന് കണ്ടതുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓടി നടക്കേണ്ടതുകൊണ്ട് വീണ്ടും കയറി കാണണമെന്നുള്ള ആഗ്രഹം വരുന്നത് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ, നിങ്ങൾ കാണേണ്ട രീതിയിൽ കാണേണ്ടതിനെ കണ്ടില്ല. അപ്പൊ അത്തരത്തിൽ വന്നുകൊണ്ട് വീണ്ടും പിടച്ചുകാരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം എന്താ? ഭഗവാന് വളർച്ചയുണ്ടോ എന്നറിയാനാണോ? ഭഗവാൻ നരച്ചോ വരച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണോ? ഭഗവാൻ മരിക്കാറായോ എന്നറിയാൻ വേണ്ടിയിട്ടാണോ? ഇതിനു വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം പോയാൽ പോലെ ഈ പറയുന്ന ശബരിമലയിൽ അവിടെ ചെന്ന് ദർശനം നടത്തി ഈ പറയുന്ന ശബരിമലയിൽ ഭഗവാന്റെ ശിരസില് ഈ അമൃതവല്യമായിരിക്കുന്ന നെയ്യെല്ലാം തന്നെ അഭിഷേകം ചെയ്താൽ എല്ലാ കൊല്ലവും നിർബന്ധമായിട്ട് പോകണമെന്നുള്ള അതെങ്ങനെയാണപ്പോ എല്ലാ കൊല്ലം ഇങ്ങനെ ആവർത്തിച്ച് അപ്പൊ ഈ ആവർത്തന വിരസത വരാനിടയുള്ളതുകൊണ്ടും നമ്മുടെ ഉപാസന ക്രമത്തിലെല്ലാം തന്നെ കോട്ടം സംഭവിക്കാനിടയുള്ളതുകൊണ്ടും ഒരു പ്രാവശ്യം ഭംഗിയായിട്ട് ചെയ്താൽ നിങ്ങൾ തന്നെ പറയുന്ന കഥാപാത്രമല്ലേ ചേലപ്പറമ്പൻ. നിർത്തിയത് നിങ്ങൾക്കാണെങ്കിലും അറിയാമോ? അദ്ദേഹത്തില്ല. ഏതായാലും നമ്പൂരിശ്രേഷ്ഠന്റെ കഥ ഗുരുവായൂരപ്പനോട് ബന്ധപ്പെട്ട് ഒരു ചേലപ്പറമ്പൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി കളിയാക്കി വൃത്തികെട്ടവരായിട്ട് ചിത്രീകരിച്ചു. വാസ്തവത്തിൽ യാതൊരു സദാചാരവുമില്ലാതെ നിഷ്ഠയുമില്ലാതെ സംസ്കാരശൂന്യമായിട്ടുള്ള ജീവിതം കാഴ്ചവെക്കുന്ന അയാളെ ഇങ്ങനെ ഒരു അപരിഷ്കൃതരെന്നോ അല്ലെങ്കിൽ വൃത്തികെട്ടവരെന്നോ ഒക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാളെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം ഒറ്റ നമസ്കാരം കൊണ്ട് കാണാതെയായി. കേട്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ചേലപ്പറമ്പനെ പോലെ എന്തുകൊണ്ടായിക്കോളാം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു ഒരൊറ്റ പ്രാവശ്യം ഭഗവത് സന്നിധിയിൽ ഇങ്ങനെ സകലം സമർപ്പിച്ചുകൊണ്ട് എല്ലാം അതായത് പ്രാണനും ബുദ്ധിയും മനസ്സും ശരീരവും ഇതെല്ലാം തന്നെ ഭഗവത് പാതാവിൽ നിങ്ങൾ സമർപ്പിക്കുന്ന രീതി വരുമ്പോൾ ഡോക്ടർ സറുണ്ട് മഹാബലിയുടെ പോലെ ആത്മസമർപ്പണം. അത് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേറെ വല്ലതും നമുക്ക് ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ നല്ലപോലെ നിങ്ങൾ ദൃഢമായിട്ട് ആ ഭാവത്തിലേക്ക് എത്തുക. ഞാനിപ്പോൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പ്രസംഗിക്കാൻ നടക്കുന്ന വാസ്തവത്തിൽ ഇങ്ങനെ എനിക്കറിയാവുന്നതെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വിളിച്ചു പോവുക. അങ്ങനെ വിളിച്ചു പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കേൾക്കും. ചിലത് കേട്ടില്ല എന്ന് വരും. അപ്പോഴേക്കും ഫോൺ വരുമ്പോൾ ആളെ തിരിച്ചു എന്താണിപ്പോ പറഞ്ഞത്? സീരിയൽ നടക്കുമ്പോൾ അയൽവക്കൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കും. ഇടയ്ക്ക് ഒരു ഫോൺ വന്നായിരുന്നു, ഇടയ്ക്ക് കണ്ടില്ല. അതിനകത്ത് ചെമ്പരത്തി പൂവില് ആ സമയത്ത് എന്താ നടന്നത്? അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ അമ്മമാരിൽ അനിയനുണ്ട്, ഇടയ്ക്കുള്ള കണ്ടില്ല. അതേപോലെയൊക്കെ തന്നെ സംഭവിച്ചാൽ പോലും എൻ്റേതായിട്ടുള്ളൊരാഗ്രഹം ഇങ്ങനെ ഓടി നടന്നിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിലൂടെ കടന്നു വരുന്ന മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഞാൻ പഠിച്ചതിങ്ങനെ ചവച്ചരച്ച് അത് മുഴുവൻ ഛർദ്ദിച്ചു വയ്ക്കുന്ന രീതി എനിക്കില്ല. അപ്പൊ എല്ലാ തരത്തിലും ഭഗവാനെയും അതുപോലെ ഗുരുവായൂരപ്പനെയൊക്കെ കണ്ട കാലം മുതൽ 72 മുതൽ 71 ആ കത്തിയ കാലം മുതൽ ആ കാലം മുതൽ ഇങ്ങനെ ഉപാസിച്ചു വന്നപ്പോൾ അതിലൂടെ എനിക്ക് കിട്ടിയ വാക്കുകളും അത്തരത്തിലുള്ള കാര്യങ്ങളും അല്ലാതെ എനിക്ക് കൈമുതലായിട്ട് യാതൊന്നുമില്ല. ഭക്തിപ്പണിയാണ് തൊഴിൽ. എത്രമാത്രം കുഴപ്പം പിടിച്ച ഒരു തൊഴിൽ വേറെയില്ല. ഭക്തിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജ്ഞാനവൈരാഗ്യങ്ങളൊന്നും ഒതുക്കാനിടയില്ലാത്ത പരസ്പരം വിദ്വേഷം പച്ചപ്പുറത്തുകയും പ്രതികളെ ശ്രദ്ധിക്കുകയും വാദികളെ ശ്രദ്ധിക്കുകയും എല്ലാ തരത്തിലും ഇങ്ങനെ ക്രോധത അല്ലെങ്കിൽ പരസ്പരം ഇങ്ങനെ ദേഷിക്കുന്ന രീതിയെല്ലാം തന്നെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ. അവിടെയാണ് ഇതെല്ലാം തന്നെ ഞാനിവിടെ പറയുന്നതെന്ന് കൂടി ആലോചിക്കണം. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ഉപാസനയ്ക്ക് വിധേയമാകുമ്പോഴാണ് പാലാഴി മഥനം. അത് അന്ധകരണത്തെ മതിക്കലാണ്. ലക്ഷ്യം ഒന്നേയുള്ളൂ, മൃത്യോർമ്മ അമൃതം ഗമയ. മറന്നു പോകുമോ? എന്താ ലക്ഷ്യം പാലാഴി മഥനത്തിന്റെ? മൃത്യോർമ്മ അമൃതം ഗമയ. എന്നെ അമൃതമയമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് ഇത് പറയുമ്പോൾ നമുക്കൊന്ന് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാലോ? ഓം ഭഗ്ഭുമസ്വ. ജപിക്കാൻ പാടില്ലെന്നാലോ? ഓം ഭഗ്ഭുമസ്വ. വ്യാഹൃതി അതായത് ഈ പറയുന്ന സ്വർലോകം, ഭൂമി, പാതാളം, ദേവലോകം, മനുഷ്യരുടെ ലോകം, ഈ പറയുന്ന അസുരന്മാരുടെ ലോകം, ഈ 3 ലോകം. അതല്ലേ ഓം ഭഗ്ഭുമസ്വ. അതല്ലേ ഓംകാരം ആ എന്ന 3ആയിട്ട് മാറിയത്. അതല്ലേ വ്യാഹൃതിയായിട്ട് തീർന്നത്. ഗായത്രി മന്ത്രം ജപിക്കുമ്പോഴും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുമ്പോഴും ഒക്കെ വാലായിട്ട് ഈ പറയുന്ന
വ്യാഹൃതി ജീവിക്കുന്ന ആ ഉദ്ദേശത്തിലല്ലേ? വ്യാഹൃതിയല്ലേ അഗ്നിയിലേക്ക് നമ്മൾ ഹോമിച്ചുകൊണ്ട് ഹോമാദി കാര്യങ്ങൾ നടത്തുക. അവിടെ വ്യാഹൃതിക്ക് എന്തുകൊണ്ട് പ്രാധാന്യം വന്നു? ഇത്ര ലോകങ്ങളെ സ്മരിക്കുക, ഇത്ര മൂർത്തികളെ സ്മരിക്കുക, ഇത്ര ഗുണങ്ങളെ സ്മരിക്കുക, മൂന്നായിട്ടിരിക്കുന്ന അവസ്ഥ എത്തെ നമ്മൾ സ്മരിക്കുക, ത്രികുടി എന്ന് പറയുന്ന അവസ്ഥയെ നമ്മൾ സ്മരിക്കുക. കാരണം എന്താ? ഈ പറയുന്ന മമ്മിയോട് ദേവരെ നമ്മൾ ത്രയംബകൻ എന്നാണ് പറയുക. ത്രയംബകൻ. അമ്മയെ നമ്മൾ പറയുന്ന ത്രയംബക എന്നാണ്. അമ്മ ത്രയംബകയും അച്ഛൻ ത്രയംബകനുമാണ്. ആ മന്ത്രത്തിലേക്ക് കടക്കുമ്പോൾ 3 ലോകത്തെ ചിന്തിക്കണം. ആ 3 ലോകത്തിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ ഭുജിക്കുന്നത്, ആചരിക്കുന്നത്, അനുഭവിക്കുന്നത്. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രതാവസ്ഥയിലൂടെ, ഉറങ്ങിക്കഴിയുമ്പോൾ സ്വപ്നത്തിലൂടെയും നിങ്ങൾ ഈ ലോകത്തെ ഭുജിക്കുന്നു. അതിൻ്റെ ഇടയിലുള്ള സ്വപ്നലോകം, അതും നിങ്ങൾ സ്വപ്നത്തിലൂടെ ഈ ലോകത്തെ ഭുജിക്കുന്നു. 3 ലോകങ്ങൾ: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥത്രയത്തിലൂടെ നമ്മൾ ജനിച്ചു വീണ ജീവൻ, ശരീരമെടുത്ത ജീവൻ ഈ ശരീരത്തെയും ചുമന്നുകൊണ്ട് ഈ ലോകത്തെ ഭുജിക്കുന്നത് ഈ 3 തലങ്ങളിലൂടെയാണ്, ഈ 3 ലോകങ്ങളിലൂടെയാണ്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. അത് തന്നെയാണ് ഓം ഭൂർഭുവ സ്വ. ഒന്ന് പറയാം. ഓം ഭൂർഭുവ സ്വ, ഓം ഭൂർഭുവ സ്വ, ഓം ഭൂർഭുവ സ്വ. നല്ല ഭാഷ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ എന്താ സ്റ്റെഡിനെസ് മാത്രമല്ല, സ്പഷ്ടം അല്ലെങ്കിൽ അതുപോലെ തന്നെ ശക്തം ആയിട്ടുള്ള പ്രയോഗം. ഓം ഭൂർഭുവ സ്വ. ഭകാരമാണല്ലോ പോലെ. ഓം ഭൂർഭുവ സ്വ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ഭൂർഭുവ സ്വ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ഭൂർഭുവ സ്വ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഒടുവിൽ ആവശ്യപ്പെട്ടതെന്ന്, അല്ലയോ മമ്മിയോ ദേവരെ, എന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കുക. മൃത്യോർമുക്ഷീയമാമൃതാത്. അപ്പോൾ എന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ നീ എന്ത് ചെയ്യും? എന്നെ അമൃതസ്വരൂപത്തിലേക്ക് എത്തിക്കും. മൃത്യുവിന് കാരണം എന്താ? ശരീരം. ഈ ശരീരമുള്ളതുകൊണ്ട് മരിക്കുന്നു, സംസാരത്തിൽ അകപ്പെടുന്നു. അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് എന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിച്ച് അമൃതത്തിലേക്ക് എത്തിക്കണമെന്നാണ് ഈ പ്രാർത്ഥന. മരിക്കാത്തൊരവസ്ഥയിലേക്ക്, ഞാൻ മരിക്കാത്തൊരവസ്ഥയിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ശരീരമില്ലാതിരിക്കണം. ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ആത്മഭാവത്തിലേക്ക് വരണം. ഈ ആത്മഭാവത്തിലേക്ക് വന്നാൽ എനിക്ക് മരണം ഇല്ല. എനിക്ക് മരണമില്ല എന്ന് ജീവിച്ചിരിക്കുമ്പോൾ, ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിവുണ്ടെങ്കിലും നമ്മൾ ആധ്യാത്മിക തലത്തിൽ ഉയർന്നു ചെന്ന് ഇരിക്കുന്ന നിങ്ങളും ഞാനും എനിക്ക് മരണമില്ല എന്ന് പറയാൻ കഴിവുള്ളവരായി തീരുന്നത് നമ്മൾ നാളും പേരുമുള്ള വ്യക്തികളല്ല, നമ്മൾ ജാതിക മതവുമുള്ള വ്യക്തികളല്ല, പ്രാദേശിക വ്യത്യാസമുള്ള ഭിന്നാധികാരല്ല എന്നുള്ള ചിന്തയിൽ വന്നിട്ട് നമ്മൾ എല്ലാവരും ആത്മസ്വരൂപികളാണ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ സ്വസ്ഥതയായി അമൃതഭാവമായി മരണമില്ല എന്ന് പറയാം. മരിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയത് ഇവിടുത്തെയോ. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ അമൃതമഥനം എന്ന് പറയുന്ന ബാലാഴിമഥനത്തിലൂടെ നാം നേടുന്ന ആത്മീയമായിരിക്കുന്ന ഒരവസ്ഥ, അത് വാസ്തവത്തിൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? എനിക്ക് മരണം ഇല്ല, എനിക്ക് മരണമില്ല, ഞാൻ ശരീരമല്ല, ഞാൻ ശരീരമല്ലാത്തിടത്തോളം കാലം എനിക്ക് മരണമില്ല, ഞാൻ ആത്മസ്വരൂപമാണ്, ഞാൻ വാസ്തവത്തിൽ എൻ്റെ ജീവസ്വരൂപം ആത്മാവ് തന്നെ, ബ്രഹ്മസത്യം, ജഗന്മിഥ്യ, ജീവോ ബ്രഹ്മൈവനാവര എന്ന ആചാര്യസ്വാമികൾ. ജീവോ ബ്രഹ്മൈവനാവര, ഈ ജീവൻ ബ്രഹ്മം തന്നെയാണ്, മറ്റൊന്നല്ല. ആ ഭാവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബാലാഴിമഥനം. ഇത്രയും ഉള്ളിലേക്ക് കയറ്റിയാവോ? നമ്മൾ ശാസ്ത്രാരത്തിലേക്ക് കിടക്കുകയാണ്. മുന്നോടിയായിട്ട് ഇത്രയും പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് ഈ കാര്യം ഗ്രഹിക്കാതെ ശാസ്താവിനെ പിടികിട്ടുകയില്ല. ഏതായാലും ശാസ്താവ് എന്നുള്ള വാക്ക് ശാസിക്കാൻ അധികാരമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ശാസിക്കാൻ അധികാരമുള്ളത്, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ പ്രാപഞ്ചികമായ രീതിയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ മഹാവാക്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളും പറഞ്ഞു തന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ട് നല്ല വഴിയിൽ നയിക്കാൻ കഴിവുള്ള ഒരു ആചാര്യ സ്വരൂപം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാസിക്കാൻ അധികാരമുള്ള, നിയന്ത്രിക്കാൻ അധികാരമുള്ള ഈശ്വര സ്വരൂപം, അതാണ് ശാസ്ത്രം. അപ്പൊ എല്ലാ തരത്തിലും ശാസ്താവിന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് ഈ പറയുന്ന പാരായണമഥനത്തെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള വിഷയത്തിലേക്ക് വരുമ്പോഴാണ് അമൃതത്തെ കിട്ടി. ദേവന്മാർക്ക് അമൃതത്തെ കിട്ടി ജനിക്കാതിരിക്കുന്ന ഒരവസ്ഥ അവർ പ്രാപിച്ചു. പക്ഷേ
അത് കിട്ടിയെന്ന് മാത്രം കയ്യിൽ നിന്ന് അപ്പം തന്നെ വിട്ടുപോയി. അപ്പോൾ ദേവന്മാർക്ക് അമൃതാവസ്ഥയെ പ്രാപിക്കാൻ കഴിഞ്ഞത് അത് നഷ്ടപ്പെട്ടുപോയി. അത് അസുരന്മാർ കൊണ്ടുപോയി എന്ന്. ആരാ അസുരന്മാര്? അസുക്കളെ ജനിക്കുന്നവര്, പഞ്ചേന്ദ്രിയമായിട്ടുള്ള വികാരങ്ങളിലും വിഷയവാസനകളിലും ജനിക്കുന്നവര്, അതുപോലെ തന്നെ മനസ്സും എല്ലാം തന്നെ അത്തരത്തിൽ മനസ്സിന്റെ പിന്നാലെ ഇങ്ങനെ വെപ്പാളപ്പെട്ട് നടക്കുന്നവര്, അവരാണ് അസുരന്മാര്. ദേവന്മാരെന്ന് പറയുമ്പോൾ ഇതൊന്ന് വ്യത്യസ്തര്. അവരെ മനസ്സ് ഭരിക്കാനില്ല, ഇന്ദ്രിയങ്ങൾ ഭരിക്കാൻ പാടില്ല. ദേവന്മാരെന്ന് പറയുമ്പോൾ അമൃതം പാനം ചെയ്തവര്, അമൃതസ്വരൂപികളും, മറ്റൊരു മൃതസ്വരൂപികളും. അപ്പോൾ മൃതസ്വരൂപികൾ അസുരന്മാര്, അമൃതസ്വരൂപികൾ ദേവന്മാര്. അല്ലെങ്കിൽ സ്വരാപാനം ചെയ്തിട്ടുള്ളവര് സുരന്മാര്, ദേവന്മാര്. അസുരന്മാർക്ക് സ്വരാപാനം ഇല്ലാത്തവര്. ഇത്രയും രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അസുരന്മാർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അവർക്ക് വേണമെന്നൊരു തോന്നൽ ഈ അമൃതം പാനം ചെയ്തിട്ട് മരിക്കാതിരിക്കുന്നൊരവസ്ഥ അവർക്ക് ഉണ്ടാകണമെന്ന് ആ ആഗ്രഹം വെച്ച് പുലർത്തിയ അവർ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി അമൃതത്തെ. ആ അമൃതത്തെ കൊണ്ടുപോയി വിളമ്പാൻ തുടങ്ങുമ്പോൾ അസുരന്മാരുടെ പക്ഷത്തിലേക്ക് ചിത്തത്തിന്റെ അധിപനായിരിക്കുന്ന മോഹനൻ, വാസുദേവൻ, മോഹിനിയുടെ വേഷം കിട്ടി അവിടെ ചെന്നവരെ ഭ്രമിപ്പിച്ച്, പ്രേരിപ്പിച്ച്, പ്രലോഭിപ്പിച്ച് അമൃതം തിരികെ കവർന്നു കൊണ്ടുവന്ന് ദേവന്മാർക്ക് കൊടുത്തു എന്ന് കഥ ചുരുക്കി പറഞ്ഞു. അപ്പൊ എല്ലാ തരത്തിലും അമൃതത്തിന് അവകാശികളായിട്ടുള്ള അമരന്മാരായിട്ടുള്ള ദേവന്മാര് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അമൃതത്തെ അസുരന്മാരുടെ കയ്യിൽ നിന്ന് അസുരന്മാർക്ക് അനർഹമായിട്ടുള്ള അമൃത് അത് വീണ്ടെടുത്തു കൊണ്ടുവരാനായിട്ട് പുരുഷവേഷത്തിൽ ഭഗവാൻ നാരായണൻ പോകുന്നതിന് പകരം ചിത്തത്തിന്റെ അധിപനായിരിക്കുന്ന വാസുദേവൻ അതേ വേഷത്തിൽ പോകുന്നതിന് പകരം മോഹിനി വേഷം സ്ത്രീയുടെ ഭാഗം കിട്ടിയിട്ട് ഒരു സ്ത്രീ വേഷത്തിൽ അവിടെ ചെന്ന് അവരെ ഭ്രമിപ്പിച്ചു, മോഹിപ്പിച്ചു. ഇത് മായ. ഇവിടെ വാസ്തവത്തിൽ പുരുഷനെയും മായയെയും, പുരുഷനെയും പ്രകൃതിയെയും ബ്രഹ്മത്തെയും മായയെയും ചിന്തിക്കാനുള്ള അവസരവും കൂടി പാലാഴി മഥനം ഉണ്ടാക്കി തരുന്നുണ്ട്. എന്തിനാണ് ഉപാസന എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഉപാസനയുടെ പ്രത്യേകത മായയിൽ നിന്ന് വിമുക്തമാകുക. ഭഗവാൻ തന്നെ പറയുന്നില്ലേ, മമ മായ ദുരത്തെയ, എന്റെ മായ എന്ന് പറയുന്നത് എന്റെ മോഹിനി വേഷം. അല്ലെങ്കിൽ ഞാൻ മോഹിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ പ്രലോഭിപ്പിച്ച് എല്ലാ തരത്തിലും പ്രപഞ്ചത്തിൽ കെട്ടിയിടുന്ന ആ മായ എന്ന് പറയുന്ന ദുരത്തെയ, അതിനെ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ മായയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് വേദവ്യാസൻ ഭാഗവതം രചിച്ചു എന്ന് പറയുമ്പോൾ മായയെ തരണം ചെയ്യാൻ ഭക്തി ഒന്നും അധികമെന്നുകൂടി നരനാരായണന്മാര് മായയെ കൊടുത്ത ആ മാർക്കട്ടയെ വഴി സ്വയം അനുഭവിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. ഭാഗവതത്തിൽ മായയെ തരണം ചെയ്യാൻ ഭക്തി മതി. ഭക്തിയുടെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ശാസ്ത്രഗ്രന്ഥം ഭാഗവതം രചിച്ചതും ഇത്തരത്തിൽ മായയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മായാരൂപമാണ് മോഹിനി വേഷം. മായ ഭ്രമിപ്പിക്കുന്നത്, മോഹിപ്പിക്കുന്നത്. അപ്പൊ എല്ലാ തരത്തിലും ഇവിടെ കണ്ടിട്ട് ഭ്രമിച്ച് ആ അസുരന്മാരെല്ലാവരും ആ കുടം അല്ലെങ്കിൽ ഈ പറയുന്ന അമൃതം തിരികെ ഈ മോഹിനി വേഷധാരിക്ക് കൊടുത്ത് കണ്ണടച്ചവിടെ ഇരുന്നപ്പോൾ അവരെ പറ്റിച്ച് ആ അമൃതോത്ഭവം കൊണ്ട് ഈ ദേവന്മാർക്ക് കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് കഥ. കഥയുടെ രൂപം അത്തരത്തിലാണ്. ഇവിടെ ചിന്തിക്കേണ്ടതല്ല, അനർഹരുടെ കയ്യിലേക്ക് അമൃതം എത്തിയപ്പോൾ അനർഹരുടെ കയ്യിൽ നിന്ന് അർഹരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം ഈ ചിത്തത്തിന്റെ അധിപനായിരിക്കുന്ന വസുദേവർ അനുഷ്ഠിച്ചു. എന്നിട്ട് അവിടെ നിന്ന് അമൃതം കൊണ്ടുവന്ന് ദേവന്മാർക്ക് കൊടുത്തു. അവർ അമൃതപാനം ചെയ്തു. അമൃതപാനം എന്നാൽ മരിക്കാതിരിക്കുന്നൊരവസ്ഥ ആത്മഭാവത്തിലേക്ക് അവരെ എത്തിച്ചു. ഒന്നുകൂടി ചിന്തിക്കുക, അസുരന്മാർക്ക് ആത്മഭാവത്തിൽ ചിന്തിക്കാൻ നിവൃത്തിയില്ല. കാരണം അവർ ചിന്താഗതി മുഴുവൻ മനസ്സിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, മനസ്സിൽ നിങ്ങൾ ഒതുങ്ങിയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആത്മസ്വരൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മനസ്സ് എന്ന് പറയുന്നത് ചിന്തനാത്മകമായിരിക്കുന്ന നമ്മളെ എല്ലാ തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന മനസ്സ് അതിന് പ്രാധാന്യം കൊടുക്കുന്നിടത്തോളം കാലം ആത്മാവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എഴുത്തച്ഛൻ തന്നെ പാടിയ വീണ്ടും ഒന്നുകൂടി ഇട്ട് തരാം. ഗുണകാമാത്മാവിനെ മാനസമെന്ന് ചൊല്ലുവോ. ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ. എന്താണ് മനസ്സ്, എന്താണ് ആത്മാവെന്ന് അദ്ദേഹം ഇങ്ങനെ നിർവചിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ ഗുണവും കാമനകളും ആഗ്രഹങ്ങളോ പോലെ ത്രിഗുണങ്ങളും സാധ്യകായസം താമസം എന്ന് പറയുന്ന ഗുണത്രയവും അത്തരത്തിൽ ആഗ്രഹങ്ങൾ എപ്പോഴാണോ നിഴലിക്കുന്നത് അതിൻ്റെ പേരാണ് മനസ്സ്. അത് ഉള്ളത് മനസ്സ്, അതില്ലാത്തത് ആത്മാവ്. പിടുത്തം കിട്ടിയാവോ ആത്മാവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആത്മാവെന്ന് പറയുന്ന പ്രത്യേകിച്ച് ഇങ്ങനെ അന്വേഷിച്ച് ഓടി അലഞ്ഞിരിഞ്ഞ് അടക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളിൽ തന്നെ. മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെ. പക്ഷേ അന്ധകരണ ചതുഷ്ടയത്തിൽ ഈ മനസ്സിനെ അതിക്രമിച്ചുകൊണ്ട് അതിനെയെല്ലാം തന്നെ വാസ്തവത്തിൽ നമ്മൾ കടന്ന് ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ ബുദ്ധിയിലേക്കും ചിത്തത്തിലേക്ക് കടന്ന് ആത്മാവിനെ കണ്ടേ മതിയാവും. ആത്മഭാവത്തിലേക്ക് എത്തിയേ മതിയാവും. ആ പറയുന്ന പ്രയോഗം സാക്ഷാത്കാരം. ഞാൻ ആരെയുള്ള ബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് മനസ്സിനെ മെരുക്കിക്കൊണ്ട് ഉപാസന നടത്തിക്കൊണ്ട് പാലാഴി മഥനം നടത്തിക്കൊണ്ട് ആ മനസ്സിലുള്ള വികാരങ്ങളെയെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഏതൊരു മനസ്സുകൊണ്ടാണോ ഈ പറയുന്ന അസുരന്മാർ മരിക്കുന്നവരായത്, ഏതൊരു മനസ്സാണോ ഇങ്ങനെ മാറ്റം സംഭവിച്ച ചിത്തവും അതുപോലെ ബുദ്ധിയുമെല്ലാം തന്നെ മാറി ആത്മസ്വരൂപമായി മാറേണ്ടത്, അത്തരത്തിൽ മാറുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കാൻ പാലാഴി മഥനം
അമ്മ നടത്തുന്ന ഉപാസനയിലൂടെ വലിയ മന്ത്രങ്ങളൊന്നും വേണ്ട, ഈ ഓംഭവസ്വാമിയൊന്നും വേണ്ട, വെറുതെ ജപിക്കുക നമശിവായ 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 നമശിവായ. ഓങ്കാരം ഇല്ലെങ്കിലും വെറുതെ ജപിക്കുക നമശിവായ നമശിവായ നമശിവായ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ജപിക്കുക നമശിവായ നമശിവായ നമശിവായ. തമിഴന്മാർ പ്രത്യേകിച്ച് അവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നമശിവായ. അവർ ശിവായ നമ, അതുകൊണ്ടാണ് ജീവിപ്പിച്ചത് ഓം നമ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ ഓം. അവർ ശിവായ നമ എന്ന് പറയുമ്പോൾ നമ്മൾ നമശിവായ എന്ന് പറയുന്നു. ഒന്നുകൂടി പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദ്രവിഡിയൻ കൾട്ടാൽ സംസ്കാരത്തില് ആ ആഗമങ്ങളും നിഗമങ്ങളും എല്ലാം തന്നെ വന്ന് പഠിപ്പിക്കുന്ന ശൈവ സമ്പ്രദായത്തില് ശിവായ നമ ശിവായ നമ ഓം, ഓം നമ ശിവായ ശിവായ നമ ഓം. അത് ജപിച്ചാൽ പോലെ കടുത്ത മന്ത്രങ്ങളെല്ലാം തന്നെ കേട്ട് ഞെട്ടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന മന്ത്രത്തിന്റെ അക്ഷരങ്ങളും അവയെല്ലാം തന്നെ മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള കാശിവിടാമെന്നുള്ള വലിയ യാതൊരു ഗുണവുമില്ല. കേട്ടോ? ഓം ഭൂസ്വ ത്രയംബകവചാമകേശുവന്തിം പുണ്യോധരം പൂർവാലികോക്ഷയാവട്ടെ ഇടട്ടെ തീരെ ഹും എന്ന് പറഞ്ഞു. ഇത് ഗോഷ്ഠി. കേട്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 10 പേര് കേട്ടോ? അപ്പൊ എല്ലാ തരത്തിലും ഘോരമന്ത്രം ശിവന്റെ ഘോരമന്ത്രമാണ്. എന്തെന്നാ സ്ഫുര സ്ഫുര പ്രസ്ഫുര സ്ഫുര ഘോര ഘോര രൂപ. ഇതിനെപ്പോയി ഇങ്ങനെയൊക്കെ ഭഗവാനെ പറ്റി പറയുന്നുള്ളൂ. അപ്പൊ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് മാറ്റം വരാൻ വേണ്ടിയിട്ടോ സാധാരണ മനുഷ്യന് ഒരു ഉത്സാഹം വരാൻ വേണ്ടിയിട്ടോ അക്ഷരങ്ങളെ കൊണ്ടൊരു കസർത്ത് നടത്തുന്ന രീതിയിലേക്ക് മന്ത്രങ്ങൾ മാറിയപ്പോൾ അതിനോടൊരു ഭ്രമം നമുക്ക് അതുമുണ്ട്. ആവശ്യമായ വേണ്ട. സിമ്പിളായിരിക്കുന്ന ലളിതമായിരിക്കുന്ന പഞ്ചാക്ഷരമന്ത്രം ജപിച്ചാൽ കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. അത് കാമധേയമാണ്. അത് വാസ്തവത്തിൽ അമൃതത്തെ പ്രദാനം ചെയ്യുന്ന ഒരു കൽപ്പതരുമാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ ഓടുകയാണെന്ന് പിന്നാലെ പലതും അതിന്റെ പിന്നാലെ ഓടിയിട്ട് നമുക്കൊന്നും കിട്ടാതെ ജിജ്ഞാസന്മാരായിട്ട് തിരിച്ചു പോരുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഉപാസന എന്ന് പറയുന്ന ജപധ്യാനങ്ങളിലൂടെ മനസ്സിനെ മാറ്റിയെടുത്ത് ചിത്തമാക്കി ബുദ്ധിയാക്കി അതിനെ എല്ലാം തന്നെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് ഒന്നാക്കി ആ ഒന്നായിരിക്കുന്ന സംഗതികളിൽ നിന്ന് ഗുണങ്ങളെയെല്ലാം തന്നെ വേർപെടുത്തി ആ ഗുണത്രയങ്ങളെയെല്ലാം തന്നെ മാറ്റിക്കഴിഞ്ഞ് ഞാൻ ആത്മസ്വരൂപനാണെന്ന് പറയുമ്പോൾ ഞാൻ അമൃതത്തെ സമ്പാദിച്ചില്ലേ? അത് പാരായണോധനാണ്. ഏകദേശമൊക്കെ കയറിയാവോ? കുറച്ച് കഴിയും. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് സ്വയം പ്രത്യായം എന്ന് പറയും. ഞാൻ നിങ്ങൾ നന്നാകാൻ വേണ്ടിയിട്ട് വന്നതല്ല. നിങ്ങൾ കേട്ടോ? പിന്തിനയാളെ കൊണ്ട് കെട്ടിയിട്ടുള്ളത് മമ്മിയോട് ദേവസ്വക്കാർ. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങളെ കേൾക്കാനുള്ളതിനേക്കാൾ ഞാൻ പഠിക്കുക, നിങ്ങളെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ പ്രഭാഷകന്മാർ ഒരു വലിയ ആചാര്യന്മാര് വേഷം കെട്ടിക്കൊണ്ട് എന്നെ പോലെ ഇങ്ങനെ കണ്ടാൽ എനിക്ക് കുറേ കൂടി മാറിയുണ്ട് കൊടുത്തിട്ടേനെ. അപ്പൊ ഇതൊക്കെ കൂടി ഇട്ടുകൊണ്ട് ഞാൻ വന്നിട്ട് നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് അതും തോക്കി ഇങ്ങനെ പറയുമ്പോൾ ഭാഗവതത്തിന്റെ പ്രഭാഷണം സത്രത്തിൽ പോയാൽ മതി. സത്രത്തിൽ ഒരു 10 ദിവസം നിങ്ങൾ ഒത്തിയിരുന്നാൽ നിങ്ങൾക്ക് തിരിച്ചു പോരാൻ ഒന്നും കിട്ടും. എന്തൊക്കെയോ വിളിച്ചു പോയിക്കൊണ്ട് കുറെ ആചാര്യന്മാർ ഇവിടെ വന്ന് പോയി എന്നുള്ളതൊക്കെ പിന്നെ ഒന്നും മനസ്സിലായില്ല. ഈ ഒന്നും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സത്രം 39ാമത്തെ കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ സത്രകോലാഹലം സത്താകോലാഹലം ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കൊന്നും കിട്ടാതെ പോകുന്നത് മനസ്സ് എന്ന് പറയുന്ന സംഗതിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാതൊന്നും ചെയ്യുന്നില്ല. ഉപാസന ആ രീതിയിലായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പാലാഴി മഹനത്തിന് അവിടെ ഒരു വിരാമം ഇട്ടിട്ട് ഏതൊരു ഭഗവാന്റെ മോഹിനി വേഷമാണോ സ്ത്രീ സ്വഭാവം സ്വരൂപം ആ വേഷമാണോ വാസ്തവത്തിൽ നഷ്ടപ്പെട്ടു പോയ അമൃതത്തെ വീണ്ടെടുക്കാനായിട്ട് ദേവന്മാർ ഉപയോഗിച്ചത് ആ വേഷം കാണണമെന്ന് പരമേശ്വരൻ കൊതിച്ചുപോലും. ഞാൻ പറയാം അങ്ങനെ അദ്ദേഹം കൊതിച്ചിട്ടില്ല. അത് നിങ്ങൾ കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഈ പരമേശ്വരൻ മമ്മിയോട് ദേവരെ അങ്ങനെ കൊതിയുള്ളവരല്ല. അങ്ങനെ കൊതിയുള്ളവരായിരുന്നെങ്കിൽ പടിഞ്ഞാപ്പുറത്തിരിക്കുന്ന പാർവതി ദേവി ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ലായിരുന്നു. ഈ പാർവതി ദേവി കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ തന്നെ നമശിവായ മന്ത്രം ഈ പറയുന്ന നാരദന് പറഞ്ഞു കൊടുത്തിട്ട് അതിങ്ങനെ അനവരതം തിരിച്ചുകൊണ്ട് അടുക്കം നോക്കിയപ്പോൾ എന്തെല്ലാം വേഷം കിട്ടി പിന്തിരിപ്പിക്കാൻ. അപ്പോൾ എല്ലാ തരത്തിലും പിന്തിരിപ്പിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമിച്ചു നോക്കിയ അദ്ദേഹമാണോ ഈ പറയുന്ന ഒരു പെണ്ണിന്റെ ഒരു വേഷം കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോയി എന്ന് പറഞ്ഞ് ശങ്കരന്റെ മായയുണ്ട് ഇല്ലേ? ശങ്കരന് സ്വന്തമായ ഇല്ലേ? ശങ്കരമായ ഈ ശങ്കരന്റെ മായയെ അതിക്രമിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ മായ കണ്ടപ്പോൾ അതിനെ ഇങ്ങനെ ഭ്രമിച്ചിട്ട് അങ്ങോട്ടേക്ക് അടുത്തുകൂടിയെന്നോ ഇതെല്ലാം തന്നെ പറയുമ്പോൾ അത് കഥ അതല്ല. ആ കഥയിൽ അടങ്ങിയിരിക്കുന്ന സംഗതി വ്യത്യസ്തമാണെന്ന് നിങ്ങൾ ഈ പറയുന്ന മനുഷ്യരെന്ന് പറയുന്ന നമ്മൾ നിത്യാനിത്യ വിവേകത്തിന്റെ ഉടമകളായ നമ്മൾ നല്ലൊരു ബുദ്ധി വൈശിഷ്ട്യമുള്ള നമ്മൾ അതിന്റെ വിവേകമുള്ള നമ്മൾ ചിന്തിത്തുറപ്പിക്കണം. ഇതല്ല ഈ കഥയുടെ പൊരുൾ. അതേ കൈലാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭ്രമിപ്പിക്കാനും പ്രേരിപ്പിക്കാനും അല്ലെങ്കിൽ പാർവതിയുടെ നേരത്തെ തനിക്ക് ശ്രദ്ധ വരാനും വേണ്ടിയിട്ട് ഈ പഞ്ചസൂര്യങ്ങളെ ഇതാ ഈ പറയുന്ന കാമദേവനെ ദഹിപ്പിച്ചവനല്ലേ? കാമദേവനെ കത്തിച്ച് ഇടിച്ച് ചാമ്പലാക്കി അങ്ങനെയുള്ള വ്യക്തി ഈ
പറയുന്ന വിഷ്ണുവിന്റെ ഈ വേഷം കണ്ടിട്ട് ഭ്രമിച്ച് അതിന്റെ പിന്നാലെ പോയി എന്ന് പറഞ്ഞാൽ, അപ്പൊ എല്ലാ തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭൗതിക തലത്തിലെ ഒരു കഥയായിട്ട് അതിനെ എടുക്കരുത്, ആധ്യാത്മിക തലത്തിലെ ഒരു വിഷയമായിട്ട് എടുക്കണം. ആധ്യാത്മിക തലത്തിലെ വിഷയം എന്ന് പറഞ്ഞാൽ അന്ധകരണ ചതുഷ്ടയത്തെ, അതായത് സാക്ഷാൽ വാസുദേവന്റെ പത്മനാഭന്റെ ആവാസസ്ഥലമായിരിക്കുന്ന പാലാഴിയെ കടന്ന് അതിനെയെല്ലാം തന്നെ സമന്വയിപ്പിച്ച് മനസ്സ് ബുദ്ധിയെന്തോ അഹങ്കാരം എന്ന് പറയുന്നത് യോജിപ്പിച്ച് അതിനെ ആത്മഭാവത്തിലാക്കി കൊണ്ടുവന്നപ്പോൾ മൃതം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് അമൃതം എന്ന് പറയുന്ന ഭാവത്തിലേക്കായി അത് അസുരന്മാർ വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന അവസ്ഥയിലേക്ക് ദേവന്മാർക്ക് എത്താൻ കഴിഞ്ഞില്ല. ദേവന്മാർക്ക് അത് യോഗ്യത ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഈ ചിത്രത്തിന്റെ അധിപനായിരിക്കുന്ന വാസുദേവൻ മോഹിനി വേഷം കെട്ടിക്കൊണ്ട് അസുരന്മാരെ അതിൽ നിന്ന് വ്യതിരിപ്പിച്ച് ദേവന്മാരെ പ്രചോദിപ്പിച്ച് അവർക്ക് വാസ്തവത്തിൽ അമൃതം കൊടുത്തു എന്ന് ചിന്തിച്ച പോലെ പ്രകൃതി തന്നെ നിങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ വായിക്കാറില്ലേ? വിദ്യ അവിദ്യ സ്വരൂപിണി, വിദ്യ അവിദ്യ. ഈ വിദ്യയോ അവിദ്യയോ എന്ന് പറയുന്ന ലളിതാപരമേശ്വരൻ തന്നെയാണ്. പടിഞ്ഞാറ് വശത്ത് ഈ പടം വരച്ച് ഉച്ചരിക്കുന്ന ഈ യോഗിനി എന്നെല്ലാം ലഭിക്കുന്ന ആ സാക്ഷാൽ ജഗദീശ്വരി, അവൾക്ക് രണ്ട് മുഖം, വിദ്യ അവിദ്യ. ഈ വിദ്യ എന്ന് പറയുന്നത് നമ്മളെ അനുഗ്രഹിക്കാനുള്ളത്, അവിദ്യ എന്ന് പറയുന്ന സംസാരത്തിൽ നമ്മളെ കെട്ടിയിടാനുള്ളത്. ഈ അവിദ്യ എന്ന് പറയുന്നത് അമൃതം തട്ടിക്കൊണ്ടുപോയ അസുരന്മാരെ മോഹിപ്പിച്ചുകൊണ്ട് അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തിയത് അവിദ്യ. വിദ്യ എന്ന് പറയുന്നത് ദേവന്മാർക്ക് ഈ അമൃതം കൊടുക്കുന്നത് വിദ്യ. ഒന്നുകൂടി ഞാൻ കിടക്കാം. നിങ്ങൾ ഈ ദുർഗയുടെ പ്രാദുർഭാവത്തിൽ കഥ കൂട്ടി ഇങ്ങനെ ഇണക്കുന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദുർഗമൻ എന്ന് പറയുന്ന ഒരു അസുരനെ പറ്റി പറയുന്നുണ്ട് ഈ ദേവി ഭാഗവത്തിൽ. ദുർഗമൻ, അയാളെ കൊല്ലാനായിട്ടാണ് ദുർഗ ഇങ്ങനെ വാസ്തവത്തിൽ ഇരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അസുരശ്രേഷ്ഠൻ ഗായത്രി ജപിച്ചിരുന്ന പോലും നിങ്ങൾ ദേവി ഭാഗവതം നോക്കിയിട്ടുണ്ടോ? ഗായത്രി ജപിക്കുന്ന അസുരൻ, അതായത് ഈ തത്സവിതർവരേണ്യം ഭഗവദേവസേമഹി ധിയോയോ പ്രചോദയാലെന്ന് ഉപദിഷ്ടമായിരിക്കുന്ന മന്ത്രത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു അസുരൻ ശ്രേഷ്ഠൻ ആ ജപം നടത്തുന്ന ദേവന്മാർക്ക് ദോഷമാണെന്ന് ബൃഹസ്പതി പറഞ്ഞു. ബൃഹസ്പതി എന്ന് പറഞ്ഞ ദേവഗുരു. ഈ ദേവഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ പറയുന്ന അസുരനിൽ നിന്ന് ഈ പറയുന്ന മന്ത്രം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുകയാണ്. ഇന്ദ്രന് എല്ലാ വേഷവും കെട്ടാം, ഇന്ദ്രൻ. അപ്പൊ എന്ത് വേഷവും കെട്ടിക്കൊണ്ട് എന്ത് സാധിക്കും? കർണന്റെ അടുത്ത് എന്നിട്ട് എന്തൊക്കെ ചെയ്തില്ലേ കർണനെ ആ പറയുന്ന കവലകുണ്ടലങ്ങളെല്ലാം തന്നെ വാങ്ങി എടുക്കുന്ന രീതി. അപ്പൊ എന്ത് വേഷവും കെട്ടുന്ന ഇദ്ദേഹം ചെന്നിട്ട്, അല്ലയോ അസുരശ്രേഷ്ഠ, നീ ഗായത്രി ജപിക്കുന്നത് നല്ലതല്ല, നിന്റെ കുലത്തിന് ചേർന്നതല്ല. നിന്റെ കുലം എന്താ? അസുരകുലം. ഈ അസുരകുലത്തിന് ഗായത്രി ജപിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നീ ചെയ്യുന്ന മുഴുവൻ വിഡിത്തമാണ്, ഗുണത്തേക്കാൾ ദോഷം ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ടുള്ള അയാൾ പേടിച്ചിട്ട് ഗായത്രി ഉപേക്ഷിച്ചു. അപ്പൊ ഈ ഗായത്രിയെ ഉപേക്ഷിപ്പിച്ചത് എന്തിന്? അയാളെ കൊല്ലാനാണ്. അപ്പോൾ ഗായത്രി ഉള്ളിടത്തോളം കാലം ദേവിക്ക് ഈ അസുരനെ കൊല്ലാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ ഗായത്രി മന്ത്രത്തെ ഉപേക്ഷിപ്പിക്കുന്ന ശൈലി നമ്മളോടും പറയുകയാണ്. ജപിക്കുന്നത് നമശിവായ ജപിക്കുന്നത് എന്താ കാരണം? നീ നശിക്കുമ്പോലും. അപ്പോൾ നശിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നമശിവായ എന്ന് പറയുന്ന ഉദാത്ത മന്ത്രത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കൊല്ലാൻ കഴിയുമെന്നുള്ളൊരു വിദ്യ, അതൊരു വിദ്യ. പക്ഷെ അവിടെ അവിദ്യയിൽപ്പെട്ടിട്ടുള്ള ഈ അസുരൻ അത് ശരിയാണെന്ന് കരുതി അതിനോട് ഉപേക്ഷിച്ചു. ഇതാണ് വിദ്യയോ വിദ്യയും മായയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വ്യത്യാസം. മനസ്സിലാകാവോ? ഇല്ലാത്തത് ഉള്ളതായി തോന്നും, ഉള്ളത് ഇല്ലാത്തതായിട്ട് തോന്നും. ഈ കാണുന്ന മരീചിക എന്ന് പറയുന്നത് അവിടെ ജലമാണെന്ന് തോന്നും, അങ്ങോട്ടേക്ക് അടുത്തുകൂടും. അവിടെ ചെല്ലുമ്പോൾ ജലമില്ല എന്ന് കാണും, തിരിച്ചു പോരും. കയറ് തണുപ്പാണെന്ന് കരുതും, ടോർച്ച് കൊണ്ടുപോകുന്നു, നോക്കിയപ്പോൾ പമ്പല്ല എന്ന് മനസ്സിലാവും. ഇതെല്ലാം മായയുടെ മായാജന്യമായിട്ടുള്ള തോന്നലുകളാണ്, തോന്നൽ, ഇല്യൂഷൻ. അപ്പൊ എല്ലാ തരത്തിലും ഈ മായ എന്ന് പറയുന്നത് വിഭ്രാന്തി ഉണ്ടാക്കുന്ന ആ അവസ്ഥാവിശേഷം ദേവിക്കുള്ള പോലെ തന്നെ മായാതീതമായിരിക്കുന്ന വിദ്യ, ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ നമ്മൾ പഠിക്കുന്ന ജഗദീശ്വരി നമ്മെ കൊണ്ട് എത്തിക്കുന്ന സ്ഥലത്തെ എത്തിക്കാനുള്ള കഴിവ് അതും ഈ അമ്മയ്ക്കുണ്ട് എന്ന്. അപ്പോൾ സ്ത്രീവേഷം കിട്ടിയത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, നമ്മളെ മോഹിപ്പിക്കുന്ന രീതിയിൽ അവിദ്യാസ്വരൂപിണി, നമ്മളെ മോഹിപ്പിക്കാതെ വിദ്യപ്രദാനം ചെയ്യുന്ന വിദ്യാസ്വരൂപിണി. രണ്ടും വേഷം കെട്ടിയതാല് ഈ പറയുന്ന വാസുദേവൻ തന്നെ, ചിത്തത്തിന്റെ അധിപനായിരിക്കുന്ന ആ വിഷ്ണു തന്നെ. ആ വിഷ്ണു ഇത്തരത്തിൽ വേഷം കെട്ടി എന്ന് പറയുമ്പോൾ ഒരു കാര്യവും കൂടെ നമ്മൾ നമ്മുടെ ഈ പറയുന്ന സംസ്കാരത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ആ സംസ്കാരത്തിൽ നിന്ന് ആണ് കെട്ടിയ വേഷമല്ലാതെ ഇവിടെ യാതൊരു വേഷവുമില്ല എന്ന് നമ്മുടെ സമയം പോകുന്നറിഞ്ഞുകൂടാ. എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആണ് കെട്ടിയ വേഷം, ആണ് കെട്ടിയ വേഷമല്ലാതെ മറ്റ് യാതൊരു വേഷവും ഈ ഭൂമുഖത്തില്ല എന്ന് ചിന്തിച്ചോ? ഒന്ന് ചിന്തിക്കാം നമുക്ക്. നിങ്ങൾ പെണ്ണുങ്ങളാകട്ടെ ആണുങ്ങളാകട്ടെ, ആ ജെൻഡർ എന്ന് പറയുന്ന രീതിയിൽ ലിംഗം ആരോപിച്ചുകൊണ്ട് രണ്ട് വിഭാഗക്കാരായിട്ട് തിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആണിന്റെയും പെണ്ണിന്റെയും ഉള്ളിലാണ് പുരുഷൻ. പുരത്തിൽ ശയിക്കുന്ന പുരുഷൻ, നവദ്വാരങ്ങളുള്ള പുരത്തിൽ ശയിക്കുന്ന പുരുഷനല്ലാതെ ആ പുരുഷനല്ലാതെ ഇളാവൃതത്തിന് ശങ്കരനെ കാണാൻ കഴിയുമോ? ആ
ആ പുരുഷനല്ലാതെ പുരുഷത്വത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഗുരുവായൂരപ്പനെ കാണാൻ കഴിയുമോ? ആ പുരുഷൻ ഈ പറയുന്ന വിഷ്ണുവായാലും ശിവനായാലും ഈ പറയുന്ന പുരത്തിൽ ശയിക്കുന്നവനായിരിക്കുമ്പോ ഈ നവദ്വാരങ്ങളുള്ള സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന നമ്മൾ വ്യത്യാസം കൽപ്പിച്ചിരിക്കുന്ന ആ ശരീരങ്ങളുടെ ഉള്ളിലെല്ലാം പുരുഷനല്ലേ? അപ്പൊ പുരുഷൻ കിട്ടിയ വേഷമല്ലേ പുരുഷനും സ്ത്രീയും? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പുരുഷനാണ്. നിങ്ങൾ സ്ത്രീകളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറിയേൽക്കരുത് എന്ന് മോദി പറയാൻ കാരണമാണ് 50% 100% നിങ്ങൾക്കാക്കി തരാം. പിന്നാലെ സന്തോഷമായോ? സന്തോഷമായോ? അപ്പൊ എല്ലാ തരത്തിലും ഈ പറയുന്ന രീതിയിൽ എല്ലാവരുടെയും ഉള്ളിൽ പുരുഷനായതുകൊണ്ട് ആ പുരുഷനുള്ളിൽ ഇരുന്നുകൊണ്ട് കിട്ടുന്ന വേഷമാണ് ഇത്. സാമ്പൻ ഭാഗവതത്തിലെ ഏകാദശസ്കന്ധത്തിൽ കാണിക്കുന്ന ബാലസാമ്പൻ ഭഗവാന്റെ ജാമ്പവതിയിലുണ്ടായ സന്തതിയാണ് സാമ്പൻ. പെണ്ണുവേഷം കെട്ടിയിട്ട് ഗർഭിണിയുടെ വേഷം കെട്ടിയിട്ട് ഋഷീശ്വരന്മാരുടെ മുമ്പിൽ ചെന്ന് ഇവൾ പ്രസവിക്കാൻ പോകുന്നത് ആണോ പെണ്ണോ എന്നൊക്കെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആണ് പെണ്ണിന്റെ വേഷം കെട്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു പുരുഷൻ മാത്രം ഈശ്വരൻ. അതെല്ലാവരുടെയും ഉള്ളിൽ ആ ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഉപാസന. അതിന്റെ മുന്നോടിയായിട്ട് അമൃതത്തെയെല്ലാം തന്നെ ഉണ്ടാക്കി കൊടുത്തത് നഷ്ടപ്പെട്ടു പോയപ്പോൾ വീണ്ടും സ്ത്രീയുടെ ഭാഗത്തിൽ ചെന്നു എന്നുള്ള പുരുഷൻ തന്നെയല്ലേ? അത് സ്ത്രീയാണ്, അത് പുറമേ കെട്ടിയിരിക്കുന്ന വേഷമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അസുരന്മാര് ചിന്തിക്കുന്നില്ല. ഈ അസുരന്മാർക്ക് മനസ്സിലായില്ല ഇത് വിഷ്ണു തന്നെയാണ് വേഷം കെട്ടി വന്നിരിക്കുന്നവനാണെന്ന് മനസ്സിലായില്ല. എല്ലാ തരത്തിലും സ്ത്രീയാണെന്ന് കരുതി സ്ത്രീയുടെ ബാക്കി സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് അവളുടെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് അവൾ പറയുന്ന അനുസരിക്കാൻ കൂട്ടാക്കിയതുകൊണ്ട് എന്ത് പറ്റി? കയ്യിൽ കിട്ടിയ അമൃതമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി. ദേവന്മാർക്ക് തിരികെ കിട്ടി. രണ്ട് ചേരുന്നത് ഒരേ ഒരാളാണ്. ഏതൊരു പുരുഷനാണ് ഉള്ളിലുള്ളത് സ്ത്രീയുടെ വേഷം കെട്ടിയിട്ട് അവിദ്യ സ്വരൂപിണിയായിട്ട് നമ്മൾ പറയുന്ന മായ അതീതമായിരിക്കുന്ന അവസ്ഥയും ഇതെല്ലാം തന്നെ കാണിക്കുന്ന ഈശ്വര സ്വരൂപം തന്നെ ഈ അമൃതത്തെ രണ്ടാമത് കൊണ്ടുപോയി ദേവന്മാർക്ക് വിളമ്പിക്കൊടുത്തു. അത്തരത്തിലുള്ള ഒരു സ്ത്രീ സ്വരൂപത്തെ നല്ലപോലെ ചിന്തിക്കുക. ജ്ഞാനസ്വരൂപനാണ് ഈ മമ്മിയോർമ്മേവര്. അപ്പൊ ഈ ശിവസ്വരൂപം എന്ന് പറയുന്ന കൈലാസനാഥൻ അദ്ദേഹം വാസ്തവത്തിൽ ഇങ്ങനെ ഭ്രമിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസനീയമല്ല എന്ന് പറയാൻ ഞാൻ ആരംഭിക്കുകയാണ്. ഇദ്ദേഹം ജ്ഞാനസ്വരൂപനാണ്, അഗ്നിയാണ് അല്ലേ? ഈ ലിംഗം എന്ന് പറയുന്ന അഗ്നിയല്ലേ? ലിംഗം എന്ന് പറയുന്ന അഗ്നിക്ക് അനാദി മധ്യന്തം എന്ന് പറയുന്ന യാതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്രഹ്മാവിഷ്ണുക്കൾ തന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ തിരിച്ചു പോകുന്നില്ലേ? അന്തസ്ഥാനം ഈ പറയുന്ന അന്ത്യസ്ഥാനം പോലെ ആദിസ്ഥാനം ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ആ ബ്രഹ്മാവിഷ്ണുക്കളെല്ലാം തന്നെ ഈ ജ്ഞാനസ്വരൂപിയായിട്ടുള്ള ശിവനെ പിടികിട്ടാതിരിക്കുന്നത് അത് വാസ്തവത്തിൽ തിരുവാതിര നാളെ ധർമാസത്തിലെ തിരുവാതിര അന്നത്തെ ദിവസം ഉണ്ടായ ശിവനെ മനസ്സിലാക്കുന്നത് ശിവരാത്രി ദിവസമല്ലേ? തിരുവാതിര കഴിഞ്ഞില്ലേ? തിരുവാതിര മുഴുക്ക് നിങ്ങൾ കഴിച്ചില്ലേ? തിരുവാതിര കളിച്ചില്ലേ? തിരുവാതിരയുടെ മഹത്വം മനസ്സിലായോ? അന്നല്ലേ മമ്മിയൂർത്തേവര് അഗ്നിസ്വരൂപനായിട്ട് അഗ്നിസ്തംഭമായിട്ട് ഈ പറയുന്ന വിഷ്ണുവിന്റെയും ഈ ബ്രഹ്മാവിന്റെയും ഇടയ്ക്ക് പ്രാദുർഭവിച്ചത് അദ്ദേഹം അറിയാത്ത വല്ലതും ഈ ലോകത്തുണ്ടോ? ദിഗംബരനാണ്, നഗ്നനാണ്, ലിംഗസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, ജ്യോതിസ്വരൂപനാണ്. ഇത്തരത്തിൽ ശിവസ്വരൂപം അറിയാത്ത വല്ലതുമുണ്ടോ? അദ്ദേഹത്തിന് അറിഞ്ഞുകൂടി ഈ വേഷം കെട്ടിയിരിക്കുന്നത് വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണു കെട്ടിയിരിക്കുന്ന വേഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവിടെ ആലിംഗനബദ്ധരാകുന്നത്? നമ്മൾ ശാസ്താവിലേക്ക് വരിക. നല്ലപോലെ ചിന്തിച്ചില്ലെങ്കിൽ ശാസ്താവിനെ പിടുത്തം കിട്ടുകയില്ല. എല്ലാ കൊല്ലവും ഇരുകൂടി കെട്ടുമുറുക്കി തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അനവധി ദിവസങ്ങൾ നടന്ന് നീങ്ങുന്ന അയ്യപ്പന്മാരെ കാണാനിടയായി. അത് വാസ്തവത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് അയ്യപ്പനെ കാണാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് ഓടുകയാണ്. അവരോടൊന്ന് പറയട്ടെ, ഞാൻ നിർത്തിക്കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ശബരിമലയ്ക്കാണ്. അവിടെ ചെന്നാൽ എന്താ? അയ്യനെ കാണാം. അയ്യനെ കണ്ട എന്ത് കിട്ടും? മോക്ഷം കിട്ടും എന്നല്ല എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് എന്തുകൊണ്ട് ഈ അയ്യനെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? നിങ്ങളെങ്ങനെ കൊല്ലം തോറും ഇങ്ങനെ മൈലുകൾ താണ്ടി അനേക ദിവസങ്ങളെല്ലാം തന്നെ ചെലവഴിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടുന്നതെന്ന് ചോദിച്ചാൽ അവര് എന്നെ ആട്ടി ഓടിക്കും അല്ലേ? കാരണം എന്താ? അവരെ ഭരിക്കുന്നതുമായാണ്. അപ്പൊ ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടറിയാവുന്ന വിഷ്ണു, അദ്ദേഹം വാസ്തവത്തിൽ വ്യക്തമായിട്ടറിയാവുന്ന ശിവപെരുമാൾ ഇത് വിഷ്ണുവാണ്, പെണ്ണിന്റെ വേഷം കെട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അങ്ങയുടെ വേഷം കാണണം എന്ന് പറയുന്നത്. എന്താ ആവശ്യപ്പെട്ടത്? വേഷം കാണണം. ഏതായാലും നീ ഒരു വേഷം കെട്ടിയ ഒരു സ്ത്രീ സ്വരൂപം കെട്ടി എന്നിങ്ങനെ പറഞ്ഞല്ലോ, ആ സുന്ദരമായിരിക്കുന്ന വേഷം എനിക്ക് കാണണമെന്ന്. വേഷം കെട്ടിയാൽ വേഷം തന്നെ അല്ലേ? വേഷമല്ലാതെ വേറെല്ലോ ഉണ്ടോ? ആ വേഷം അഴിച്ചു കൊല്ലാൻ പിന്നെ എന്താ കഥ? അപ്പൊ അതേ രീതിയിൽ വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ശിവപെരുമാൾ ആ വേഷത്തെ കണ്ടപ്പോൾ ഭ്രമിച്ചു പോലും വെറുതെയില്ല. അപ്പൊ അത്തരത്തിൽ ഭ്രമിച്ചു എന്ന് പറയുന്ന വിഡിതം എന്നിട്ട് ആലിംഗനബന്ധമായി അതാകാം. കാരണം എന്താ? ശിവൻ ബുദ്ധിയുടെ അധിപതി, വിഷ്ണു ചിത്തത്തിന്റെ അധിപതി. കേട്ടോ നിങ്ങളോ? അന്ധകരണത്തിൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്നതിന് ഈ ബുദ്ധി എന്ന് പറയുന്ന സവിശേഷമായിരിക്കുന്ന കൈലാസം അതിന്റെ അധിപതിയാണ് ശിവപെരുമാൾ. ഈ മമ്മിയോർത്തേവര് അത് തലയിലിരിക്കുന്നു. ആ രീതിയിൽ തന്നെ ചിന്തിക്കാം. ഏതായാലും ചിത്തം എന്ന് പറയുന്ന അന്ധകരണത്തില് അവിടെ മനസ്സിലേക്ക് ചിത്തത്തിലേക്ക്
ചിത്തത്തിന്റെ അധിപതി വാസുദേവൻ വിഷ്ണു. അപ്പോൾ ചിത്തവും ഈ ബുദ്ധിയും തമ്മിൽ എന്താ വ്യത്യാസം? ചിത്തത്തിൽ മനനം ചെയ്തുകൊണ്ട് ദൃഢമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ആ ദൃഢമായി കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ബുദ്ധി, അത് ശിവൻ. അപ്പോൾ ബുദ്ധിയും ഈ ചിത്തവും തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടെന്ന് ഇത് ചിന്തിച്ചാൽ പോലെ. ചിത്തം എന്ന് പറയുന്ന വേറെയല്ല, ബുദ്ധി എന്ന് പറയുന്ന വേറെയല്ല. ചിത്തം തന്നെയാണ് പരിണമിച്ച ബുദ്ധിയായത്. ഈ ശിവൻ തന്നെയാണ് വാസ്തവത്തിൽ വിഷ്ണുവായത്. വിഷ്ണു തന്നെയാണ് ശിവനായത്. പരസ്പരം മാറ്റം സംഭവിച്ചത് അന്ധകരണത്തിൽ വന്ന ആ വ്യത്യാസം കൊണ്ടാണ്. ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ചിത്തവും ബുദ്ധിയും തമ്മിൽ ആശ്ലേഷിച്ചു എന്ന് നിങ്ങൾ കേട്ടാവോ? ഇനി പറയുന്നത് നിർത്തി പറയാം, അല്ലേ? കുറച്ച് സമയമുണ്ട്. അപ്പോൾ ചിത്തവും ബുദ്ധിയും തമ്മിൽ ആശ്ലേഷബദ്ധരായി. മനനാകാരമായിട്ടുള്ള ചിത്തവും ദൃഢമായിട്ടുള്ള ബുദ്ധിയും ആശ്ലേഷബദ്ധമായപ്പോൾ ഭാഗവതം പറയുന്നില്ല ശാസ്താവിനെ ജനിപ്പിച്ചു എന്ന്. ഭാഗവത്തിലുണ്ടോ എവിടെയെങ്കിലും ഈ പാലാഴി മഹൻ കഥ പറഞ്ഞുകൊണ്ട് ഒടുവിൽ ഏതായാലും ഒരു കുട്ടിയെ ജനിപ്പിച്ചു എന്ന് ഭാഗവതം പറയുന്നില്ല. പക്ഷേ എഴുത്തച്ഛന്റെ മലയാണ് ഭാഗവതം. അദ്ദേഹം എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. അല്ലെങ്കിൽ റൂട്ടിൽ നിന്നോ പാടകത്തിൽ നിന്നോ അല്ലെങ്കിൽ പറയുന്ന എന്തെങ്കിലും കഥകളിൽ നിന്നോ കിട്ടിയതായിരിക്കും. അവിടെ പറയുന്നത് ഒരു കുട്ടിയെ ശിവന് സമ്മാനിച്ചുകൊണ്ട് മോഹിനി പോയി എന്ന്, മോഹിനി വേഷം ഉപേക്ഷിച്ചു എന്ന്, പെണ്ണിന്റെ വേഷം അഴിച്ചു വെച്ചു എന്ന്. ഏതായാലും ഒരു കുട്ടിയെ സംഭാവന ചെയ്തു ഈ വിഷ്ണു എന്ന് പറയുന്ന മലയാള ഭാഗവതത്തിലാണ്. സ്കന്ദപുരാണമായിട്ടുള്ള ആ കഥാകോളത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു മണികണ്ഠൻ ജനിച്ചു, അല്ലെങ്കിൽ ഈ ശാസ്താവ് ജനിച്ചു എന്നെല്ലാം തന്നെ കാവേരി തീരത്ത്. അപ്പൊ ഇതെല്ലാം തന്നെ കഥകളായിട്ട് നമുക്ക് അതിനകത്തേക്ക് പിന്നെ വരാം. ഏതായാലും ബുദ്ധിയെ ചിത്തവും തമ്മിൽ ആശ്ലേഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ആശ്ലേഷിക്കുന്ന രണ്ട് വസ്തുതകളാണ്, രണ്ട് ഭാവങ്ങളാണ് ചിത്തവും ബുദ്ധിയും. വെറുതെ യോഗീന്ദ്രാണ് ത്വതങ്കേഷധിക സുമധുരം ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിത്യം ചിത്തസ്ഥിതം പവനപരമതേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ നീ എന്റെ ചിത്തത്തിൽ ഇങ്ങനെ നിരന്തരം വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ബുദ്ധിയെ കൂടി ആകർഷിച്ചുകൊണ്ട് താഴത്തേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഈ ചിത്തത്തെ നിങ്ങൾ മുകളിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ നിർബന്ധമായിട്ടും. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് തിരിച്ചു പോരാ. ഈ ചിത്തം എന്ന് പറയുന്ന അന്ധകരണ എന്ന് പറയുന്ന അനാഹതം എന്ന് പറയുന്ന പത്മമാണ്. അനാഹതം നാലാമത്തെ പത്മം. ഈ അനാഹതം എന്ന് പറയുന്ന ചക്രം എന്ന് കൂടി വിശേഷിപ്പിക്കുന്ന ഈ പത്മം 4-ാമത്തെ ദിവസമാണ് കൃഷ്ണൻ അവതരിക്കുന്നത്. ഭാഗവത സപ്താഹവേദിയില് മൊത്തം 7 ദിവസമുള്ളതിൽ നടുവ് എന്ന് പറയുന്ന 4-ാമത്തെ ദിവസം വൈകുന്നേരം അപ്പോഴാണ് കൃഷ്ണാവതാരം സാധിക്കുന്നത്. അത് അനാഹത പത്മത്തിലാണ്, അന്ധകരണം. ഏതൊരു അന്ധകരണമാണോ, ഏതൊരു അനാഹതപത്മമാണോ തട്ടാതെയും മുട്ടാതെയും ശബ്ദം ഉണ്ടാക്കുന്നത്, അവിടെ അങ്കുരിക്കുന്നത് വെറും ശബ്ദമല്ല, അവിടെ അങ്കുരിക്കുന്ന നാദമാണ്. നാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമാവും. ഏതായാലും നാദം ഇങ്ങനെ ഹൃദയത്തിലങ്കരിക്കുന്ന നാദമാരാണ്. നാദം മമ്മിയോട്ടേവരാണ്. നാദശരീര പര ശങ്കര ബന്ധപ്പെടുത്തുന്നുണ്ടോ നിങ്ങൾ? അത്തരത്തിൽ നിങ്ങൾ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഈ അന്ധകരണത്തിൽ അങ്കുരിക്കുന്ന ആ നാദം അവിടെ കൃഷ്ണനായിട്ട് പറഞ്ഞത് 8 മനുഷ്യന്മാരെ 8 ഭാര്യമാര് ആദ്യം പഴുത്തുന്ന 8 പേര് രുക്മിണി സത്യഭാമ, അതുപോലെ ജാമ്പവതി പോലുള്ള 8 പേരെ വേണ്ടുകൊണ്ടാണ് ഈ ഹൃദയത്തിൽ ആഗ്രഹിക്കുക. ഹൃദയം എന്ന് പറയുന്ന 4-ാം ഭാവത്തിൽ അവിടെ ജനിച്ചുപോയ ശ്രീകൃഷ്ണപരമാത്മാവ് നാദമായിട്ട് അങ്കുരിച്ച ഓങ്കാരമായിട്ട് വന്നത്. 8 ഭാര്യമാരെ സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ നരകാസുരവധം കഴിഞ്ഞപ്പോൾ 16,100-ൽ പരം ഭാര്യമാരെ സ്വീകരിക്കുന്നുണ്ട്. ആരാണപ്പോ ഈ 16,100-ൽ പരം ഭാര്യമാര്? ഇവിടെ 8 തലങ്ങളാണുള്ളത് അനാഗതപത്മത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അഷ്ടതലപത്മത്തിൽ. ആ 8 തലങ്ങളിൽ ഓരോരോ സ്ത്രീകളെ അങ്ങനെ വിന്യസിച്ചു. ഒന്നുകൂടി ചിന്തിക്കണം. ഭാര്യാപദവി എന്ന് പറയുന്ന ബുദ്ധിയാണ് ഭാഗവത ഭാഷയിൽ. അങ്ങനെ ഭഗവാന്റെ ബുദ്ധി 8 പേരെ ഇങ്ങനെ ബുദ്ധിതലത്തിൽ വന്നപ്പോൾ അഷ്ടതലത്തിന്റെ 8 തലങ്ങളില് 8 പേരെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ആദ്യത്തെ വിവാഹവേദിയില് അഷ്ടമഹിഷിമാരായി. എവിടെ എത്തി? ഹൃദയത്തിൽ. ഈ അനാഗതപത്മത്തിൽ ഇങ്ങനെ വിരാജിച്ചേർന്ന 8 ആ ദേവീ സ്വരൂപങ്ങളെ, ഭാര്യ സ്വരൂപങ്ങളെ, അതുകൂടാതെ 16,100-ൽ പരം പേരെയും കൂടി സ്വീകരിച്ചപ്പോൾ പതുക്കെ തലയിലേക്ക് കയറി എന്ന് ചിന്തിച്ചാൽ നമുക്കൊരു സമന്വയം സാധിക്കുക. തല എന്ന് പറയുന്ന 1008 ദളങ്ങൾ അല്ലെ? നിങ്ങൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്ന സഹസ്ര ദളപത്മം. ഈ സഹസ്രദളപത്മം എന്ന് പറയുന്ന സഹസ്രാരൂഢ സുധ സഹസ്രനാമം. അപ്പൊ അവിടെ 1008 ദളമുള്ളത്. ഓരോ ദളവും ദേവിയാണ് എങ്കിൽ ആ ദേവിക്ക് നമ്മൾ ആരോപിക്കുന്ന 16 കലകളാണ്. ശിവന് 16 കല, മമ്മിയോർ ദേവർക്ക് 16 വയസ്സ് എന്ന് പറയും. 16 കല സദാശിവൻ. ആ സദാശിവന്റെ മാറത്ത് വർദ്ധിക്കുന്ന ദേവി സദാശിവ പാർവതി ദേവി 16 കല. അപ്പൊ ഇതെല്ലാം തന്നെ 16 കല എന്ന് പറയുന്ന ചന്ദ്രൻ
ചന്ദ്രന്റെ കലകൾ, ചന്ദ്രൻ പൂർണ്ണമാകുമ്പോൾ ഉണ്ടാകുന്ന കലകൾ. അതേ രീതിയിൽ 16 കൊണ്ട് ഗുണിച്ചാൽ, ആ 16 കൊണ്ട് ഗുണിച്ചാൽ 1008 16 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ സംഖ്യ കിട്ടും 16,100 വരും. അപ്പൊ ഇവിടെയെല്ലാം തന്നെ യോഗേശ്വരനായിരിക്കുന്ന ശിവനെ പോലെ തന്നെ കൃഷ്ണൻ, ഈ യോഗേശ്വര പദവി ആർജിക്കുന്നതിന് വേണ്ടി ഹൃദയത്തിൽ ജനിച്ച് 8 മനുഷ്യന്മാരെ കൂട്ടത്തിൽ പിടിച്ച് അത് കഴിഞ്ഞ് വീണ്ടും 16,100 ഭാര്യമാരെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അനാഗതം എന്ന് പറയുന്ന പർപ്പത്തിൽ നിന്ന് വിശുദ്ധിയിൽ നിന്ന് ആജ്ഞയെ കടന്ന് സഹസ്രാരത്തിലേക്ക് കടന്ന് സർവ രംഗത്തോടുകൂടി അല്ലെങ്കിൽ ദ്വാരകയിൽ എല്ലാത്തരം ഭക്തിമാരോടുകൂടി വിരസിച്ചു എന്ന് പറഞ്ഞാൽ, അവിടെ ഇങ്ങനെ വിരസി എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിൽ കയറി വിലസി എന്നാണ്. അവിടെ ശിവന്റെ ആസ്ഥാനം. ഈ മസ്തിഷ്കം എന്ന് പറയുന്നത് ശിവന്റെ ആസ്ഥാനം മാത്രമല്ല, കൈലാസം മാത്രമല്ല, അതിന് ദ്വാരക എന്നുകൂടി പേരിട്ടപ്പോൾ ഈ ദ്വാരമുള്ളത് കൊണ്ട് ദ്വാരക. ഏത് ദ്വാരം? നമ്മുടെ ഈ മസ്തകത്തിന്റെ മൂർധാവിൽ ഒരു ബ്രഹ്മരത്നം എന്ന് പറയുന്ന ഈശ്വരനിലേക്ക് ഒരു ദ്വാരമുള്ളത് കൊണ്ട് ഇതിന്റെ പേര് ദ്വാരക. അവിടെ കൃഷ്ണൻ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ശിവന്റെ സങ്കേതത്തിൽ കൃഷ്ണൻ വന്നു എന്നല്ലേ കേൾക്കുന്നുണ്ടോ? കൃഷ്ണന്റെ ഉപാസനാമൂർത്തിയായ കൃഷ്ണന് വാസ്തവത്തിൽ ശൈവനായിട്ട് കാണുന്നുണ്ട്. മലയാള ഭാഗവത്തിൽ എഴുത്തിൽ ഭംഗിയായിട്ടത് വിവരിക്കുന്നുണ്ട്. ശിവപുരാണത്തിൽ വളരെ ഗംഭീരമായിട്ടത് വർണ്ണിക്കുന്നുണ്ട്. ആദ്യത്തെ ഭക്തി രുക്മിണിയില് പ്രജമ്യം ജനിച്ചിട്ട് കാണാതെ പോയപ്പോൾ വീണ്ടും ഒരു കുട്ടി ഉണ്ടാകുന്നതിന് വേണ്ടി ജാമ്പവതിയിൽ ഒരു കുട്ടിയെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ശിവനെയും പാർവതിയെയും ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. അവിടെ ശൈവദീക്ഷ കൃഷ്ണന് കിട്ടുന്ന ഉപമന്യു എന്ന് പറയുന്ന ശൈവനിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇവർ വാസ്തവത്തിൽ ശിവപ്രീതി വരുത്തിയത് എന്ന് പറയുന്നുണ്ട്. അതിലൂടെയാണ് പരമശിവനും പാർവതീദേവിയും പ്രത്യക്ഷപ്പെട്ട് ഒരു കുട്ടിയെ ഇങ്ങനെ സമ്മാനിച്ചിട്ട് ആ കുട്ടി സാമ്പനായിട്ട് മാറുന്നത്. സാമ്പൻ ജാമ്പവതിയിൽ ജനിച്ചത് ശിവന്റെ പര്യായമാണ്. അപ്പൊ ഇദ്ദേഹത്തെ ചിന്തിക്കുമ്പോൾ ശിവനാര? വിഷ്ണു ആര? ശിവൻ. അപ്പോ ശിവനാര? കൃഷ്ണനാര? ശിവൻ. കൃഷ്ണന്റെ ഉപാസന എന്താ? ശിവനാരാധിക്കുന്ന ആര? കൃഷ്ണനെ. അങ്ങനെ പരസ്പര ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം ഈ പറയുന്ന കഥയിൽ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ഇന്ന് കേരളീയരായിട്ടുള്ള കവികളും ചില കഥാകാരന്മാരും നിശ്ചിതമായിട്ട് അയ്യപ്പസ്വാമിയുടെ ജനനത്തെ വിമർശിക്കുന്ന രീതിയിലേക്ക് നിങ്ങളും പോവും. ആണും കൂടിയിട്ട് എവിടെ കേട്ടിട്ടുണ്ട് ഈ വൃത്തികെട്ട ജന്മം? കേട്ടോ? ആണും കൂടിയിട്ടുണ്ടാകുന്ന പോലെ മറ്റൊരു വിചിത്രമായിട്ടുള്ള കഥ. ആണ് പെണ്ണിന്റെ വേഷം കെട്ടിയാൽ അവൾക്ക് ഗർഭപാത്രമുണ്ടോ പ്രസവിക്കാൻ? അടുത്ത ആരോപണം. ഇതെല്ലാം തന്നെ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രാരം എന്ന് പറയുന്ന സബ്ജക്ട് ഇട്ടത്. അപ്പൊ അവിടെ വാസ്തവത്തിൽ ഉണ്ടായത് എന്താ? ശൈവനായിരിക്കുന്ന കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു തന്നെ, അതുപോലെ വൈഷ്ണവനായിരിക്കുന്ന ആ എഴുത്തിന് ശിവൻ തന്നെ. ശിവൻ വൈഷ്ണവൻ, വിഷ്ണു ശൈവൻ. മനസ്സിലാകുന്നുണ്ടോ? പരസ്പരം യാതൊരു വ്യത്യാസമില്ലാത്ത രണ്ട് ഈശ്വര സ്വരൂപങ്ങൾ. ഒന്ന് ചിത്തം, മറ്റൊന്ന് ബുദ്ധി. അന്ധകരണ ദശയത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അവർ രണ്ടുപേരും കൂടി യോജിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ യോജിച്ച അവസ്ഥയിൽ നിന്ന് ഉണ്ടായതാണ് ഈ പറയുന്ന ശാസ്ത്രം എന്ന് പറയുമ്പോൾ ബുദ്ധിയും ചിത്തവും തമ്മിൽ യോജിക്കണമെന്നുള്ള നിർദ്ദേശമല്ലേ നൽകിയത്. എന്താ യോജിക്കേണ്ടത്? നിങ്ങളുടെ ബുദ്ധിയിൽ ഇങ്ങനെ ഉയർത്തിരിക്കുന്ന വിചാരധാര, ആ ചിന്താപദ്ധതികളും അതുപോലെ ഈ ചിന്തത്തിലുണ്ടാകുന്ന ചിന്തകളും അത് രണ്ടും തന്നെ സമന്വയിക്കണമെന്നല്ലേ ഇവിടെ പഠിപ്പിച്ചത്. എന്തെല്ലാം വിദ്യകളാണോ നിങ്ങൾ ഇവിടെ വാസ്തവത്തിൽ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാഴ്ചവെക്കാൻ ഉദ്യമിക്കുന്നത്? ചിന്തയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ചിത്തത്തിൽ ഉരുത്തിരിയുന്നത് ബുദ്ധിതലത്തിൽ വിചാരത്തിന് വിധേയമാക്കിയിട്ട് അതിന് രണ്ടിനെയും കൂടി യോജിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ശാസ്ത്രാവിന്റെ ജനനം. പിടുത്തം കിട്ടിയാവോ? എവിടെയെങ്കിലും കുറിച്ചിട്ട് വച്ചിട്ട് ശാസ്ത്രാരം എന്ന് പറയുന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ലേഖ തന്നെ നിങ്ങൾ എഴുതണം. എഴുതാൻ കഴിവുള്ളവർ ഇതിന്റെ ഇടയിലുണ്ട്, പക്ഷെ എഴുതില്ല. അപ്പൊ ഈ എഴുതാൻ കഴിവുള്ളവർ കേട്ടതെല്ലാം തന്നെ ഒന്ന് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അപ്പൊ റെഡ്യൂസ്ഡ് റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ എഴുതിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ചിത്തത്തിന്റെ തലത്തിലേക്ക്, ചിത്തത്തിന്റെ തലത്തിൽ നിന്ന് ബുദ്ധിയുടെ തലത്തിലേക്ക്, ചിത്തവും ബുദ്ധിയുമായിട്ടിരിക്കുന്ന രണ്ട് അവസ്ഥകളിൽ രണ്ടും കൂടി ഇങ്ങനെ യോജിച്ചപ്പോൾ, യോഗാവസ്ഥയെ പ്രാപിച്ചപ്പോൾ ശാസ്താവ് ജനിച്ചു എന്ന് പറഞ്ഞാൽ ശാസിക്കാനുള്ള അധികാരം ഉണ്ടായി എന്ന് എഴുതിയോ? എന്തുണ്ടായി? ശാസിക്കാനുള്ള അധികാരം. ഈ ശാസിക്കാനുള്ള അധികാരമുള്ളവന്റെ പേര് മറന്നു. ശാസ്ത്രത്തിൽ എത്താൻ ഇത്രയും ഞാൻ വിളച്ച് കെട്ടിപ്പോന്നു. നിങ്ങളുടെ ഉള്ളിലേക്ക് എത്രമാത്രം കയറിയിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഹിന്ദുക്കളാണെന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ട്, എംഫസൈസ് ചെയ്തുകൊണ്ട്, അടിവരയിട്ടുകൊണ്ട് പറയാൻ കാരണം എന്താ? നമ്മൾ വിദ്വേഷം കെട്ടിക്കൊണ്ട് നടക്കാൻ പാടില്ല, അന്ധവിശ്വാസികളെന്ന് പറഞ്ഞ് മറ്റുള്ളവർ ആരോപിക്കുമ്പോൾ
അതല്ല എന്ന് തന്നെ എടുത്തോടുകൂടി പറയാനുള്ള മറ്റൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ ചെല്ലുക തിരുനെല്വേലിയിലേക്ക്. അവിടെയാണ് ഈ മൂലാധാര ശാസ്താവിൻ്റേത്. അതിലൂടെ കടന്ന് കൊല്ലത്തുള്ള മറ്റു ഇതര ക്ഷേത്രങ്ങളെല്ലാം തന്നെ താണ്ടി നിങ്ങൾ എരുമേലിയിലേക്ക് വരുമ്പോൾ വിശുദ്ധി എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. ഒന്നുകൂടി കടന്ന വിഷയം എരുമേലി. എരുമേലി എരുമേലി ഏതു വാക്കിൽ നിന്നുണ്ടായതാണ് എരുമേലി? എരുമയിൽ നിന്നാണ്. എരുമ ഇരുമ എന്ന് പറഞ്ഞ മഹിഷി. അപ്പൊ ഈ മഹിഷി മർദ്ദകനായിട്ടുള്ള ശാസ്താവാണെങ്കിൽ അയ്യപ്പന്റെ കഥയോട് ബന്ധപ്പെട്ട എരുമ, അതിൽ നിന്നുണ്ടായ എരുമേലി എന്ന് പറയുന്ന ശാസ്താക്ഷേത്രം. ആ ശാസ്താക്ഷേത്രം വിശുദ്ധി എന്ന് പറയുന്ന ചക്രമാണ് കാണിക്കുന്നതെന്ന് യോഗ പരമ്പരയിൽ യോഗ ധാരണയിൽ. അപ്പൊ എവിടെയാണ് ഈ മൂലാധാര? ജനേന്ദ്രിയത്തിനും കുതത്തിനും ഇടയ്ക്ക് തുടക്കസ്ഥാനം. അതങ്ങനെ തിരുനെല്വേലിയിലുള്ള ശാസ്താക്ഷേത്രം. അവിടെ നിന്ന് പടിപടിയായിട്ട് ഇങ്ങനെ കയറി വിശുദ്ധി എന്ന് പറയുന്ന എരുമേലിയിലേക്ക് വന്ന് പേട്ട കെട്ടി തുള്ളിച്ചാടി ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് നമ്മൾ ചെന്നു ചേരുന്നത് ശബരിമല എന്ന് പറയുന്ന ആജ്ഞാചക്രത്തിലേക്ക്. ആജ്ഞാചക്രത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ് ജന്മത്തിലേക്ക് പിടിച്ചുള്ള ശാസ്താവിനെ. ഈ ശാസ്താവാരന്മാർ രണ്ട് ഭാര്യമാരുള്ള ശാസ്താവിനെ കാണാൻ ഇതിന്റെ ഇടയിൽ ഒരു ഭാര്യ ഒരു കൊച്ചുമുള്ള ആ ശാസ്താവിനെ കാണുന്നുണ്ട്. സിന്ധാരാള വിശാരി ഉത്തര ഫലം എന്ന് കൊടുക്കുന്ന ധ്യാന ശ്ലോകത്തിലെ പ്രഭ എന്ന് പറയുന്ന ഭാര്യയും സത്യൻ എന്ന് പറയുന്ന മകനും, അതുപോലെ പൂർണ്ണാവസ്ഥ എന്ന് പറയുന്ന രണ്ട് ഭാര്യമാരോടുകൂടിയ ശാസ്താവിനെയും കാണുന്നു. ഈ വ്യത്യസ്ത അർത്തക്കന്മാരുടെ കൂട്ടത്തിൽ അമൃതകലശം ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്ന ശാസ്താവിനെ കാണാം. ഇത് ഇവിടെ ഒന്ന് കിട്ടി. ത്രിപുരയിലുള്ള ശാസ്താവാണെങ്കിൽ അമൃതകലശാസ്ത്രനാണ്. ചിന്മുദ്രാധാരിയായിട്ടുള്ള ശാസ്താവ് ശബരിമലയിൽ. ഏതായാലും അമൃതകലശാസ്ത്രനായിരിക്കുന്ന ശാസ്താവ് കൊണ്ടാടുക്കുന്ന ഈ അമൃതം ആ പാലാഴിയിൽ നിന്ന് മതിച്ചുണ്ടാക്കിയതല്ലേ? ആ പാലാഴിയിൽ നിന്ന് മതിച്ചുണ്ടാക്കിയ അമൃതമല്ലേ ഇയാളുടെ ജന്മത്തിന് ഹേതുവും ഈ ശാസ്താവിന്റെ ജന്മത്തിന് കാരണക്കാരൻ? അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ശാസ്താവ് എല്ലാ തരത്തിലും ഏത് രീതിയിലാണ് വന്നതെന്ന് ചിന്തിച്ചാൽ വിശുദ്ധിയാക്കുന്നതിൽ നിന്ന് ആജ്ഞാചക്രത്തിലേക്ക്. ആജ്ഞാചക്രത്തിന്റെ പ്രത്യേകത കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആജ്ഞാചക്രാന്തരാവസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി എന്നുള്ളതാ ഈ ആജ്ഞാചക്രത്തിന്റെ പ്രത്യേകത. പുതിയക്കുടികളുടെ ഇടയിൽ നെറ്റി എന്ന് പറയുന്ന ഭാരതേത്രം എന്ന് പറയുന്ന സങ്കേതത്തില് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന അഗ്നിയാണ്. ആ അഗ്നിയിലാണ് രാമദേവനെ ദഹിപ്പിച്ചത് ഈ പറയുന്ന ശിവപെരുമാൾ. അദ്ദേഹത്തിന്റെ രേതസ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി വൈഭവം. അദ്ദേഹത്തിന്റെ ഈ ശക്തി അല്ലെങ്കിൽ സൃഷ്ടിക്കാനുള്ള വൈഭവം ഇങ്ങനെ സ്കലിച്ചു എന്നല്ലേ ഇവിടെ പറഞ്ഞത്. ഭാഗവത്തിലായാലും ഏത് കൃതിയിലായാലും പറയുന്ന അത്തരത്തിലാണ്. അങ്ങനെ ശിവന്റെ രേതസ് സ്കലിച്ചിട്ട് അത് ഭൂമിയിൽ പതിച്ചു. അത് വെള്ളിയായി സ്വർണമായി എന്ന് പറഞ്ഞ് നിർത്തി ഭാഗവതം. കേട്ടോ നിങ്ങളാവോ? വെള്ളിയായി സ്വർണമായി. വെള്ളിയും സ്വർണവും രണ്ടും നോബൽ മെറ്റൽസ് ആണ്. വെള്ളിയും സ്വർണവും ചെമ്പ് പോലെയല്ല. ചെമ്പെല്ലാം തന്നെ ബേസ് മെറ്റലാണ്. ഈ ചെമ്പെന്ന് പറയുന്ന ബേസ് മെറ്റലിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന വിദ്യയാണ് ആൽക്കമി. പണ്ട് നമ്മുടെ കാരണവന്മാർ പഠിച്ചിരുന്നു എങ്ങനെ മാറ്റാം. അപ്പോൾ ചെമ്പിൽ സ്വർണ്ണമാക്കുന്ന വിദ്യ എല്ലാം തന്നെ കലകളായിരുന്നു നമ്മുടെ മൂലയില്. സ്വർണ്ണത്തിന് പ്രാധാന്യം കൊടുത്തു, വെള്ളിക്ക് പ്രാധാന്യം കൊടുത്തു. വെള്ളിയും സ്വർണവും നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കണം, നമ്മുടെ രക്തത്തിലുണ്ടായിരിക്കണം, നമ്മുടെ രേതസ്സിലുണ്ടായിരിക്കണം, നമ്മുടെ സൃഷ്ടി വൈഭവത്തിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുകയില്ല. അപ്പോൾ കുട്ടികളുണ്ടാകണമെങ്കിൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന കഴിവ് അത് സംജാതമാകുന്ന നോബൽ മെറ്റലായിരിക്കുന്ന സ്വർണത്തിന്റെ സാന്നിധ്യം കൊണ്ടല്ലേ. ഈ രേതസ് സ്വർണമായിട്ടും വെള്ളിയായിട്ടും പരിഗണിച്ചു എന്നും അത് ദേവാസുരന്മാരെ ആഭരണമായിട്ട് മാറ്റിയെന്നും പറഞ്ഞ് നിർത്തി ഭാഗവതത്തിൽ. അപ്പൊ ഈ ഭാഗവതത്തിൽ പറയുന്നത് വ്യത്യസ്തമായിട്ട് ഒരു കുട്ടി ഉണ്ടായി എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതര പുരാണങ്ങൾ, പ്രത്യേകിച്ച് സ്കന്ദപുരാണത്തിലെ ഒരു ഭാഗവും അതുപോലെ ഈ മലയാള ഭാഗവതം എഴുത്തിട്ടേതും അങ്ങനെ വളരെ തെറ്റിദ്ധരിക്കാനില്ല. അവിടെ കുട്ടി എന്ന് പറയുന്നത് ഫലം. ഈ പറയുന്ന ചിന്താധാര എന്ന് പറയുന്ന ചിത്തവും അല്ലെങ്കിൽ ബുദ്ധിയുടെ വിചാരധാരയും അത് രണ്ടും കൂടി ഇങ്ങനെ സംയോഗാവസ്ഥയിലായപ്പോൾ ആശ്ലേഷബദ്ധമായിട്ടുള്ള അവസ്ഥയിൽ അത് പരിണമിച്ച ഒരു കുട്ടി ഉണ്ടായി, ഒരു ഫലമുണ്ടായിരുന്ന ഫലം. എന്താ ഫലം? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലമാണ് ഫലം. കുട്ടി എന്ന് പറയുന്ന അച്ഛനന്മാരുടെ ആ പ്രയത്നം കൊണ്ടുണ്ടാകുന്ന ഫലമാണ്. ആരാ അച്ഛൻ? അച്ഛനാരെ അമ്മയാരെ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ വേദാന്ത പ്രവർത്തമായിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അരണിക്കോലുകളാണ്. അരണിക്കോലുകളുടെ അടുത്ത് മുകളിൽ വിട്ടുകൊണ്ട് കടയുന്ന അഗ്നിയെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അഗ്നിയെ ഉത്പാദിപ്പിച്ചുകൊണ്ട് അതേ രീതിയിൽ അഗ്നിക്കോലുകളായിട്ടുള്ള ഭർത്താവും ഈ പറയുന്ന ഭാര്യയും അവർ രണ്ടുപേരും സൃഷ്ടിക്കുന്ന അഗ്നിയാണ് പുത്രൻ. അവ പുത്രനായ അഗ്നി. എന്താണാവോ അഗ്നി? ജ്ഞാനം. എന്താണ് ജ്ഞാനം? അറിവ്. അറിയേണ്ടത് ഉള്ള ആ അറിഞ്ഞ അറിവ്. അപ്പൊ അത്തരത്തിലുള്ള അറിവുണ്ടാകാൻ വേണ്ടി അരണിക്കോലുകൾ കടയുന്ന പോലെ ഭാര്യ ഭർത്താക്കന്മാർ കടയുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടി ശുഭബ്രഹ്മമാകണം, മുരുകനാകണം,
സത്പുത്രന്മാരാകണം, അവർ ജ്ഞാനത്തിന്റെ സ്വരൂപമാകണം, ബ്രഹ്മവിദ്യ പാരംഗതന്മാരാകുന്ന കാരണം എന്ത്? അവിടെ അരണിക്കൊലകൾ കളയുകയാണ്. ഇന്നത്തെ കാലത്തെ ജീവിതമല്ല ഈ പറയുന്നത്. ഇന്നത്തെ കാട് കയറി പോകുന്ന രീതി എറണാകുളത്തേക്കും മറ്റും പോകുമ്പോൾ കാണുന്ന കാഴ്ച, കോളേജുകളിൽ നിന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. ദമ്പതികളല്ല, സപ്തപതി നടത്താനല്ല കേട്ടോ. ഏതൊരു വധുവിന്റെ അച്ഛനാണോ ഈ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പിടിപ്പിച്ചുകൊണ്ട് 7 സ്റ്റെപ്പ് എടുക്കാൻ പറയുന്ന ആ രീതിയല്ല അവിടെ നടക്കുന്ന പേക്കൂട്ടം. ഇറങ്ങിത്തിരിക്കുകയാണ് സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം കൈക്ക് കൂത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കോൾഗാറ്റിയിലേക്കോ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്ന പേക്കൂത്തും പേക്കോലങ്ങളെയും കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ഇവർ ജനിപ്പിക്കാൻ പോകുന്ന അഗ്നിയാണോ അതോ ഇരുട്ടാണോ? ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, സൺസ് ഓഫ് ഡാർക്ക്നെസ്, ബലിയൻ, ചെകുത്താന്റെ മക്കൾ. അപ്പൊ അദ്ദേഹത്തിൽ പറയുന്ന നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ കാരണം എന്താ? ദാമ്പത്യ ജീവിതത്തിന്റെ പരിശുദ്ധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇവിടെ വിഷ്ണുവും ഇവിടെ ഈ പറയുന്ന രുദ്രനും അവർ തമ്മിൽ ഇങ്ങനെ യോജിച്ചു എന്ന് പറയുന്ന ചിത്തവും ബുദ്ധിയും തമ്മിൽ യോജിക്കുന്ന രീതി, അതേ രീതിയിൽ ഒരു വിവാഹം ഉണ്ടായാൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് 7 സ്റ്റെപ്പ് എടുത്തുകൊണ്ട് 7ാമത്തെ തലത്തിലേക്ക് എത്തിക്കൊണ്ട് ദാമ്പത്യ ജീവിതം പൂർത്തീകരിച്ചാൽ, അതിന്റെ കൾമിനേഷനിൽ അതിൽ നിന്ന് ഫലമുണ്ടായാൽ, കുട്ടിയുണ്ടായാൽ ആ ശ്രേഷ്ഠത, അതാണ് വാസ്തവത്തിൽ ഇവിടെ ഉണ്ടാകുന്ന ശാസ്താവ്. പിടുത്തം കിട്ടിയോ? അപ്പൊ ഇവിടെ ശാസ്താവ് എന്ന് പറയുന്നത് ഉദാത്തമായിരിക്കുന്ന ഒരു മാനസിക ഐക്യത്തിന്റെ ചിത്തവുന്നതുപോലെ ബുദ്ധിയും തമ്മിൽ യോജിച്ചുണ്ടാകുന്ന ആ സംയോഗാവസ്ഥയിൽ ജനിക്കുന്ന ഉദാത്തമായിട്ടുള്ള ഭാവത്തിന്റെ സങ്കല്പം. ആ സങ്കല്പത്തിന്റെ പ്രത്യേകത എന്താ? ചോറ്റാനിക്കരയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ എന്നറിയില്ല. ചോറ്റാനിക്കരയിൽ തുല്യപ്രാധാന്യം കൊടുത്തുകൊണ്ട് ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അമ്മ എല്ലാ ദിവസവും ആറാട്ടിന് എഴുന്നള്ളും. ആറാട്ടിന് പോകുന്ന അമ്മയോടൊപ്പം ശാസ്താവുമുണ്ട്. രക്ഷകനാണ്, സംരക്ഷകനാണ്. അപ്പോൾ ശാസ്ത്ര സങ്കല്പത്തിൽ ശാസിക്കാൻ മാത്രമല്ല സംരക്ഷകൻ കൂടിയാണ് ശാസ്താവ് ഉണ്ടാകുന്നത്. ഈ ചിന്താധാരയും വിചാരധാരയും അല്ലെങ്കിൽ ഈ പറയുന്ന വിചാരവികാരങ്ങൾ അതിങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ട് അതിൻ്റെതായിട്ട് സമന്വയം സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാസിക്കാനുള്ള വികാരം, അതാണ് ശാസ്താവ് എന്ന്. മറന്നു പോകുമോ? ഒന്ന് വിളിച്ചാലോ? സ്വാമിയേ ശരണമയ്യപ്പ. ഈ സ്വാമി എന്നുള്ള പദപ്രയോഗം തന്നെ അത്തരത്തിൽ വേണം ചിന്തിക്കാൻ. സ്വാമി എന്ന് പറഞ്ഞ യജമാനൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. സ്വാമി എന്ന് പറയുന്ന സ്വം എന്ന് പറയുന്ന നമ്മുടെ അന്ധകരണത്തില് നമ്മുടെ ആത്മഭാവത്തെ സാധിച്ചവനാണ് സ്വാമി. അതിനെ മനസ്സിലാക്കിയവൻ, സാധനയോട് ഞാൻ ആരെയെന്ന് ബോധ്യപ്പെട്ടവൻ, സോഹം പദവിയിലേക്ക് എത്തിയവൻ, ഹംസപദവിയിലെത്തിയവൻ. അങ്ങനെ ഞാൻ ആരെയെന്ന് മനസ്സിലാക്കിയവന്റെ പേരാണ് സ്വാമി. ആരെ വിളിക്കുന്ന സ്വാമിയെ? ആരെ വിളിക്കുന്നത്? അങ്ങ് മലമുകളിൽ 5 മലകളുടെ ഇടയിലുള്ള ആ ശബരിമലയിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ അയ്യപ്പനെയാണ് സ്വാമിയെ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടുന്നതെങ്കിൽ തെറ്റിപ്പോയി. നമ്മൾ വിളിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള സ്വാമിയെയാണ്. ആ അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സ്വാമിയാണ്. എല്ലാം അയ്യപ്പൻ, എല്ലാറ്റിൻ പൊരുൾ അയ്യപ്പൻ. നിന്റെ അകത്തും അയ്യപ്പൻ നിന്റെ അകത്തും. അപ്പൊ എല്ലാ തരത്തിലും അകത്ത് വർദ്ധിക്കുന്ന ആ സ്വാമിയെ, സ്വം എന്ന് പറയുന്ന ആത്മശക്തിയെ നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാമിമാരായി. അതിന് ശരണം പ്രാപിക്കലാണ് സ്വാമിയെ. ആദ്യത്തെ 3 അക്ഷരം സ്വാമിയെ. ശരണം, സറണ്ടർ ചെയ്യണം. ഞാൻ ടോട്ടൽ സറണ്ടർ, നിനക്ക് ഈ പറയുന്ന ആത്മഭാവത്തിൽ ഞാൻ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരണം അയ്യപ്പ. 5ന്റെ അപ്പൻ എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളുടെ അധിപതിയാണ് ഭൂതനാഥേശ്വരൻ, ഭൂതനാഥൻ. അങ്ങനെ എല്ലാ തരത്തിലും 5ന്റെ അധിപനായിട്ട് ആകാശം മുതൽ ഭൂമി വരേക്കുള്ള സകല പഞ്ചഭൂതങ്ങളെയും അധിപതിയായിട്ട് വർദ്ധിക്കുന്ന ആ ഈശ്വര സ്വരൂപം, സ്വം എന്ന് പറയുന്ന ആത്മസ്വരൂപം, അതാണ് വാസ്തവത്തിൽ ഇവിടെ ജനിക്കുന്നത്. ചിന്ത അതുപോലെ ഈ പറയുന്ന തലയിൽ നിന്നുള്ള രുദ്രനും ഹൃദയത്തിൽ നിന്ന് അന്ധകരണത്തിൽ നിന്ന് ചിത്തത്തിൽ നിന്ന് വരുന്ന ആ വിഷ്ണുവിന്റെ മോഹിനിവേഷവും രണ്ടും കൂടി ഇങ്ങനെ സമന്വയിച്ചുകൊണ്ടുണ്ടാകുന്ന ശക്തമായിരിക്കുന്ന ഒരു പ്രഭാവം കേൾക്കുന്ന ഭാവം, അതാണ് വാസ്തവത്തിൽ അയ്യപ്പൻ. ജപിക്കാമോ ആ ശാസ്ത്രാദിത്യ മന്ത്രം? ഓം നമോ ഭഗവതേ ഭൂതനാഥായ. മന്ത്രം ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അല്ലേ, നമ്മൾ വാസുദേവനെ വിളിക്കാറില്ലേ? അതേപോലെ തന്നെ ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ മഹാദേവായ. ശിവൻ അതുപോലെ വിഷ്ണു, ഇവരെല്ലാം തന്നെ ഇരിക്കുന്ന പോലെ ഒരു ദ്വാദശാക്ഷരി 12 അക്ഷരമുള്ളൊരു മഹാമന്ത്രം. ഈ പഞ്ചഭൂതങ്ങളുടെ എല്ലാം തന്നെ ആധിപത്യം വഹിക്കുന്ന ഈശ്വര, നിനക്ക് നമസ്കാരം. സിദ്ധാരായണീസാരിയോത്തരഫലം എന്ന് പറയുന്ന ധ്യാന ശ്ലോകത്തില് ആ ശാസ്താവിൽ നമ്മൾ കാണുന്ന പ്രഭാസക്തികന്മാരോടുകൂടി ഭാര്യയുമുണ്ട്, മകനുമുണ്ട്. അത്തരത്തിലുള്ള ശാസ്ത്രസങ്കല്പത്തെ നമ്മൾ ലഭിക്കുന്നത് ഹ്രോം നമപ്പനെ ഗോത്രേയുള്ള മഹാമന്ത്രമാണ്.
എന്താ ആ വാക്കിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അല്പനേരം ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധിക്കുക. സഹസ്രനാമത്തിൽ ഗോത്രി ഗോവിന്ദരൂപിണി കേട്ടോ, പഠിച്ചിട്ടില്ല നിങ്ങള്? ഗോത്രി ഗോവിന്ദരൂപിണി, ഗോത്രി ഗോത്രേ. അപ്പൊ ഈ ഗോത്രി എന്ന് പറയുന്ന സാക്ഷാത് ജഗദീശ്വരി രാജരാജേശ്വരി ഗോവിന്ദ രൂപത്തിൽ, ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ വിഷ്ണു അല്ലെങ്കിൽ ഈ പറയുന്ന ബാലകർത്താവ്, വെളുത്ത നിറത്തിന്റെ ഗുണം, ആ വെളുത്ത നിറത്തിന്റെ ഗുണത്തിന്റെ അധിപതി. അങ്ങനെ ഗോവിന്ദനായിരിക്കുന്ന വിഷ്ണുവായിരിക്കുന്ന എല്ലാവരെയും രക്ഷിക്കുന്ന ആ രൂപത്തിലിരിക്കുന്ന ദേവിയെ നമ്മൾ എന്ത് പറഞ്ഞു? ഗോത്രി ഗോവിന്ദ രൂപിണി. അതുപോലെ നമ്മൾ ശാസ്താവിനെ വിളിച്ച് ഗോത്രയെ സംരക്ഷണം. അപ്പൊ എല്ലാ തരത്തിലും ധർമ്മരക്ഷകനായിട്ട് നമ്മളെ രക്ഷിക്കുന്നവനായിട്ട് നമ്മുടെ ദൗത്യം, നമ്മൾ ജനിച്ചത് കൊണ്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ അതെല്ലാം തന്നെ ചെയ്തു തീർക്കാൻ താങ്കൾ തള്ളുമായിട്ട് വർദ്ധിക്കുന്ന ഈശ്വര സ്വരൂപത്തെ മന്ത്രദ്വാര പൂജിക്കുന്നത് ഓം ഭ്രൂം നമഃപരായ ഗോത്രേ. വളരെ ലളിതമായിട്ട് നമുക്ക് ഉപാസിക്കാൻ പറ്റുന്നത് ഓം നമോ ഭഗവതേ ഭൂതനാഥായ. അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ജപിക്കുക, സ്വാമിയേ ശരണമയ്യപ്പ എന്ന് അദ്ദേഹം പാടി. അതാണ് എന്റെ രീതി. സ്വാമിയേ ഉള്ളിലിരിക്കുന്ന, അപ്പൊ അവരുടെ ഉള്ളിലിരിക്കുന്ന ദേവതയെ, ആ ആത്മസ്വരൂപിനെയാണ് നമ്മൾ ശരണം പ്രാപിച്ചത്. സ്വാമിയേ. നമ്മുടെ ഇടയില് ഈ പറയുന്ന ബ്രാഹ്മണര്, അതായത് അയ്യങ്ക അങ്ങനെയുള്ള കൂട്ടർ, അവരുടെ എല്ലാം തന്നെ അടുക്കളയിൽ ഞാൻ പണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞോളാം, ഇപ്പോൾ അടുക്കളയിൽ മത്സ്യമൊക്കെ ഉണ്ടാവും, അത് കാരണം വയ്ക്കാനിടയില്ല. അപ്പൊ എല്ലാ തരത്തിലും ഈ പറയുന്ന ബ്രാഹ്മണ ഗ്രഹങ്ങളിലെ അടുക്കളയിലാണ് അയ്യപ്പന്റെ പണം. ഇപ്പൊ എന്തുകൊണ്ടായാലും ഞാൻ ചോദിച്ചപ്പോൾ അന്ന് അവർ പറഞ്ഞത് ഇവിടമാണ് ഏറ്റവും ശുദ്ധം, അടുക്കളയിൽ നിങ്ങൾ കയറാറില്ല. അതായത് മോശമായിട്ടിരിക്കുമ്പോൾ, നിരസനങ്ങളായിട്ടിരിക്കുമ്പോൾ മാറി നിൽക്കേണ്ട 7 ദിവസം നിങ്ങൾ അടുക്കളയിൽ കയറാറില്ല, ആഹാരപാകം ചെയ്യാറില്ല. കുളിച്ചു കുറിയിട്ടിട്ട ശുദ്ധമായിട്ടാണ് കയറുന്നതുകൊണ്ട് ഏറ്റവും ശുദ്ധമായിട്ടുള്ളത് പൂജാമുറിയൊന്നുമല്ല, അടുക്കള എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ഭഗവാന്റെ ചിന്മുദ്രധാരിയായിരിക്കുന്ന അയ്യപ്പന്റെ ചിത്രം വെച്ചിരിക്കുന്ന അനവധി വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ബ്രാഹ്മണനെല്ലാന്നറിയാലോ അല്ലേ? ഏതായാലും ഞാനത് പറയുന്നത് അന്വേഷണത്തോടുകൂടി അത്തരത്തിലുള്ള അയ്യപ്പനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധിച്ചു പോരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് വ്രതമാണപ്പ, എന്ത് അനുഷ്ഠാനമാണപ്പ? എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള 41 ദിവസം കാലം കഠിന വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ആ 41 ദിവസം കാലം ഒന്നും ശബരിമലയ്ക്ക് പോകാറില്ല. ഈ 41 ദിവസം കഴിഞ്ഞിട്ടാണ് ഇറങ്ങി പുറപ്പെടുന്നത്. പുണ്യപാപ ചുവടാകുന്ന ഇരുപടി കിട്ടും മുറുകിയിട്ട് തലയിൽ വെച്ചുകൊണ്ട് പെരിയൻ പറഞ്ഞു കൊടുക്കുന്ന സ്വാമിയെ ശരണമയ്യപ്പായുള്ള ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഇറങ്ങുന്ന 41 ദിവസം കഴിഞ്ഞിട്ടാണ്. പിന്നെയും കുറെ നാളുകൾ താണ്ടിയിട്ടാണ് അവിടെ ചെല്ലുമ്പോൾ കിഴക്ക് ദിക്കില് ഈ പറയുന്ന ഉദിച്ചിരുന്ന മകരജ്യോതി അത് കണ്ടിട്ടാണ് തിരിച്ചു പോരുക. ഇതാണ് ശബരിമല സന്ദർശനം. ഈ ശബരിമല ദർശനവും സന്ദർശനവും എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചെയ്യാൻ എന്തുകൊണ്ട് നിഷ്കർഷിച്ചു? ശബരിമലയിൽ അധിവസിക്കുന്ന ഈശ്വര സ്വരൂപം ആജ്ഞാചക്രമായതുകൊണ്ട് നിങ്ങൾക്ക് ആജ്ഞാചക്രത്തിലേക്ക് കടക്കണ്ടേ, 6ാമത്തെ തട്ടിലേക്ക് കടക്കണ്ടേ, പടിയാറും കടന്നാലല്ലാതെ നിങ്ങൾക്ക് ഈ കാന്തമലയിലേക്ക് കടക്കാൻ പറ്റുമോ? കാന്തമലയിലേക്ക് ആരെങ്കിലും കടന്നുണ്ടോ? കടന്നവനായി തിരിച്ചു വരാൻ ഇടയില്ല. അവിടെ പുലിയോ കോലോ മൃഗങ്ങളോ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ അപ്രാപ്യമായിരിക്കുന്ന ഒരവസ്ഥ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഏതായാലും തിരുനെൽവേലിയിൽ ഈ പറയുന്ന മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി മറ്റിതര ശാസ്ത്രക്ഷേത്രങ്ങളെയെല്ലാം തന്നെ തൊഴുതുപിടിച്ച് തിരുവേലിയിൽ വന്ന് വിശുദ്ധി എന്ന് പറയുന്ന ചക്രത്തിനെ ശുദ്ധീകരിക്കുന്ന ആത്മസ്വരൂപത്തെ, ജീവസ്വരൂപത്തെ ശുദ്ധീകരിക്കുന്ന ആ രംഗവും കണ്ടിട്ട് ആജ്ഞാചക്രത്തിലേക്ക് വന്നപ്പോൾ ഹം ഷം എന്ന് പറയുന്ന ഒടുവിലത്തെ 2 അക്ഷരങ്ങളാണ്. ശ്രദ്ധിക്കുക, ഒടുവിലത്തെ 2 അക്ഷരങ്ങൾ ഹം ഷം. ആ മുതൽ ഛാവരേക്കുള്ള അക്ഷരങ്ങളിൽ ഒടുവിലത്തേതാണ് ഹാക്ഷ. അം ആം ഇം ഈം ഉം ഊം ഋ ഇതിന് രൂം ഏം ഐം ഓം ഔം അം ആ സ്വരാക്ഷരങ്ങൾ. കം ഘം ഗം ഘം നം ചം ഛം ജം ഝം ഞം തം ഘം നം ഘം നം തം ഘം ദം ഘം നം വം ഭം ബം ഭം മം യം രം നം വം ശം ഷം സം ഹം ഛം ഹം ഷം. ഒടുവിലത്തെ 2 അക്ഷരം. നമ്മുടെ ശരീരത്തിലെ 6 ആധാരങ്ങളില് വിന്യസിച്ചിരിക്കുന്ന 50 അക്ഷരങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞത്. 50 അക്ഷരങ്ങൾ തുടങ്ങിയാണ് വിശുദ്ധിയില്. സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്ന ജീവനുള്ള അക്ഷരങ്ങൾ എരുമേലിയിൽ വെച്ച് ജീവൻ വയ്ക്കുകയാണ്. ഏതൊരു ജീവസ്വരൂപമാണോ ഈശ്വരനെ തേടിക്കൊണ്ട് ശാസ്ത്ര സങ്കല്പത്തിൽ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നത്, അയാൾ വിശുദ്ധീകരണത്തിലേക്ക് എത്തുമ്പോൾ സ്വരാക്ഷരങ്ങളിലൂടെ അമൃതാവസ്ഥയിലേക്ക് പ്രാപിക്കുകയാണ്. സ്വരാക്ഷരങ്ങൾ അമൃതസ്വരൂപം, മരിക്കാത്തത്, മരണമില്ലാത്തത്, അമ്മയുടേത്, സാക്ഷാൽ ജഗദീശ്വരയുടെ അക്ഷരങ്ങൾ,
വവൽസ് അം ആ ഇം ഈ ഉം ഓം എറു എരു എം ഐ ഓം ഔ അം ന 16. ഈ കണ്ടത്തിൽ 16 അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ജലങ്ങൾ 16, അതിനാണ് ഈ 16 അക്ഷരങ്ങൾ വന്നിട്ടുള്ളത്. അത് അമ്മയുടെ അക്ഷരങ്ങളാണ്. അതിലൂടെ കിടക്കണം നമ്മൾ ഈ നെറ്റിത്തടത്തിലേക്ക് എത്താൻ. ഹം ഷം. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആജ്ഞാനപ്രത്യത്തിന്റെ പ്രത്യേകത അഗ്നിയാണത്, രുദ്രഗ്രന്ഥിയാണത്. അവിടെ ചെന്നാൽ കാമക്രോധാദികളെല്ലാം തന്നെ നശിച്ചു. ഷഡ്ചക്രങ്ങളിലൂടെ ഷഡ്വൈരികളെ നമ്മൾ ഇല്ലാതെയാക്കി. ഷഡ്ചക്രങ്ങളിലൂടെ ഹൃദയഗ്രന്ഥികളെല്ലാം തന്നെ ഇല്ലാതെയാക്കി. അവിടെ നിന്ന് കിടക്കാനുള്ളതാണ് കാന്തമലയിലേക്ക്, അവിടെ നിന്ന് കിടക്കാനുള്ളതാണ് സഹസ്രാരത്നത്തിലേക്ക്. അവിടെ ചെന്നിട്ട് വേണം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം എന്ന് പറയുന്ന രീതിയിൽ ആധ്യാത്മികമായിട്ടുള്ള അവസ്ഥയുടെ അങ്ങേയറ്റത്തെ പ്രാപിക്കുക. ആരാണ് പശ്ചാത്താവ്? നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെ അനേകായിരങ്ങൾ ലക്ഷങ്ങൾ ഇങ്ങനെ ഓരോരോ രീതിയിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നമുക്ക് അനുഭവം തോന്നും. ഇതൊന്നുമല്ല വാസ്തവത്തിൽ നമ്മൾ നേടേണ്ടത് വ്യത്യസ്തമായതുകൊണ്ട് ശക്തമായിരിക്കുന്ന ഒരു ഉപാസനയും കഠിനമായിരിക്കുന്ന അനുഷ്ഠാനങ്ങളും ഇതിന് ആവശ്യമാണ് എന്ന് ഷഡ്ചക്രങ്ങളെ ഭേദിക്കലാണ് ശാസ്ത്ര സങ്കല്പത്തിലൂടെ നമ്മൾ നേടേണ്ടത്. അപ്പോൾ തലയിൽ നിന്നുള്ള ഈ ഈശ്വര സ്വരൂപം ചക്കൽ രുദ്രൻ, ഹൃദയം എന്ന് പറയുന്ന നാഗതന്മത്തിന്റെ ചിത്തത്തിന്റെ അധിപതിയായിരിക്കുന്ന വിഷ്ണുവായിട്ട് സമന്വയിച്ചുകൊണ്ട് യോഗാവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് ചിത്തവും ബുദ്ധിയും രണ്ടും ഇണചേർന്നുകൊണ്ട് ഇഴുകി ചേർന്നുകൊണ്ട് ശക്തമായിരിക്കുന്ന ശാസ്താവിന്റെ ഭാവത്തിലേക്ക് എത്തുന്നു എന്ന് മറന്നു പോകുമോ ഈ വിഷയം? ഇനിയും കടന്നു കയറിയാൽ അധികം പറയാനുണ്ട്. അധികം പറഞ്ഞു നിങ്ങളെ ഇവിടെ ഇരുത്തി ദിവസങ്ങളോളം ഇരുത്തി അവിടെ നിങ്ങൾക്കെല്ലാവർക്കും വേര് വന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന വാൽമീകിയുടെ കൂട്ട് ചെതൽ വന്ന് ശരീരമെല്ലാം തന്നെ ദ്രവിച്ച് ഹിരണ്യകശിപുവിന്റെ കൂട്ട് എല്ലും തൊലിയുമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. ആരാണ് ശാസ്താവ്? മരാമര എന്ന് പറഞ്ഞു കൊടുത്ത് രാമരാമ എന്ന് പറയുന്ന ശബ്ദത്തിലേക്കും മന്ത്രത്തിലേക്ക് എത്തിയത് ഒരു ജന്മം മുഴുവൻ ഇങ്ങനെ ഒഴിഞ്ഞു വെച്ച കാട്ടാളനാണ്. കാട്ടുകളായിരുന്ന അസംസ്കൃതൻ ഒട്ടും തന്നെ സംസ്കാരമില്ലാത്ത അയാൾക്ക് തന്റെ ശരീരത്തെ ഇങ്ങനെ ദ്രവിപ്പിച്ച് അതിനെ എല്ലാം തന്നെ ഇല്ലാതെയാക്കേണ്ടി വന്നു ഈശ്വരൻ ലഭിക്കാൻ. നിങ്ങളും ശരീരത്തെ ഇല്ലാതെയാക്കുക. എന്താ ഇവിടുത്തെ ഇന്നത്തെ മോട്ടോ? എന്താണ് അവസരത്തിൽ ഇന്നത്തെ ഈ നിർദ്ദേശം അല്ലെങ്കിൽ ഇന്നത്തേതായിട്ടുള്ള സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ ശരീരത്തെ ഇല്ലാതെയാക്കുക. ശരീരത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ശബരിമല ദർശനം. പുണ്യപാപത്തോടാണ് കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിക്കുന്നത്. പുണ്യവും പാപവും എല്ലാം തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യകത ഇല്ലാതെയായി. ശരീരത്തെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്ന ശബരിമല ദർശനം. ഒന്നുകൂടി കടത്തി പറയട്ടെ. ഇരുമുടിക്കെട്ട് പണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, ഭർത്താവ് ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഭാര്യ ഇങ്ങനെ വന്നിട്ട് ഈ ഉണക്കലരി എന്നിട്ട് വെള്ളരി, ആ വെള്ളരി ഇങ്ങനെ 3 പ്രാവശ്യം ഇടുന്ന കാണാം. എന്താണെന്ന് മനസ്സിലായോ? വായ്ക്കരി. ചത്ത് കിടക്കുന്ന മനുഷ്യന്റെ ഈ കച്ച തോർക്കലിതെല്ലാം തന്നെ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടിയിട്ട് വായിന്റെ ഭാഗമെല്ലാം തന്നെ കയറി വെച്ചിട്ട് ആ വായിലേക്ക് അരി ഈ സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം തന്നെ അരിയിടുന്ന രീതിയിലാണ് ഇരുമുടിക്കെട്ടില് അവസാനത്തെ അരിയിട്ട് കൊടുത്തിട്ട് വിടുകയാണ്. എന്താ കാരണം? ഇനി പോയിട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല. പണ്ട് കാശിക്ക് പോകുന്ന പോലെ. ഇനിയിപ്പോ കാശിക്ക് പോയെന്നുള്ള സുഖമാണ്, ഒരു പിക്നിക്ക് ടൂർ പോലെയുള്ളൂ. അതുപോലെ തന്നെയായി ശബരിമലയിൽ. അപ്പൊ എല്ലാ തരത്തിലും ജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? ഒന്നുകൂടി കടക്കാം. ശരീരത്തെ ത്യജിക്കാൻ തയ്യാറായിട്ട് പോകുന്ന സന്യാസമാണ്. സന്യാസം എന്ന് പറയുമ്പോൾ സമ്യക്കായിട്ട് നശിക്കുന്ന ഒരവസ്ഥ. എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. എനിക്ക് ഇനിയൊന്നും വേണ്ട. അവിടെ ഇരിക്കുന്ന അയ്യപ്പസ്വാമിയാണെങ്കിൽ ചിന്മുദ്ര വിളിച്ചുകൊണ്ട് ജ്ഞാനം പ്രദാനം ചെയ്യുന്ന അദ്ദേഹവും ഭസ്മവിഭൂഷിതനായിട്ട് യോഗതത്വം ധരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ നെയ്യും കൊണ്ട് പോരുമ്പോഴെല്ലാം തൂത്ത് ഉടച്ചു കളഞ്ഞ് നിങ്ങളുടെ നെയ്യെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒഴിക്കുമെങ്കിലും പഴനിയാണ്ടവനെ പോലെ തന്നെ ഒട്ടയാണ്ടയെ പോലെ തന്നെ ആ ഗണ്ഡം പിടിച്ചുകൊണ്ട് ആസനത്തിൽ ഇങ്ങനെ ഭസ്മം പൂശിയിരിക്കുന്ന പോലെ ഇവിടെ ഈ യോഗാരൂഢനായിരിക്കുന്ന അയ്യപ്പനെയും നിങ്ങൾക്ക് കാണാം. എന്താ ലക്ഷ്യം? സന്യാസം. മറന്നുപോകുമേ. ആദ്യത്തെ ആശ്രമമാണ് ഈ ബ്രഹ്മചര്യമെങ്കിൽ, രണ്ടാമത്തെ ആശ്രമം ഗൃഹസ്ഥാശ്രമമാണെങ്കിൽ, മൂന്നാമത് വാനപ്രസ്ഥം കാറ്റിലൂടെ നടന്നു പോകുന്ന രീതി. അത് കഴിഞ്ഞിട്ട് ചെന്ന് ചേരുന്നത് ഈ സന്യാസത്തിലേക്കാണ്. അല്ലയോ മനുഷ്യ, നീ ജനിച്ചത് ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. ഏതൊരു ആശ്രമമാകുന്ന സന്യാസാശ്രമമാണോ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്ര സങ്കല്പവും അയ്യപ്പ സങ്കല്പവും ശബരിമലയും അങ്ങോട്ടേക്കുള്ള യാത്ര എന്നുള്ളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. മറ്റൊന്നുമല്ല, ഈ ഭഗവാനെ പറ്റി പറയുന്നത് ഏത് രീതിയിലെന്ന് ചോദിച്ചാൽ ഹരിഹര പ്രേമരൂപ, ഹരിഹര പ്രേമാകൃതി, ഹരിഹര പ്രേമരൂപ അല്ലെങ്കിൽ ഹരിഹര പ്രേമാകൃതി. ആ അക്ഷരങ്ങളും ആ വാക്കുകളും എല്ലാം തന്നെ ഒന്ന് അപഗ്രഹിക്കണം. ഹരി എന്ന് പറഞ്ഞാലും ഹരൻ എന്ന്
പറഞ്ഞാലും സംഹരിക്കുന്നവനാണ്. പ്രപഞ്ചത്തെയെല്ലാം തന്നെ സംഹരിക്കുന്നവനാണ്, ഉപസംഹരിക്കുന്നവനാണ്. ജനിച്ചു വീണ നമ്മുടെ ശരീരത്തെയെല്ലാം തന്നെ ഇല്ലാതെയാക്കുന്നവനാണ്. ഹരനായാലും ഹരിയായാലും. സംഹരിക്കുക എന്നുള്ള വാക്കുന്നാണ് ഹരിയും ഹരനും. അങ്ങനെ ഹരിയും ഹരനും തമ്മിൽ പ്രേമ ആകൃതി വന്നപ്പോൾ ഹരിഹര പ്രേമാകൃതിയാണ് ഈ പറയുന്ന ശാസ്ത്ര. ഹരിഹര പ്രേമാകൃതി. ഹരിയുടെ ആകൃതി വിട്ടുപോയി, ഹരന്റെ ആകൃതി വിട്ടുപോയി. രണ്ടുപേർക്ക് രൂപകൽപ്പന ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ ഇല്ലാതെയായി. രണ്ടും കൂടി ആശ്രയിച്ചപ്പോൾ പരസ്പര ആ ബന്ധത്തില് രണ്ടുപേരും അവരുടെ ഐഡന്റിറ്റി എല്ലാം തന്നെ വിട്ടുകളഞ്ഞിട്ട് മൂന്നാമത് രൂപം സ്വീകരിച്ചു. ഹരിഹര പ്രേമ ആകൃതി. നമ്മൾ ഭാര്യാഭർത്താക്കന്മാരും അത്തരത്തിൽ വേണമല്ലാതെ ഈ രാത്രി സമയത്ത് അല്പനേരം ഇങ്ങനെ ഇണചേർന്നുകൊണ്ട് കുട്ടിയെ ഉണ്ടാക്കുന്ന രീതിയല്ല ആവശ്യം. നിതാന്തമായിട്ട് ദാമ്പത്യ ജീവിതം എക്കാലവും മുഴുവൻ കാലവും ഇഴുകിച്ചേർന്നുകൊണ്ട് ഒഴുകുന്ന രീതിയിലാകണം എന്ന് കേട്ടോ. ഇഴുകിച്ചേർന്ന് ഒഴുകുക. അങ്ങനെ ഇഴുകിച്ചേർന്ന് ഒഴുകുന്നതാണ് ഗംഗ. വിണ്ണോർഗംഗ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് ദേവി ഭാഗവതത്തിൽ കാണാം. ഗോലോകത്തെ കൃഷ്ണനും രാധയും തമ്മിൽ ഒരിക്കൽ ഇതുപോലെ തന്നെ ആലിംഗനബദ്ധരായി ആശ്ലേഷബദ്ധരായി അവരങ്ങനെ ഇഴുകിച്ചേർന്ന് അവരുടെ ആ ഇൻഡിവിജ്വാലിറ്റി രണ്ടുപേരുടെയും വ്യക്തിത്വം എല്ലാം തന്നെ ഇല്ലാതെയാക്കി രണ്ടുപേരും കൂടി ഒഴുകി തുടങ്ങിയതാണ് വിണ്ണോർഗംഗ, ആകാശഗംഗ. പുരുഷനും പ്രകൃതിയും യോജിച്ചു. മറന്നുപോയോ? പുരുഷനും പ്രകൃതിയും യോജിച്ചത്. ഒന്നുകൂടി കടന്നാലോ? ആ പുരുഷനെയാണ് വാസ്തവത്തിൽ ഇളാവൃതത്തിലെ ശിവനായിട്ട് രുദ്രനായിട്ട് പറഞ്ഞത്. ഇളാവൃതം എന്ന് പറഞ്ഞാൽ ഇളയാൽ ആവൃതം. ഇള എന്ന് പറഞ്ഞാൽ പാർവതി ദേവി, ഇള എന്ന് പറഞ്ഞാൽ പ്രകൃതി. അങ്ങനെ പ്രകൃതിയാൽ ആവൃതമായ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട അവിടെ ഇരിക്കുന്ന ശങ്കരൻ പുരുഷൻ. ആ ശങ്കരൻ എന്ന് പറയുന്ന പുരുഷൻ വിഷ്ണുവിന്റെ മായ എന്ന് പറയുന്ന പ്രകൃതി. ഒന്നുകൂടി ചിന്തിക്കുക. വിഷ്ണുവിന്റെ മായ എന്ന് പറയുന്ന പ്രകൃതി. ആ പ്രകൃതിയും ഈ പറയുന്ന ശങ്കരൻ എന്ന് പറയുന്ന പുരുഷനും അവർ രണ്ടുപേരും കൂടി എഴുതിച്ചേർന്നു. ആരുണ്ടായി? ശാസ്ത്ര. കുറെ അധികം സംഗതികൾ ഇത്രയും നേരം കൊണ്ട് ഞാൻ ഇട്ട് തന്നു. നല്ലപോലെ ധ്യാനിക്കാനുള്ള ഒരവസ്ഥയെ ശ്രദ്ധിച്ചു. എന്ത് ചെയ്യാൻ നമ്മൾ ധ്യാനിക്കില്ല. മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്ന രീതിയിൽ ചിത്തവൃത്തികളെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് യോഗ എന്ന പദ്ധതി പറയുന്നതും. യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയോ അഷ്ടാവങ്കാരി എന്ന് പറയുന്ന 8 കൂട്ടം കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിത ദിനചര്യകളും ദൈനംദിനം നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ യമനിയമങ്ങളെ കൊണ്ട് വളരെയേറെ കൺട്രോൾഡായിട്ട് ശമനങ്ങളെല്ലാം തന്നെ ശീലിച്ചുകൊണ്ട് ആസനത്തിൽ സ്വസ്ഥമായിട്ടിരുന്നുകൊണ്ട് നമ്മൾ സാധിക്കേണ്ട കാര്യങ്ങൾ സാധിച്ചത് കിട്ടുന്ന ഈശ്വര സ്വരൂപമാണ് ശാസ്ത്രാവ്. ഭാഗവതത്തിന് വളരെ വ്യക്തമായിട്ട് പരീക്ഷത്തിനോട് ശിവബ്രഹ്മം പറയുന്ന ജിതാസനാകുക ആദ്യത്തെ പ്രയോഗമാണ്. ദ്വിതീയ സ്കന്ധത്തില് വളരെ ഭംഗിയായിട്ട് പരീക്ഷത്തിനോട് പറയുന്നു ശിവബ്രഹ്മം ജിതാസനാകുക, കുത്തിയിരിക്കുന്ന നീ. ഗംഗയുടെ തീരത്തിൽ പ്രകാരകരിക്കുന്ന പരീക്ഷത്തിന് അവിടെ ഇരുത്തുകയാണ്, വേണ്ടി എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ സ്വസ്ഥനായിട്ടിരിക്കുന്ന അദ്ദേഹം ആഹാരം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. 7 ദിവസം അവിടെ സ്വസ്ഥനായിട്ടിരിക്കുന്ന അയാൾ ജിതാസനായി. നമ്മളിങ്ങനെ ഇരിക്കുന്നതിന് കാരണം ഞാൻ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സ്പീഡ് കുറച്ച് ചിന്തിക്കാനുള്ള അവസരമൊക്കെ കുറേശ്ശെ തന്നാൽ നിങ്ങൾ ഓരോരുത്തരും എഴുന്നേക്കും, ഫോണും കൊണ്ട് പുറത്തേക്ക് പോകും, അതും ഇതൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ ശീലിച്ചൊരു വിദ്യയാണ് വിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, കഴിയുമെങ്കിൽ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ. പക്ഷേ ഏതായാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 7 ദിവസം കാലം ഇടപൊടിയാതെ വാസ്തവത്തിൽ പകല് മുഴുവൻ ഈ ശിവബ്രഹ്മം കഥ പറഞ്ഞു കൊടുക്കും, കാര്യം പറഞ്ഞു കൊടുക്കും. രാത്രിയെ കുത്തിയിരുന്നു കൊണ്ട് ചിന്തിക്കുകയും പരീക്ഷത്ത് അങ്ങനെ കുത്തിയിരിക്കുന്ന യഥാസനായി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് തന്നെ ഈ തക്ഷകമെന്ന് കടിച്ചപ്പോൾ അതിൻ്റെ അഗ്നിയില്, ആ വിഷാഗ്നിയില് ശരീരം കണ്ടിച്ചുകൊണ്ട് ഞാൻ സംശുദ്ധനായി, സ്വസ്ഥനായി, ആശ്വസ്തനായി, സമാധിസ്ഥനായി, ശാന്തനായി. ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ സാധിക്കുന്നത് എന്താ? അതാണ് ശാസ്ത്രം. ആ ഇരിപ്പത്തരത്തിലാണ് ജന്മത്തിലേയും പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പ്രത്യേകിച്ച് വസ്ത്രധാരണം അല്ലെങ്കിൽ ഭസ്മമെല്ലാം തന്നെ ആ ശരീരം ആസാരം ഇങ്ങനെ മൂടിയിട്ട് യോഗതം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പ് വാസ്തവത്തിൽ സമാധിഭാവമാണ്. നമ്മളെ നയിക്കുന്ന ഈ ശാസ്ത്രസങ്കല്പം നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം നിങ്ങൾ സമാധിസ്ഥരാകുക. നിങ്ങൾ കഴിയുമെങ്കിൽ ഇങ്ങനെ സമാധിസ്ഥരായിട്ട് കുറേ നേരം ഇരുന്നാൽ നിങ്ങൾക്ക് എന്നെ പിടികിട്ടും എന്ന്. എന്നെ പിടികിട്ടും. ആ എന്നെ പിടികിട്ടുമെന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ എന്ന് പറയുന്നത് അങ്ങനെ മലയിൽ ഇരിക്കുന്ന ആ ഈശ്വര സ്വരൂപമാണ്. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. എന്നെ എന്ന് പറയുന്ന ഞാൻ തന്നെയാണ്. മറന്നുപോവോ? ഇവിടെ ഇരിക്കുന്ന 200 പേര് അവരുടെ ഉള്ളിൽ അഹമെന്ന് പറയുന്ന ബോധം അത് വിട്ടിട്ട് ഞാനെന്ന് പറയുന്ന വേറെ ഒന്നിനെ ചിന്തിക്കേണ്ടതില്ല. ആ ജ്ഞാനമായിട്ട് വാസ്തവത്തിൽ ഈ അയ്യപ്പനെ യോജിപ്പിച്ച പോലെ
ആ അയ്യപ്പൻ എന്ന് പറയുന്ന അഹംബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ മഹാവാക്യത്തിലൂടെ കടന്നു വന്ന ഹിന്ദു ആ ഈശ്വര സ്വരൂപം ഈ മമ്മിയൂർ ദേവനായാലും ആ വിഷ്ണുവായാലും ഗുരുവായൂരപ്പനായാലും ശബരിമല ധർമ്മശാസ്താവായാലും ഞാനെന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഉറച്ചു കഴിഞ്ഞ് സമാധിസ്ഥനാകുക എന്നുള്ള നിർദ്ദേശമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. സോഹം എന്ന് പറയുന്ന മന്ത്രം ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞതാണ്, പക്ഷെ കേട്ടവർക്ക് അറിയില്ല. ഈ മൃഗമുദ്ര പിടിച്ചുകൊണ്ട് ഹൃദയത്തിൽ കൊണ്ട് ജപിക്കുന്ന മന്ത്രമാണ് സോഹം. ഞാനതാണ് എന്ന് പറയണമെങ്കിൽ അയ്യപ്പസ്വാമിയോട് എഴുതി വെച്ചിരിക്കുന്ന തത്വമസി ആദ്യം ഗ്രഹിക്കണ്ടേ. തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തിലൂടെ കടക്കാൻ ഞാൻ എങ്ങനെ സോഹം പറയും? ഞാനീ പറയുന്ന പരോക്ഷാനുഭൂതിയിൽ നിന്ന് അപരോക്ഷാനുഭൂതിയിലേക്ക് കിടക്കണമെങ്കിൽ ഞാൻ സ്വയം ആർജിക്കണ്ടേ ഈ പറയുന്ന ഞാൻ അതാണ് എന്ന് സോഹം സാഹം. അങ്ങനെ ഞാൻ അതാണ് എന്നിങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എന്താ? ശബരിമലയിൽ വിരാജിച്ചു തന്ന ശാസ്ത്ര ഞാൻ തന്നെയാണ്, ഞാനല്ലാതെ മറ്റാരുമല്ല. ഈ ധ്യാനത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നിട്ട് അതിൽ മുഴുകി അതിൽ തന്നെ ആവക്തമായിട്ട് സമാധിസ്ഥനാകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ പറയുന്ന ശാസ്ത്രസങ്കല്പം. അതുതന്നെയാണ് കൃഷ്ണസങ്കല്പം, അതുതന്നെയാണ് ആദിയോഗിയായിരിക്കുന്ന ശിവസങ്കല്പം, അതുതന്നെയാണ് യോഗീശ്വരനായിരിക്കുന്ന കൃഷ്ണസങ്കല്പം, അതുതന്നെയാണ് ഗുരുവായൂരപ്പൻ, അതുതന്നെയാണ് ശിവൻ, അതുതന്നെയാണ് മമ്മിയൊക്കെ. അവരെ വിട്ടുപോകുമോ നിങ്ങൾ? ഈ കേട്ടതെല്ലാം മറന്നുപോകുമോ? ഞാൻ മറന്നുപോകാതിരിക്കാൻ വേണ്ടി ഇത്രയും നേരം ഇവിടെ കിടന്ന് നിലവിളിച്ചു. ഒരു നേരം നിലവിളിയാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടതും ഞാൻ അറിഞ്ഞതും ഞാൻ കണ്ടതും അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളെ 78 മുതൽ തുടങ്ങിയതാ. കഷ്ടത്തൊന്നും തിരികെ 70 തുടങ്ങിയിട്ട് ഇപ്പോഴും ഈ നിലവിളിച്ചുകൊണ്ടിരിക്കുക. 78 തുടങ്ങിയതാ. നിത്യചിത്തസേന എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 46 കൊല്ലം. അപ്പൊ ഇത്രയും വർഷമായിട്ട് നിത്യചിത്തസേന എന്ന് പറയലല്ലാതെ ചിത്തത്തിന്റെ ഉള്ളിൽ ഭഗവാനെ കാണാനില്ല. ഞങ്ങൾ നോക്കിയിട്ടൊക്കെ ഇരുട്ടല്ലാതെ ബാക്കി ആവുന്നുമില്ല. ആ അവസ്ഥയിലേക്ക് അധപ്പതിച്ച അവസ്ഥയല്ലാതെ നമുക്ക് യാതൊരു മേൽഗണിയും ഇല്ലേ എന്നൊരു ചോദ്യം ചോദിക്കണം. അപ്പൊ ഇത്രയും കൊല്ലക്കാലം പാഴാക്കിയെന്നാണോ? ധരിക്കരുത് അങ്ങനെ. ഏതായാലും നാരദൻ മാതൃകയാണ്. നാരദന്റെ ആദ്യ ജന്മത്തില് അയാൾ കിട്ടിയ ഉപദേശപ്രകാരം ധ്യാനം, യോഗവും ഇതെല്ലാം തന്നെ അരട്ടിച്ചിട്ട് അല്പം ഒരു പ്രകാശം കിട്ടി. അയാൾ മരിച്ചു. അങ്ങനെ ആദ്യത്തെ ജീവിതം കഴിഞ്ഞപ്പോൾ ദുഃഖിതനായി രണ്ടാമത് ജനിച്ചത് ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് ബ്രഹ്മപുത്രനായിട്ട് ജനിച്ച് ദേവർഷിയായിട്ടുള്ള നാരദനാകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എത്ര കൊല്ലം പാഴാക്കിയെന്നൊന്നും ചിന്തിക്കരുത്. ഇത്ര വർഷം കഴിഞ്ഞ വാസ്തവത്തിൽ ചെലവഴിച്ചത് വിഫലമായി എന്ന് കരുതരുത്. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ പോലെ വേദം പഠിച്ച് 7 കൊല്ലക്കാലം കളഞ്ഞു എന്നൊന്നും നിങ്ങൾ ധരിക്കരുത്. എന്റെ താചാര്യന്മാരാണ് EMS, VT ഭട്ടതിരിപ്പാട്, MC ജോസഫ്, ഇടമറുക, ഇവരൊക്കെ എന്റെ താചാര്യന്മാർ. അപ്പൊ അവര് പറഞ്ഞു പഠിപ്പിച്ചൊക്കെ പാഴാക്കിയെന്നാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന മലയാള അധ്യാപകൻ പ്രൊഫസർ UC കോളേജിൽ അദ്ദേഹം പറഞ്ഞ വേദമെല്ലാം തന്നെ കല്ലിൽ കെട്ടി അറബിക്കടലിൽ കൊണ്ടുപോയി താഴ്ത്തണമെന്ന് അതൊക്കെ ഞാൻ ആദ്യം വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ അങ്ങനെയല്ല അവർ ആ ചെലവഴിച്ച കാലം ഒരിക്കലും പാഴല്ല. നിങ്ങൾ എത്ര കാലം മമ്മിയൊരു ഗുരുവായൂരുമാണോ അതൊന്നും പാഴല്ല. നിങ്ങളിങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം ചരണം എന്ന് പറയുന്ന കാലം ചരിക്കാനുള്ളതാണ്. നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ചാരം മുടക്കേണ്ട കാര്യമല്ല. ഏകാന്തമധികനായിട്ട് ഞാനൊരു സഞ്ചാരി, അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ആരും വാസ്തവത്തിൽ തുണയായിട്ടില്ല എന്നുള്ള ധാരണ വച്ചുകൊണ്ട് ഈശ്വരൻ കൂടെയുണ്ട് എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. ആ സഞ്ചരിക്കുന്ന മാർഗം ഒരേ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ശങ്കരാഭരണ സിനിമ വന്നപ്പോഴല്ല, അതിനു മുമ്പേ നമ്മൾ കേട്ടതാണ് സദാശിവ ബ്രഹ്മത്തിന്റെ മാനസ സഞ്ചരരെ ബ്രഹ്മണി. ഈ മനസ്സുവാസ്തവത്തിൽ എല്ലാ തരത്തിലും സഞ്ചരിക്കേണ്ടത് ഈ പറയുന്ന ബ്രഹ്മത്തിലൂടെയാണ്. ഈ പറയുന്ന മമ്മിയൂർ ദേവനെയും ശ്രീ വിഷ്ണുവിനെയും ഗുരുവായൂരപ്പനെയും സദാസമയം നമ്മുടെ മനസ്സിലിട്ട് താലോലിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർ അനുഗ്രഹിച്ചാൽ ഗുരുകൃപ ഈശ്വരലാഭം എന്നാണ് പറയുന്നത്. ഗുരുകൃപ ഈശ്വരലാഭം അത്തരത്തിൽ നമുക്ക് കിട്ടിയാൽ വാസ്തവത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഈ രഹസ്യങ്ങളെല്ലാം നമുക്ക് നോക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഒരേ ഒരു ധ്യാനത്തോടുകൂടി നിർത്തുന്നു. ശിവനെയും വിഷ്ണുവിനെയും രണ്ടുപേരെയും സമന്വയിപ്പിച്ചുകൊണ്ട് യൗദോ ശങ്ക കപാലഭൂഷണകരോ മുക്താസ്തിമാലാധരോ ദേവോ ദ്വാരപതി ശ്മശാന നിലയോ നാഗാരികോ വാഹനോ ചിത്രക്ഷോ ബലിദക്ഷയജ്ഞമധരോ ശ്രീ ശൈലജാവല്ലഭോ പാപം നീഹരതാം ജനാർദ്ദനഹരോ ശ്രീവത്സ ഗംഗാധരോ. രണ്ടുപേരും നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് ശങ്കരനാരായണ ഭാവം അത് തന്നെ ശാസ്താവ്. രണ്ടുപേരും കൂടി എഴുതി ചേർന്നാൽ അത് തന്നെ രാമൻ. അപ്പോ യാതൊരു തരത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വ്യത്യസ്ത രൂപങ്ങളായിട്ട് ഞാൻ കാണുന്നെങ്കിലും ഏകസത്യപ്രാഭുതാവനന്ദി എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരത്തിലെ ആഹ്വാനവും ആ മഹാവാക്യവും എല്ലാം തന്നെ നിങ്ങൾ മറക്കാതിരിക്കുക. ഏകം സത്ത് വിപ്ര ബഹുത വദന്തി. പലതായിട്ട് രണ്ട് ശിവോകൾ ഇരിക്കുന്ന ഒരു ഘട്ടമെന്ന് തോന്നരുത്. രണ്ടൊന്ന്. അപ്പുറത്ത് ഗുരുവായൂരപ്പൻ വേറെ വിരാജിക്കുന്നു തോന്നരുത്. വേറെയല്ല, എല്ലാം ഒന്ന്. ഏകം സത്ത് വിപ്ര ബഹുത വദന്തി. അത് ശാസ്താവ്. ശാസ്താവ് ആകട്ടെ നമ്മുടെ ഈശ്വര
സ്വരൂപം നമ്മുടെ ഉപാസനാമൂർത്തി ഏതായാലും ശാസ്താവായിട്ട് മാറട്ടെ, ആത്മസ്വരൂപമായിട്ട് മാറട്ടെ, നമ്മൾ ആത്മസ്വരൂപികളായിട്ട് തീരട്ടെ. നമ്മളെ നയിക്കുന്നത് ഈ ആത്മാവ് തന്നെയാകട്ടെ. ശരീരം എന്ന് പറയുന്ന എടുത്ത ഒരു ഉപകരണം, അത് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അത് ഉപേക്ഷിച്ചേ മതിയാവൂ. എന്നിട്ട് നമ്മൾ ആർജിക്കുക ആത്മഭാവത്തെ. ഇത് പറഞ്ഞുകൊണ്ട് ഈ ശാസ്ത്രം നമ്മൾക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി മണിക്കൂറുകളോളം ചിന്തിക്കാനുള്ള കടുകട്ടിയായിട്ടുള്ളൊരു വിഷയമാണിത്. എങ്കിൽ നമ്മൾ ഇത് വാസ്തവത്തിൽ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇന്നലെ ഒരു സുഗതം എന്നുള്ള രീതിയിൽ അങ്ങ് കോട്ടയത്തിനപ്പുറം ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള അദ്ദേഹം ഒരു പുരസ്കാരം തന്നു. ഈ പറയുന്ന ശാസ്ത്ര പുരസ്കാരം. ഈ പുരസ്കാരമെല്ലാം തന്നെ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ശാസ്താവിനോട്, അതിലെ പുരസ്കാരങ്ങളും കിരീടങ്ങളും തൂവലുകളും അത്തരത്തിലുള്ള അലങ്കാരങ്ങളോ ആടകളോ ആഭരണങ്ങളും ഇതെല്ലാം തന്നെ തന്നുകൊണ്ട് മോഹിപ്പിക്കല്ലേ. എല്ലാ തരത്തിലും നമ്മളെ കെട്ടിയിട്ടുകൊണ്ട് ഇവിടെ ഇഴച്ച് വലിച്ച് കൊണ്ടുപോകാൻ ഇടവരുത്തി എന്നുള്ള പ്രാർത്ഥന. നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന സത്യത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ശരീരത്തെ എടുത്തത്. വീണ്ടും വീണ്ടും ഇങ്ങനെ ജനിച്ചു മരിച്ചും കഴുതി കൊടുത്തൊരവസ്ഥയിലേക്ക് നയിക്കല്ലേ എന്ന്. പുനരിങ്ങനെ ജനനീജന ജഠരേ അധിവാസം പനിമാമലമകൻ വര വെറുതെ അരുളരുതേ ഹരശങ്കര ശിവശങ്കര ദുരിതങ്ങള ശിവനേ ഹരിദാസി മുടനിശം മമ വളരാൻ വഴിവരണേ നമ പാർവതീപതയേ ഹര മഹാദേവ. ഓം നമ ശിവായ നമോ. ഓം നമ ശിവായ നമോ. ഓം നമ ശിവായ ശിവായേ നമോ. ഓം നമ ശിവായ ശുഭം ശുഭം ഗുരു ശിവായ നമോ. ഓം സഹനാവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തോ മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ